ബാദിറൂ ബിൽ അഅമാലി സബ്അൻ ബാദിറൂ ബിൽ അഅമാലി ഫിതനൻ കഖിതഇൽ ലൈലിൽ മുദ്ലിം. രാത്രിയുടെ ഇരുട് വർദ്ധിക്കുന്നത് പോലെ, രാത്രിയുടെ ഇരുട്ടിന് ശക്തി പ്രാപിക്കുന്നത് പോലെ ഫിത്നകൾ നിങ്ങളിലേക്ക് കടന്നു വരും. ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തത്. ചുരുക്കി പറഞ്ഞാൽ കേൾക്കുന്നതും കാണുന്നതും അനുഭവിക്കുന്നതും പരീക്ഷണങ്ങൾ മാത്രമാണ്, അല്ലെ? ഇതേ നമ്മൾ കേൾക്കാനുള്ളൂ, ഇതേ നമ്മൾ കേൾക്കുന്നുള്ളൂ. ഇതിന്റെ പിന്നിലുള്ള യഥാർത്ഥ കാരണങ്ങൾ വ്യക്തമായ ഒരു പഠനം നടത്തി നമ്മൾ എല്ലാവരും സ്വയം ഒരു മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാവാതെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കാൻ സാധിക്കുന്നത് തഖ്വയുള്ള ആളുകൾക്കാണ്. മുത്തഖീങ്ങൾക്ക് അത് സാധിക്കുകയുള്ളൂ. നമ്മൾ എല്ലാറ്റിനെയും നിസ്സാരവൽക്കരിക്കാൻ തുടങ്ങി. നമ്മൾക്കെല്ലാം കൂളാണ്, അല്ലെ? ഒന്നിലും നമ്മൾക്കൊരു പേടിയില്ല, ഒന്നിലും ഒരു ഭയഭക്തിയില്ല. ആരെയാ പറയാ? സ്വന്തം എല്ലാവരും സ്വയം വിലയിരുത്തി ഒരു മാറ്റത്തിരുത്തലുകൾക്ക്, ഒരു ചേഞ്ചിന് വിധേയരാവണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇന്നലെ വെള്ളിയാഴ്ച ഒരു 11 മണിക്കെങ്കിലും ജുമഅയ്ക്ക് പോയ എത്ര ആളുകളുണ്ട് ഇവിടെ? ഒന്നൊക്കെ പോക്കെ 11 മണിക്ക് ജുമഅയ്ക്ക് പോയ ആളുകൾ ഒരു കൈതാറ്റിക്കൊണ്ട് 5-6 ആളുകൾ. 1000 വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ ഗസാലി ഇമാം പറഞ്ഞത്, ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും അപകടം പിടിച്ചൊരു ബിദ്അത്താണ് മുസ്ലിമീങ്ങൾ ജുമഅയ്ക്ക് പള്ളിക്ക് പോകാൻ വൈകി എന്നത്. മുസ്ലിമീങ്ങൾ ജുമഅയ്ക്ക് പള്ളിക്ക് പോകാൻ വൈകുന്നു എന്നത് മുസ്ലിമീങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തിന്റെ യഥാർത്ഥ കാരണമാണ്. 1000 വർഷം മുമ്പ് പറഞ്ഞതാണ് അവ്വലു ബിദ്അത്തിൻ ഫിൽ ഇസ്ലാം. ഇസ്ലാമിലെ ആദ്യത്തെ ബിദ്അത്ത് പള്ളിയിലേക്ക് പോകാൻ വൈകി എന്നതാണ്. ഞാൻ പറയട്ടെ, എന്റെ നാട്ടിലെ ചെറുപ്പക്കാർ നിസ്കാരം ഖുതുബയ്ക്ക് പോലും വരാതെ, ഖുതുബ കഴിഞ്ഞു രണ്ടാമത്തെ ഖുതുബ തുടങ്ങുമ്പോഴേക്കും പള്ളിയിൽ വന്നു. എന്നിട്ട് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടി സലാം വിട്ടിയാൽ ഓട്ടമാണ്, പള്ളിയിൽ നിന്ന് ഓടാൻ. എവിടേക്കാണ് ഈ ഓട്ടം? അല്ലാഹു അലം. എന്തിനാണ് ഈ ഓടുന്നത്? വല്ല ജോലിയുമുണ്ടോ? ഇല്ല. വല്ല തിരക്കുമുണ്ടോ? ഒരു തിരക്കില്ല. പിന്നെ എവിടേക്കാ? വെറുതെ പുറത്തിറങ്ങണം. പള്ളിയിലെത്തിയാൽ ചിന്ത എങ്ങനെ പുറത്തിറങ്ങുമെന്നാണ്. പള്ളിയിൽ കയറിയാൽ ചിന്ത എങ്ങനെ പുറത്തിറങ്ങുമെന്നാണ്. ഈ ഒരു ചിന്ത, ഇത് അപകടമാണ്. ഇവിടെ എങ്ങനെയെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും ഒന്ന് ഇരിക്കട്ടെ. വെള്ളിയാഴ്ച മാത്രമല്ലേ ഇരിക്കാൻ ഒരു അവസരമുള്ളൂ. ഒരു 5 മിനിറ്റെങ്കിലും ഇവിടെ ഇരിക്കട്ടെ എന്ന ചിന്തയല്ല. ഇവിടെ നിന്ന് എങ്ങനെ ഒന്ന് പുറത്തു ചാടും? ഈ ഒരു ചിന്ത, ഇത് അപകടത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. അല്ലാഹു കാക്കട്ടെ. അപ്പൊ എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരും സഹോദരങ്ങളൊക്കെ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യണം. നിർത്തി. പഴയ കാലത്തൊക്കെ ഇങ്ങനെ കൈപൊക്കാൻ പറഞ്ഞ ഭൂരിഭാഗം ആളുകളും കൈപൊക്കും. ഏതെങ്കിലും കുറച്ച് ആളുകൾ വിരലെണ്ണാവുന്ന ഓതാൻ അറിയാത്ത ആളുകളെ ഉണ്ടാവുള്ളൂ. ഇന്നിപ്പോ ഇത്ര ആളാകെ കുറച്ച് 10% പോലും ഇല്ല. മാറണ്ടേ, മാറ്റം വരണ്ടേ. അള്ളാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്തുണ്ട്, ربما يود الذين كفروا لو كانوا مسلمين ربما يود الذين كفروا لو كانوا مسلمين. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരു പട്ടാളത്തെ റോമാ സാമ്രാജ്യത്തിലേക്ക്, വിദേശ രാജ്യത്തേക്ക് പറഞ്ഞയച്ചപ്പോ ആ നാട്ടിലുള്ള സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ട് താല്പര്യം തോന്നി. മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു പട്ടാളക്കാരന് ഒരു ക്രൈസ്തവ പെണ്ണിനെ കണ്ട് താല്പര്യം തോന്നി, പ്രണയം തോന്നി. അവളെ കല്യാണം കഴിക്കണം, അവളെ കിട്ടണമെന്ന ആഗ്രഹമുണ്ടായി. യുദ്ധത്തിന് വേണ്ടി 2 പട്ടാളം തയ്യാറായപ്പോൾ അപ്പുറത്തുള്ള ബാൽക്കണിയിലാണ് പെണ്ണിനെ കാണാനിടയായത്. കൈഫൽ വുസൂലു ഇലൈഹാ, എങ്ങനെയാണ് ആ പെണ്ണിനെ കിട്ടുക എന്ന ചിന്തയോടെ അയാൾ പറയാൻ തുടങ്ങി, എങ്ങനെയാണ് ഞാൻ നിന്റെ അടുത്തേക്ക് കടന്നു വരിക? എനിക്കെങ്ങനെയാണ് നിന്നെ കിട്ടുക? കൈഫൽ വുസൂലു ഇലൈഹാ, എനിക്ക് നിന്നെ എങ്ങനെ കിട്ടും എന്ന ആ ചെറുപ്പക്കാരൻ, ആ സഹോദരൻ ചോദിക്കുകയാണ്. ഉമർ തങ്ങൾ അയച്ച പട്ടാളത്തിലാണ് ഈ സഹോദരനുള്ളത്. പെണ്ണ് പറഞ്ഞു, തനസ്സർ, ക്രിസ്ത്യാനിയായിക്കോ. ക്രിസ്ത്യാനിയായാൽ ഫഅനലക, ഞാൻ നിനക്കുള്ളതാണ്. നീ ക്രിസ്ത്യാനിയായാൽ അഥവാ ഇസ്ലാമിൽ നിന്ന് മാറി ഒരു ഒളിച്ചോട്ടം നീ നടത്തിയാൽ ഞാൻ നിനക്കുള്ളതാണ് എന്നാ പെണ്ണ് പറഞ്ഞപ്പോ ഫലബിസൽ സ്വലീബ്, കുരിശ് ധരിക്കുകയും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. കുരിശ് ധരിച്ചു, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ആരാ? ഉമർ തങ്ങൾ അയച്ച പട്ടാളത്തിലെ ഒരു സഹോദരൻ ക്രിസ്ത്യാനിയായി. മുസ്ലിമീങ്ങൾ യുദ്ധം കഴിഞ്ഞ് തിരിച്ചുപോയി. സ്വഹാബാക്കൾക്കൊക്കെ വിഷമമായി. കൂടെ വന്ന ഒരാൾ മതം മാറിയല്ലോ, വളരെ വിഷമമായി. പെണ്ണിന് വേണ്ടി മതം മാറിയതാണ്, സമ്പത്തിന് വേണ്ടി മതം മാറുന്നവർ, കാമുകന് വേണ്ടി മതം മാറുന്നവർ. അങ്ങനെ തിരിച്ചുപോയി. ഒരുപാട് വർഷം കഴിഞ്ഞു.
ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ യുദ്ധം കഴിഞ്ഞ സ്ഥലത്ത് മതം മാറിയ സ്ഥലത്തേക്ക് സ്വഹാബാക്കൾ എത്തി. ഈ മനുഷ്യന് ഹാഫിലായിരുന്നു എന്നാണ് അല്ലെ. നമ്മളിൽ നിന്ന് ഒളിച്ചോടുന്ന ആളുകൾക്ക് ഫാത്തിഹ പോലും മര്യാദ ഓതാൻ അറിയുമോ എന്നറിയില്ല അല്ലെ. ഫാത്തിഹ പോലും മര്യാദ ഓതാൻ അറിയുമോ എന്നറിയില്ല. ഈ മനുഷ്യൻ ഹാഫിലായിരുന്നു എന്നാണ്. അദ്ദേഹത്തോട് ചോദിച്ചു, നിന്റെ ഖുർആനും നിന്റെ നിസ്കാരവും നിന്റെ നോമ്പും നിനക്ക് എന്തുപകാരമാണ് ചെയ്തത്? പരിശുദ്ധമായ ഖുർആൻ മനഃപ്പാഠമാക്കിയ നിനക്ക് ദീനിൽ അടിയുറച്ചു നിൽക്കാൻ സാധിച്ചില്ലല്ലോ. നിന്റെ നിസ്കാരം കൊണ്ട് നിനക്കെന്ത് നേട്ടമാണുണ്ടായത്? നിന്റെ നോമ്പ് കൊണ്ട് നിനക്കെന്ത് നേട്ടമാണുണ്ടായത്? നീ ജീവിതത്തിൽ ചെയ്ത നന്മകൾ നിനക്ക് വല്ല ഉപകാരവും ചെയ്തുവോ എന്ന് ചോദിച്ചപ്പോ ആ മനുഷ്യൻ പറഞ്ഞ മറുപടിയുണ്ട്, പരിശുദ്ധമായ ഖുർആനിന്റെ 6000 ചില്ലാനം ആയത്തുകളിൽ നിന്ന് എല്ലാ ആയത്തുകളും എനിക്ക് മറന്നുപോയി. ഇല്ലാ ആയത്തും വാഹിദ, ഒരൊറ്റ ഒരു ആയത്തൊഴികെ ആ ആയത്ത് അദ്ദേഹം ഓതിക്കൊടുത്തു. റുബമായ വദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. ഇസ്ലാമിൽ നിന്ന്, പരിശുദ്ധമായ ദീനിൽ നിന്ന് ഇത് വിശ്വസിക്കാതെ സത്യനിഷേധിയായി മാറിയ ആളുകൾ ഒരു കാലത്ത് ഞാൻ മുസ്ലിമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം വരാനുണ്ട്. ഈ ഒരു ആയത്തല്ലാത്ത 6000 ചില്ലാനം ആയത്തുകളും അദ്ദേഹത്തിന് മറന്നുപോയി. ഒരു ആയത്ത് ഓർമ്മയില്ല. ഇസ്ലാമിൽ നിന്ന് മാറിയ ഒരു ഹാഫിദിന് ആകെ ഓർമ്മയുള്ള ആയത്ത് റുബമായ വദ്ദുല്ലദീന കഫറു ലൗ കാനൂ മുസ്ലിമീൻ. ഞാനൊരു മുസ്ലിമായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സത്യനിഷേധികൾ ആലോചിച്ചു പോകുന്ന രംഗം ഖുർആനിൽ പറയുന്ന ആയത്ത് മാത്രമാണ് അയാൾക്ക് ഓർമ്മയുള്ളത്. ഇതേപോലെയാണ് ഈ ഒളിച്ചോട്ടക്കാരുടെയൊക്കെ കഥ. ഇത് തന്നെയാണ്. 2-3 ദിവസം മുമ്പ് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത് ഷെയർ ചെയ്തൊരു വിഷയമാണ്. ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ എറണാകുളത്തുള്ള ഒരു സഹോദരിയെ പ്രണയിച്ചു. മുസ്ലിമത്തല്ല. പ്രണയിച്ചു കൊണ്ടുവന്നു, കല്യാണം കഴിച്ചു. 3-4 കുട്ടികൾ ഉണ്ടായി. ഞാൻ ചോദിക്കുന്നത്, അദ്ദേഹത്തിന്റെ കൂടെ മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞിട്ട് ഇറങ്ങി വരാൻ തയ്യാറായി ആര്? ഒരു മറ്റു മതത്തിൽപ്പെട്ട ഒരു സഹോദരിയാണ്. വളരെ പ്രതീക്ഷയോടെ താൻ ഇഷ്ടപ്പെടുന്ന കാമുകൻ എന്ന് പറഞ്ഞ്, താൻ ഇഷ്ടപ്പെടുന്ന സഹോദരൻ എന്ന് പറഞ്ഞിട്ട് ഉപ്പയെയും ഉമ്മയെയും കുടുംബക്കാരെയും എല്ലാം വിളിച്ചെറിഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു. ഇന്ന് 3 കുട്ടികളുണ്ട്. ഇപ്പൊ ഫോൺ ചെയ്തിട്ട് പറഞ്ഞതെന്നറിയോ, ഞാൻ തിരിച്ചു പോവാൻ. ഇങ്ങോട്ട് എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ടേക്ക് തിരിച്ചു പോവാൻ. കാരണം വളരെ പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ കാമുകന്റെ കൂടെ കുടുംബവും വീടും എല്ലാം വലിച്ചെറിഞ്ഞ് വന്നിട്ട് ഞാനറിയാതെ എൻ്റെ ഈ കാമുകന് വേറൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. ഞാനറിയാതെ വേറൊരു സ്ത്രീയുമായി ബന്ധമുണ്ട്. ഞാൻ ആലോചിക്കുന്നത്, ഇത്രയും പ്രതീക്ഷയോടെ ഒരു കുടുംബം മാതാപിതാക്കളെ വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക, എന്നിട്ട് അവരെ വഞ്ചിച്ചിട്ട് നമ്മൾ വേറെ ബന്ധത്തിൽ ഏർപ്പെടുക. ഇതൊക്കെ എങ്ങനെ സഹിക്കാൻ പറ്റും? മതം ഏതുമാവട്ടെ, മതത്തെക്കുറിച്ചല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഒരു ഉമ്മയെയും ഒരു ഉപ്പയെയും പോലും വലിച്ചെറിഞ്ഞ് വന്ന ഒരാളെ പറ്റിക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം കാപട്യമാണ്. ഇത് തന്നെയാണ് ഇവിടെ നിന്ന് പോകുന്ന ആളുകളും അനുഭവിക്കുന്നത്. എത്രയോ നമ്മൾ കണ്ടതാണ്. പല തീവ്രവാദ സംഘികളുടെയും കൂടെയാണ് പലരും. സഹോദരങ്ങൾ ഇങ്ങനെ കാഴ്ചവെക്കാണ്, ചങ്ങാതിമാരിങ്ങനെ കാഴ്ചവെക്കാണ്. ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമ്പോ, വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുമ്പോ പുറം കാലുകൊണ്ട് ചവിട്ടി മാറ്റാൻ തയ്യാറായിരിക്കുന്ന വീട്ടുകാർ വീട്ടിലേക്ക് വന്നാൽ ഉപ്പ സ്വീകരിക്കൂല, വീട്ടിലേക്ക് വന്നാൽ ഉമ്മ സ്വീകരിക്കൂല, കുടുംബക്കാര് സ്വീകരിക്കൂല. എന്നാൽ ഭർത്താവിന്റെ വീട്ടിലാണെങ്കിൽ അസഹനീയമായ പീഡനം. ഇനി പുറത്തു പോവാനും പറ്റൂല, ഇവിടെ ഇരിക്കാനും പറ്റൂല. അങ്ങനൊരവസ്ഥയിൽ ജീവിതം തള്ളി നീക്കി ആത്മഹത്യ ചെയ്യുന്ന എത്ര ആളുകളുണ്ട്. പഠിക്കൂല, എത്ര കണ്ടാലും എത്ര കേട്ടാലും പഠിക്കൂല. അൽഷിമേഴ്സ് ബാധിച്ച ആളുകളായി സമുദായം ഒന്നടങ്കം മാറി എന്നത് വളരെ വേദനാജനകമാണ്. അൽഷിമേഴ്സ് ബാധിച്ച ആളുകളെ നമ്മളൊക്കെ, അതുകൊണ്ടല്ലേ ഇന്ന് രാഷ്ട്രീയ നേതാക്കളൊക്കെ ഞെളിഞ്ഞു നടക്കുന്നത്. വലിയ വലിയ പ്രശ്നങ്ങളും വലിയ വലിയ പ്രയാസങ്ങളുടെ കഥകൾ നമ്മുടെ നാടുകളിൽ നിറഞ്ഞു നിൽക്കുമ്പോ ഇടയ്ക്കിടെ വന്നിട്ട് വലിയൊരു ഡയലോഗ് അടിച്ചു പോകും. പിന്നെയോ
പിന്നെ ഇത് കേട്ടിട്ട് സിന്ദാബാദ് വിളിച്ച ആളുകൾ ഇതിന്റെ പ്രവർത്തനം നടന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഇതിന്റെ അനന്തരമായിട്ട് പ്രൊസീജിയറായിട്ട് വല്ലതും സംഭവിച്ചിട്ടുണ്ടോ, ചെയ്യുന്നുണ്ടോ എന്നൊന്നും നോക്കൂല. എന്ന് പറഞ്ഞത് ഉച്ചയ്ക്കൊക്കെ നമ്മൾ മറക്കാൻ, രാവിലെ പറഞ്ഞത് വൈകുന്നേരമാകുമ്പോൾ മറക്കാൻ. അതുകൊണ്ട് നമ്മൾ പിന്നെയും വോട്ട് കുത്തുന്നു, പിന്നെയും കുത്തുന്നു. അവര് ഡയലോഗ് അടിക്കുന്നു, നമ്മളത് മറക്കുന്നു. അൽഷിമേഴ്സ് ബാധിച്ച ആളുകളായതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അവരിങ്ങനെ ഭരിക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളും സഹോദരിമാരൊക്കെ, നിങ്ങൾക്കൊക്കെ ഈ ഒരു പേടി മാറി. ഇപ്പൊ പേടിയില്ല ജീവിക്കാൻ, അല്ലേ? പേടിയാണ്, സത്യമാണ്. ജീവിക്കാൻ പേടിയാണ്. നമ്മുടെ കേരളക്കരയിൽ നിന്ന് ജീവിക്കാൻ പേടിയാണ്. തുറിച്ചു നോക്കാൻ, കാണുന്നവരൊക്കെ തുറിച്ചു നോക്കാൻ. പശുവിനെ കാണുമ്പോൾ പേടിയാണ്. തമാശല്ല, ഞാൻ സത്യം പറയാണ്. ഒരു പശുവിനെ കാണുമ്പോൾ തന്നെ പേടി തോന്നാൻ. അങ്ങനെ ഒരു പേടിയോടെ ജീവിക്കേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മളൊക്കെ ഉള്ളത്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഇങ്ങനൊരു പ്രയാസമുള്ള സമയത്ത് തന്റെ പൊന്നുമോനെ വിളിച്ചു. യാ ബുനയ്യ റകം മഅനാ, മോനെ ഇങ്ങോട്ട് വാ, എന്റെ കൂടെ വാ, മോനെ എന്റെ കൂടെ വാ. ഇത് ഉപ്പയാണ്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചിട്ടുണ്ട്. വലാ തകും മഅൽ കാഫിരീൻ, കാഫിരീങ്ങളുടെ കൂടെ പോവല്ല മോനെ, കാഫിരീങ്ങളുടെ കൂടെ പോവല്ല, ഇങ്ങോട്ട് വാ, ഇവിടെയുണ്ട്, ഉപ്പയാണിതെന്ന് പറഞ്ഞിട്ടാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം വിളിച്ചത്. അപ്പൊ മോൻ ഇതേ ഡയലോഗാ പറഞ്ഞത്. ഇതേ ഡയലോഗ് ഇന്നലെ നമ്മൾ കേട്ട അതേ ഡയലോഗ്. എന്ത്? എനിക്ക് നിങ്ങൾ ആവശ്യമില്ല. ഉപ്പ, എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, എന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടോളാം. എന്നെ കുറിച്ച് നിങ്ങൾ ആലോചിച്ച് വിഷമിക്കേ വേണ്ട. ഞാൻ എവിടെയെങ്കിലും ജീവിച്ചോളാം, ആരുടെ കൂടെയെങ്കിലും ഞാൻ ജീവിച്ചോളാം. ഉപ്പ പറഞ്ഞു, പൊന്നുമോനെ, ഇന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റൂല. നീ എന്റെ കൂടെ വാ മോനെ, ഒരാൾക്കും ഇന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ഇത് അള്ളാഹുവിന്റെ തീരുമാനമാണ്, ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരാൾക്കും സാധിക്കില്ല. അതുകൊണ്ട് എന്റെ കൂടെ കടന്നു വാ എന്ന് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പൊന്നുമോനെ വേദനയോടെ വിളിച്ചു പറഞ്ഞപ്പോ മോന് പറഞ്ഞു, ഞാൻ വരൂല. അപ്പോഴേക്കും വലിയൊരു ശക്തമായ തിരമാല കടന്നു വരികയാണ്. ശക്തമായ വലിയ ഭീമൻ തിരമാല കടന്നു വന്നിട്ട് കാഫിറായി ചത്തുപോവുകയാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകൻ. ഉപ്പല്ലേ, വിഷമുണ്ടാവാതിരിക്കോ? ഒരു മകൾ പോവാന്ന് പറഞ്ഞാൽ, ഒരു മകൻ പോവാന്ന് പറഞ്ഞാൽ വിഷമില്ലാതിരിക്കോ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ദുആ ചെയ്യാൻ തുടങ്ങി. വനാദാ നൂഹുൻ റബ്ബഹ്, നൂഹ് നബി അലൈഹിസ്സലാം ഇരു കൈകളും ഉയർത്തി അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഖാല റബ്ബി ഇന്നബ്നി മിൻ അഹ്ലി, എന്റെ മകൻ എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ റബ്ബേ, എന്റെ പൊന്നുമോൻ എന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ. നീ എന്ന് എനിക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ടല്ലോ. നിന്റെ കുടുംബക്കാരും നരകത്തിൽ പോകൂല എന്ന് വാക്ക് തന്നിട്ടുണ്ടല്ലോ. എന്റെ മകൻ എന്റെ കുടുംബക്കാരനാണല്ലോ, പിന്നെ എങ്ങനെയാണ് എന്റെ മകൻ മുങ്ങി മരിച്ചത് എന്ന് അല്ലാഹുവിനോട് ചോദിച്ചു. ഇന്ന വഅദകൽ ഹഖ്, നീ വാക്ക് പാലിക്കുന്ന ആളാണല്ലോ, നീ കരാർ പൂർത്തീകരിക്കുന്ന ആളാണല്ലോ, വാഗ്ദാനം ലംഘിക്കാത്ത ആളാണല്ലോ, പിന്നെ എങ്ങനെയാണ് എന്റെ മകൻ മരിച്ചു പോയത് എന്ന് ചോദിച്ചപ്പോഴാണ് അല്ലാഹു പറയുന്ന മറുപടി, ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അത് നിന്റെ മകനല്ല, അത് നിന്റെ മകളല്ല, വിട്ടുകളഞ്ഞേക്ക് പോയിക്കോട്ടെ, വിട്ടുകള. ലൈസ മിൻ അഹ്ലിക്, നിന്റെ മോനല്ല, നിന്റെ മോളല്ല. അങ്ങനെ പോകുന്നവരൊന്നും പിടിച്ചിർത്താൻ നിൽക്കണ്ട, പോകട്ടെ. ലൈസ മിൻ അഹ്ലിക്, നമുക്ക് പറയാം അല്ലേ, പോട്ടെ, നമ്മളെ മക്കളിൽ ഇത് വരണം പറയും ഉസ്താദേ അല്ലേ, പോട്ടെ എന്ന് പറയാ. പക്ഷേ നമ്മുടെ ഭാഗത്ത് പിഴവുകളുണ്ട്, ഇതില്ല എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റൂല. പിഴവുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ന്യായീകരിക്കാൻ നിൽക്കരുത്, പിഴവുണ്ട്, തിരിച്ചറിയണം. യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിന്റെ മകൻ എന്ന് നിന്റെ മകനെ കുറിച്ച് പറയണമെങ്കിൽ അള്ളാഹുവിനെ പഠിക്കുന്ന മകനാവണം, അല്ലെങ്കിൽ നിന്റെ മകനല്ല. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പഠിപ്പിക്കുന്ന വചനമാണ്. എന്റെ മകൻ എന്റെ മകനാണ് എന്ന് എനിക്ക് പറയണമെങ്കിൽ അള്ളാഹുവിനെ പഠിക്കുന്ന മകനാവണം. അള്ളാഹുവിനെ പഠിക്കാത്ത മകനാണെങ്കിൽ അവൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, തള്ളിക്കളഞ്ഞേക്ക്. യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, നിന്റെ കുടുംബമല്ല. എങ്ങനെയാ പറയാ?
നൂഹ് നബിയുടെ ഭാര്യയിൽ നിന്ന് നൂഹ് നബിക്കുണ്ടായ കുട്ടിയാണ്. പക്ഷെ എന്തുകൊണ്ട് നിന്റെ കുടുംബമല്ല എന്ന് പറഞ്ഞു? അള്ളാഹുവിനെ പേടിയില്ലാത്ത മകനായതുകൊണ്ട് നിന്റെ കുടുംബമല്ല, നിന്റെ മകനല്ല, വിട്ടുകളഞ്ഞേക്ക്. യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക്. അതേ അവസ്ഥയാണ് നമ്മുടെ മക്കളിലും. അള്ളാഹുവിനെ പേടിയില്ലാത്ത മക്കളാണെങ്കിൽ അത് നമ്മുടെ മകനല്ല എന്ന് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ എവിടെ വേണം? നമ്മുടെ ഭാഗത്ത് വീഴ്ച വരാൻ പാടില്ല. ഈ മക്കള് നാളെ റബ്ബനാ അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസ് ലിനജഅൽഹുമാ തഹത അഖദാമിനാ വലിയകൂനാ മിനൽ അസ്ഫലീൻ. അല്ലാഹുവേ, എൻ്റെ മാതാപിതാക്കളെ കാണിച്ചു താ അല്ലാഹ്. ഞാൻ വഴിപിഴക്കാൻ ആരാണോ കാരണക്കാരായത്? ആരാ കാരണക്കാരൻ? മൊബൈൽ വാങ്ങിച്ചു കൊടുത്ത മാതാവ്. അല്ലേ, മൊബൈൽ എന്താ പറയാ? അപ്പുറത്തുള്ള ഫാത്തിമാന്റെ കയ്യിൽ മൊബൈലുണ്ട്, പിന്നെ എൻ്റെ മകൾക്ക് കിട്ടിയില്ലെങ്കിൽ അവൾക്ക് വിഷമാവൂലേ എന്നാ ഉമ്മ ചോദിക്കുക. അത് ദീനില്ലാത്തതിന്റെ പ്രശ്നമാണ്. അല്ലേ, അങ്ങനല്ലേ ചോദിക്കുക? അപ്പുറത്തുള്ള അവളെ കയ്യിൽ ടാബ് ഉണ്ടല്ലോ, എന്നാ പിന്നെ എൻ്റെ മകൾക്ക് ഇല്ലെങ്കിൽ അത് പ്രശ്നമല്ലേ? വേഷവിധാനങ്ങളിൽ ശ്രദ്ധയില്ലായ്മ. മിനന്നാസ്, ജനങ്ങളിൽപ്പെട്ട ചില ആളുകൾ അള്ളാഹുവിന്റെ വഴിയിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കാൻ വേണ്ടി കളിച്ചിരി വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ചില ആളുകൾ നമ്മുടെ സമുദായത്തിലുണ്ട്. ഖുർആൻ പറയാൻ ومن الناس من يشتري لهو الحديث ليضل عن سبيل الله. കളിച്ചിരി വിനോദങ്ങളുടെ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്ന ആളുകൾ നമ്മുടെ ജനങ്ങളിലുണ്ട്. എന്തിനാണ് അവർ വാങ്ങിച്ചു കൊടുക്കുന്നത്? ലിയുളില്ല അൻ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. എത്ര മനോഹരമാണ് ഈ ആയത്ത്, നോക്കി ശ്രദ്ധിക്കണേ സഹോദരിമാരൊക്കെ ശ്രദ്ധിക്കണം. ഈ ആയത്ത് പറഞ്ഞത് മൊബൈൽ ഫോൺ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാൻ വേണ്ടി മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കുന്ന രക്ഷിതാക്കളുണ്ട്. അവർക്കറിയൂല ഈ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുത്താൽ അവര് പ്രണയമുണ്ടാകുമെന്നും ഒളിച്ചോട്ടമുണ്ടാകുമെന്നും അറിയൂല. നമ്മൾ കൊടുത്തത് നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതുകൊണ്ട് നമ്മൾക്ക് തിരിഞ്ഞു കൊത്തുകയാണ് നമ്മുടെ മക്കൾ. അവർക്ക് അല്ലാഹു വേദനാജനകമായ ശിക്ഷയാണ് ആ രക്ഷിതാക്കൾക്ക് അല്ലാഹു നൽകുന്നത്. ആ രക്ഷിതാക്കൾക്ക് അല്ലാഹു മക്കളെ നന്മയുടെ പാതയിലൂടെ സഞ്ചരിപ്പിക്കാതെ, ദീൻ പഠിപ്പിക്കാതെ, അവർക്ക് തോന്നുന്നത് പോലെ, തോന്നിവാസം പോലെ ജീവിക്കാൻ വിട്ടുകൊടുക്കുന്ന മാതാപിതാക്കൾ, അവർക്ക് അല്ലാഹു വേദനാജനകമായ ശിക്ഷ നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മോട് താക്കീത് നൽകുന്നുണ്ട്. ഇനി രക്ഷപ്പെടാനുള്ള വഴിയും കൂടി പറഞ്ഞിരുന്നുണ്ട്. എന്താണ് രക്ഷപ്പെടാനുള്ള വഴി? ഈ പേടിയൊക്കെ മാറി, നിങ്ങളുടെ പേടിയൊക്കെ ഞാൻ മാറ്റിത്തരാം. അതിനുള്ള വഴി നിങ്ങളിൽ നിന്നുള്ള സത്യവിശ്വാസികളായ ആളുകൾക്ക് അല്ലാഹു ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. സത്യസന്ധരായ സൽപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു ഒരു വാഗ്ദാനം നൽകുന്നുണ്ട്. എന്താണ് ആ വാഗ്ദാനം എന്നറിയോ? നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തിന് അധികാരം നൽകിയതുപോലെ, അഭിമാനം നൽകിയതുപോലെ, ഇസ്സത്ത് നൽകിയതുപോലെ നിങ്ങൾക്കും ഞാൻ ഇസ്സത്ത് തരാം, നിങ്ങൾക്കും ഞാൻ അഭിമാനം തരാം. നെഞ്ചു വിരിച്ച് മുസ്ലിം എന്ന് പറഞ്ഞു നടക്കാം. ആളുകളൊക്കെ നിങ്ങളെ ബഹുമാനിക്കാൻ തുടങ്ങും. എല്ലാവരും ബഹുമാനിക്കാൻ തുടങ്ങും. ഖാസിം എന്ന് പറയുന്ന ഒരു രാജാവ് ഇന്ത്യയിൽ ഭരിച്ചിട്ടുണ്ട്. രാജ്യം വിട്ട് തിരിച്ചു പോകുമ്പോൾ ഇന്ത്യക്കാര് പറഞ്ഞു, നിങ്ങൾ പോവരുത്, നിങ്ങൾ പോയാൽ ഇവിടെ നീതി ഉണ്ടാവൂല, നിങ്ങൾ ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞ് ഖാസിം രാജാവിനെ നിർബന്ധിച്ച് നിർത്തിയിട്ടുണ്ട്. പഴയകാല പ്രതാപം ഞാൻ നിങ്ങൾക്ക് തരാം, പക്ഷെ ഒരു ഡിമാൻഡ് ഉണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ചില ബാധ്യതകളുണ്ട്, അത് ചെയ്യണം. അത് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ട്രെയിനിൽ ധൈര്യമായി സഞ്ചരിക്കാം. ഒരു ജുനൈദിന്റെ അനുഭവം നിങ്ങൾക്ക് ഉണ്ടാവൂല. ഏത് ഇരുട്ടിലും പേടിയില്ലാതെ നിങ്ങൾക്ക് നടന്നു പോകാം. പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിക്കൊന്നിട്ട് ഒന്ന് അസഹനീയമായ വേദന കൊണ്ട് നിലവിളിക്കാൻ പോലും പേടിയാണ്. അങ്ങനെ നിലവിളിക്കുമ്പോൾ ആ ശബ്ദം പുറപ്പെടുവിച്ചത് കാരണം അയാളൊരു തീവ്രവാദിയാക്കി മുദ്ര കുത്തുകയാണ്. DGPയുടെ വാക്കുകൾ വളരെ വേദനാജനകമാണ് അല്ലേ? നമ്മൾക്ക് ഒരു കാലത്ത് അധികാരത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞപ്പോ അദ്ദേഹത്തിന് വേണ്ടി ശബ്ദിച്ച ആളാണ്. പക്ഷേ അതായിരുന്നു ശരിയെന്ന് തോന്നിപ്പോകുന്ന രീതിയിൽ, ഫാസിസ്റ്റ് ശക്തികളെ നാണിപ്പിക്കുന്ന രീതിയിൽ വളരെ മോശമായ പ്രസ്താവനകൾ. എന്ത് പ്രസ്താവന? പശുവിന്റെ പേരിൽ
ഗോ തീവ്രവാദികൾ, ഗോ ജിഹാദികൾ നടത്തുന്ന കൊലപാതകങ്ങൾ ഒരു പ്രശ്നമല്ല. പക്ഷെ അതിനെതിരെ ശബ്ദിക്കുന്ന, അതിനെതിരെ പ്രഭാഷണം നടത്തുന്ന ആളുകളെയാണ് ജയിലിൽ കൊണ്ടുപോവേണ്ടത് എന്ന വാക്കാണ്. നോക്കണം, നമ്മൾ ആലോചിക്കണം. ഗോജിഹാദികൾ ഇവിടെ നടത്തുന്ന കൊലപാതകങ്ങൾ, അതിനെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്ന ആളുകളെ ജയിലിടണമെന്ന മുൻ DGPയുടെ പ്രസ്താവന നിങ്ങളൊക്കെ വായിച്ചില്ല? വളരെ വിഷമമുണ്ട് ഇതൊക്കെ പറയാനും കേൾക്കാനും ഒക്കെ. കൊല്ലുന്ന ആൾക്കൊരു പ്രശ്നമില്ല, എങ്ങനെയും കൊല്ല. ഒന്ന് കൊന്നിട്ട് ആ വേദന സഹിക്കാൻ കഴിയാതെ ഒന്ന് കരഞ്ഞാൽ, കരഞ്ഞതിന്റെ പേരിൽ തീവ്രവാദികൾ. ഇതൊക്കെ കരച്ചിലാണ്, പേടിയോടെയുള്ള കരച്ചിലാണ്. ഗോജിഹാദികൾ ഇവിടെ അവരൊരു പ്രശ്നമില്ല. ഇവിടെ പ്രശ്നക്കാരൊക്കെ മുസ്ലിമീങ്ങൾ പെറ്റുപെരുകുന്നത് കണ്ടിട്ട് പേടിക്കുകയാണ്. ഈ രീതിയിൽ മുസ്ലിം സമുദായത്തെ ലോകത്തിന്റെ മുക്കുമൂലകളിൽ ഇസ്ലാമിക് ഫോബിയ സൃഷ്ടിക്കുകയും ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കുകയും ജനങ്ങളെയൊക്കെ മുസ്ലിമീങ്ങളെ തുറച്ചു നോക്കുകയും, എവിടെയാണ് മുസ്ലിമീങ്ങൾ ഉള്ളത് അവരെ കൊന്നു കളയണമെന്നുള്ളൊരു ചിന്ത അമുസ്ലിമീങ്ങളിലിട്ട് വർഗീയ ചിന്തകൾ ജനങ്ങളിലേക്കിട്ട് ഇവിടെ വിഷവിത്തുകൾ ഉണ്ടാക്കുന്ന ചില ആളുകൾ, അവരെയൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ നമ്മുടെ മാന്യമായ സ്വഭാവം കൊണ്ട് അവരെ നേരിടണം. മാന്യമായ സ്വഭാവം കൊണ്ട്. ഞാൻ പറയട്ടെ, വാളെടുക്കാനോ പരിചയെടുക്കാനോ കോടതിയുടെ വരാന്തകളിൽ സമരം വിളിച്ച് പോലീസുകാരന്റെ അടി വാങ്ങിച്ച് തിരിച്ചു വരാനോ അല്ല ഞാൻ പറയുന്നത്. എല്ലാത്തിനും ഒരു മാന്യതയുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരച്ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോ നബി തങ്ങളുടെ വാളെടുത്ത് നബി തങ്ങളുടെ ഷോൾഡറിന് നേരെ തൂക്കുകയും നബി തങ്ങളുടെ ഷോൾഡറിന് നേരെ, കഴുത്തിന് നേരെ വെച്ചിട്ട് നബി തങ്ങളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, മയ്യംനഉക മിന്നീ, മുഹമ്മദേ നിന്നെ ആരാണ് എന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുക? മുഹമ്മദേ ആരാണ് നിന്നെ എന്നിൽ നിന്ന് രക്ഷപ്പെടുത്തുക? സ്വഹാബാക്കളൊക്കെ മാറി കിടന്നുറങ്ങുകയാണ്. ഒരുപാട് അകലെയാണ് സ്വഹാബാക്കളൊക്കെ കിടന്നുറങ്ങുന്നത്. ഒന്ന് വിളിക്കാൻ പോലും നബി തങ്ങൾക്ക് സമയമില്ല. വിളിച്ചാൽ കേൾക്കുന്ന ദൂരത്തല്ല എല്ലാവരും ഉള്ളത്. ആ സമയത്താണ് ഒറ്റയ്ക്ക് കിടന്നുറങ്ങുന്ന നബി തങ്ങളുടെ കഴുത്തിലേക്ക് വാൾ ഊരിപ്പിടിച്ച വാളുമായി അറാബി ചോദിച്ചത്, ആരാണ് എന്നിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്തുക? പതറാത്ത പാദത്തോടെ അല്ലാഹുവിന്റെ ഹബീബ് ഒരു വാക്ക് പറഞ്ഞു, അല്ലാഹ്. ഈ അചഞ്ചലമായ വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം, യഖീൻ മുഹ്കം, അമൽ പൈഗം, മുഹബ്ബത്തെ ഫാത്തിഹെ ആലം, ദൃഢനിശ്ചയം, നിരന്തരമായ സൽപ്രവർത്തനങ്ങൾ, മുഹബ്ബത്തെ ഫാത്തിഹെ ആലം, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. യഖീൻ മുഹ്കം, ദൃഢനിശ്ചയം. നബി തങ്ങൾ പതറാതെ പേടിക്കാതെ പറഞ്ഞു, അല്ലാഹ്, എന്നെ അല്ലാഹു രക്ഷപ്പെടുത്തും. കയ്യിൽ നിന്ന് വാള് വീണപ്പോൾ ആ വാള് പെറുക്കെടുത്ത് അറാബിയെ വെട്ടാം. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വെട്ടുന്നതിന് പകരം, പോയിക്കോ, സ്വഹാബാക്കളൊന്നും കാണണ്ട, വേഗം വിട്ടോളൂ എന്ന് പറഞ്ഞ് തിരിച്ചേക്കുകയാണ്. പിന്നെന്തുണ്ടായി? 80ഓളം കുടുംബക്കാർ, 80ഓളം വീട്ടുകാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഇസ്ലാമിലേക്ക് കടന്നു വന്നു. നബി തങ്ങൾ അവിടെ വെട്ടിയിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? ആലോചിക്കണം. എന്റെ ശബ്ദം ശവിക്കണം. ഉറക്കം വരുന്നുണ്ടല്ലോ, നിങ്ങൾ ആലോചിക്കും. നബിത്തങ്ങളെ വെട്ടാൻ വേണ്ടി വാളോങ്ങിയ അറാബിയെ തിരിച്ചു വെട്ടിയിരുന്നെങ്കിൽ ഈ കുടുംബക്കാർക്ക് നബിത്തങ്ങളോട് എന്തുണ്ടാകും? വൈരാഗ്യമുണ്ടാകും, നബിത്തങ്ങളോട് പ്രതികാരമുണ്ടാകും. എങ്ങനെയെങ്കിലും ഇയാളുടെ കഥ കഴിക്കണമെന്നുള്ള ചിന്തയോടെയാണ് പിന്നെ ആ കുടുംബക്കാരൊക്കെ കാത്തിരിക്കുക. പക്ഷേ നബിത്തങ്ങൾ, നീ പോയിക്കോ, സ്വഹാബാക്കളൊന്നും കാണണ്ട, വേഗം വിട്ടോളൂ എന്ന് നബിത്തങ്ങൾ പറഞ്ഞു വിട്ടു. 80 വീട്ടുകാർ അത് കാരണത്താൽ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ. ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച വഴി. അതാണ് യമാമയിലെ സുമാമ എന്ന് പറയുന്ന രാജാവ് മുസ്ലിമീങ്ങളെ വധിക്കാൻ വേണ്ടി തക്കം പാർത്തു നിൽക്കുന്ന ഒരാളായിരുന്നു. എങ്ങനെയെങ്കിലും ഇസ്ലാമിനെ തകർക്കണം, സ്വഹാബാക്കളെ വധിക്കണം, അല്ലാഹുവിന്റെ ഹബീബിനെ വധിക്കണം എന്നുള്ള താല്പര്യത്തോടെ യമാമയിലെ രാജാവായ സുമാമ എന്ന് പറയുന്ന സഹോദരൻ ഇങ്ങനെ തക്കം പാർത്തിരിക്കുമ്പോഴാണ് സ്വഹാബാക്കളെ ആളെ പിടിച്ചു കെട്ടി നബി തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവരുന്നത്. നബി തങ്ങളുടെ സമീപത്തേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പേ മദീന പള്ളിയുടെ ഒരു തൂണിൽ അദ്ദേഹത്തെ പിടിച്ചു കെട്ടിയിട്ടുണ്ട്. തൂണിൽ കൈയും കാലും ബന്ധിച്ച് മദീന പള്ളിയുടെ തൂണിൽ കെട്ടിവെച്ച് ബന്ധിച്ചു വെച്ചിരിക്കുകയാണ്. നബി തങ്ങൾ ആ വഴിയിലൂടെ നടന്നു പോയപ്പോ സുമാമയോട് ചോദിച്ചു, കൈഫ ബിക യാ സുമാമ,
കൈഫ ബിക യാ സുമാമ, സുമാമ സുഖമല്ലേ? ആരോടാ ഈ ചോദിക്കുന്നത്? നബി തങ്ങളെ വധിക്കാൻ വേണ്ടി തക്കം പാർത്തിരുന്ന, കണ്ണിൽ എണ്ണയൊഴിച്ച് മഷിയിട്ട് കാത്തിരുന്ന ഒരു നബി തങ്ങളുടെ ശത്രുവിനോട് നബി തങ്ങൾ ചോദിക്കുന്നത്, കൈഫ ബിക, ഹൗ ആർ യു, സുഖമല്ലേ? അയാൾ പറഞ്ഞു, മുഹമ്മദ് നബിയെ, നിങ്ങൾ എന്നെ വധിക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് നീതിയാണ്. നിങ്ങൾ എന്നെ വിട്ടുതരികയാണെങ്കിൽ, എനിക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ നിങ്ങൾ വലിയ കാരുണ്യവാനാണ്. നബി തങ്ങൾ ഒന്നും പറഞ്ഞില്ല. സ്വഹാബാക്കളോട് പറഞ്ഞു, ഏറ്റവും നല്ല മുന്തിയ പാലും ഭക്ഷണവും ഇയാൾക്ക് കൊടുക്കണം. രണ്ടാമത്തെ ദിവസം അല്ലാഹുവിന്റെ ഹബീബ് ഈ സുമാമ എന്ന് പറയുന്ന ഇസ്ലാമിന്റെ കൊടിയ ശത്രുവിന്റെ സമീപത്തേക്ക് കടന്നു വരികയാണ്. രണ്ടാമത്തെ ദിവസവും ചോദിച്ചു, കൈഫ ബിക യാ സുമാമ, സുമാമ എങ്ങനെയുണ്ട്, സുഖമാണോ? സുമാമ ഇന്നലെ പറഞ്ഞ അതേ മറുപടി അല്ലാഹുവിന്റെ ഹബീബിനോട് പറയുന്നുണ്ട്, നബിയെ, നിങ്ങൾ എന്നെ കൊന്നാൽ അത് നീതിയാണ്, ഒരിക്കലും അക്രമമാവൂല. കാരണം ഞാൻ ഒരുപാട് സ്വഹാബാക്കളെ വധിച്ചിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് മാപ്പ് നൽകുകയാണെങ്കിൽ നിങ്ങൾ കാരുണ്യവാനാണ് നബിയെ. നബി തങ്ങൾ പറഞ്ഞു, വീണ്ടും ഇന്നലെ പറഞ്ഞതുപോലെ നല്ല ഭക്ഷണമൊക്കെ കൊടുക്കണം. മൂന്നാമത്തെ ദിവസം നബി തങ്ങൾ വരുമ്പോ അയാൾ ആ മതിലിൽ തന്നെ, ആ ചുമരിൽ തന്നെ കെട്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. സുഖല്ലേ? സുഖാണ്. നബി തങ്ങൾ സഹാബാക്കളോട് പറഞ്ഞു, ഇയാളുടെ കയറക്കയച്ച് ഇയാളെ വിട്ടുകള. നബി തങ്ങളെയും സഹാബാക്കളെയും വധിക്കാൻ അവസരം കാത്തു നിന്ന ഒരു മനുഷ്യനെ നബി തങ്ങൾ പറഞ്ഞു, കെട്ടഴിച്ച് വിട്ടേക്ക്, വിട്ടേക്ക്, പോയിക്കോട്ടെ, വിട്ടേക്ക്. അയാൾ പോയി. പോവാൻ പറ്റണ്ടേ? പോവാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഒരു മാന്യമായ സ്വഭാവം കണ്ടിട്ട് എങ്ങനെ തിരിച്ചു പോവാൻ പറ്റും? പോയി തൊട്ടടുത്തുള്ള തടാകത്തിൽ നിന്ന് വുളൂ ചെയ്ത് തിരിച്ചു വന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിശുദ്ധമായ ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ് അയാൾ. എന്തേ കടന്നു വന്നത്? ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ, ഇദ്ഫഅ ബില്ലതീ ഹിയ അഹ്സൻ. ഏറ്റവും നല്ല സ്വഭാവം കൊണ്ടാണ് നീ നിന്റെ ശത്രുവിനോട് പെരുമാറേണ്ടത്. നിന്റെ ശത്രുവിനോട് തുറിച്ചു നോക്കിയിട്ടല്ല, കോടതിയുടെ വരാന്തകളിലേക്ക് മാർച്ച് ചെയ്തിട്ടല്ല. എങ്ങനെയാണ് ന്യായവും നിയമവും മര്യാദയും ഉപയോഗിച്ച് എങ്ങനെയാണ് പോരാടാൻ പറ്റുന്നത്? ആ രീതിയിൽ പോരാടാനാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തന്നത്. അയാളും മുസ്ലിമായി. ഉസൈദ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വധിക്കാൻ അവസരം കാത്തിരിക്കുന്ന ഒരു ശത്രുവായിരുന്നു. ബദ്ർ യുദ്ധത്തിൽ അദ്ദേഹത്തിന്റെ മകനെ മഹാനായ സ്വഹാബാക്കളും നബി തങ്ങളും ബന്ദിയാക്കിയിരുന്നു. മക്കയിൽ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറയുന്നത്, എങ്ങാനും മുഹമ്മദിനെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അയാളെ കഷ്ണം കഷ്ണമായി നുറുക്കുമെന്ന്. ഈ ഒരു വാക്ക് സഫ്വാൻ ഇബ്നു ഉമയ്യ റളിയല്ലാഹു സഫ്വാൻ ഇബ്നു ഉമയ്യ കേൾക്കുകയാണ്. എന്താ നീ പറഞ്ഞത്? പറഞ്ഞു, മുഹമ്മദിനെ എങ്ങാനും എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ വെറുതെ വിടൂല. ഉറപ്പാണോ? ഉറപ്പാണ്. പക്ഷേ എന്റെ മക്കളെ ഓർക്കുമ്പോ ഞാൻ പോയിട്ട് അവിടെ വെട്ടി എങ്ങാനും ഞാൻ പിടിക്കപ്പെട്ടാൽ എന്റെ മക്കൾ ആരാ നോക്കുക? എനിക്ക് കുറച്ച് കടങ്ങളുണ്ട്, ആ കടങ്ങൾ ആരാ കൊടുത്തുവിട്ട? അത് പേടിച്ചിട്ടാ ഞാൻ വധിക്കാത്തത്. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ പോവൂലേ? നിന്റെ പ്രശ്നം നിന്റെ മക്കളാണോ? നിന്റെ മക്കൾ എന്റെ മക്കളെ പോലെ ഞാൻ നോക്കാം. നിന്റെ പ്രശ്നം നിന്റെ കടങ്ങളാണോ? കടം ഞാൻ കൊടുത്തുവിട്ട നോക്കണം. നമ്മൾ നോക്കണം. മുസ്ലിം അല്ലാത്ത ഒരു മുശ്രിക്കായ ആ സമയത്തുള്ള ഒരു അമുസ്ലിമായ ഒരാളുടെ ചിന്ത, നിങ്ങൾ മരിക്കാൻ പേടി കടമാണ്. കടം വെച്ച് നടക്കുന്ന എത്ര മുസ്ലിമീങ്ങളുണ്ട് അല്ലേ? എനിക്ക് മരിക്കാൻ പേടി കടമുള്ളത് കൊണ്ടാണ്. ഒരുപാട് ആളുകളുടെ കടം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ആ കടം കൊടുത്തു വീട്ടാതെ എങ്ങനെയാണ് ഞാൻ മരിക്കുക? ഇതൊരു മുശ്രിക്കിന്റെ ചിന്തയാണ്. മുസ്ലിമായിട്ടില്ല അദ്ദേഹം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, മുസ്ലിമീങ്ങളിൽപ്പെട്ട എത്രയോ ആളുകൾ ഒരുപാട് ലക്ഷങ്ങൾ കടം വാങ്ങി മറ്റുള്ളവന്റെ ഹക്കടപാട് അപഹരിച്ച് മോഷ്ടിച്ചിട്ട് കൊടുക്കാതെ ജീവിക്കുന്ന എത്ര ആളുകൾ? ഒരു രൂപ പോലും ഹറാമിൽ നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ മക്കൾ ഒളിച്ചോടും എന്നതിൽ സംശയമേ ഇല്ല. മക്കൾ നന്നാവാൻ 4 കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, മക്കൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഭാര്യയെ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ പെണ്ണ് എന്റെ മക്കളെ നോക്കാൻ കഴിവുള്ള പ്രാപ്തിയുള്ള പെണ്ണാണോ? ഒരു പെണ്ണൊരു വരനെ സെലക്ട് ചെയ്യുമ്പോൾ ഈ ചെറുക്കൻ, ഈ എന്റെ ഭർത്താവ് മക്കളെ മാന്യമായി മര്യാദ പഠിപ്പിക്കാൻ കഴിവുള്ള ആളാണോ? ഒന്ന് നോക്കണം കല്യാണത്തിന് മുമ്പ്. കല്യാണം കഴിഞ്ഞാൽ ഓരോ ദിവസവും ശാരീരിക ബന്ധങ്ങളിൽ ഏർപ്പെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ.
അതിനുശേഷം മക്കൾ ഉണ്ടായാൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഇനി മക്കൾ ഉണ്ടായാലോ അവർക്ക് ഹറാമായ ഒരു നാണയത്തുട്ട് പോലും എന്റെ കയ്യിൽ നിന്ന് ഞാൻ നൽകൂല, എന്റെ സമ്പാദ്യങ്ങളിൽ ഒരു ഹറാം പോലും വരാൻ പാടില്ല എന്ന ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവുകയും ഹറാം മക്കളെ ഭക്ഷിപ്പിക്കാൻ പാടുമില്ല. ഹറാം മക്കളെ ഭക്ഷിപ്പിക്കരുത്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമായ ഒരു ദിർഹമോ ഒരു ദീനാറോ ഒരു രൂപയോ മക്കളെ ഭക്ഷണം കഴിപ്പിച്ചാൽ ആ ഭക്ഷണം കഴിപ്പിച്ച പിതാവും കഴിച്ച മക്കളും നരകത്തിലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഹറാമിൽ നിന്ന് തഴച്ചു വളർന്ന, ഹറാമിൽ നിന്ന് പോഷണം ലഭിച്ച, ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് ലഭിച്ച എല്ലാ ശരീരവും നരകത്തിലേക്കാണ് പോകുന്നത് എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറപ്പിച്ചു പറയാൻ പറ്റോ എന്റെ സമ്പാദ്യങ്ങൾ മുഴുവനും ഹലാലാണെന്ന്? പറയാൻ പറ്റോ? മക്കളെ തീറ്റിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഭാവിയിൽ മക്കൾ ഒളിച്ചോടും. ഹറാമായത് കഴിച്ചാൽ എല്ലാവരും ഒളിച്ചോടിക്കൊള്ളുന്നില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അയാൾ അറബിയുടെ ട്രൗസർ ഊരി വന്ന ആളാണ്, അയാളെ മക്കളൊന്നും ഒളിച്ചോടിയിട്ടില്ലല്ലോ. അത് ചിന്തിക്കണ്ട. എല്ലാവരും ഇപ്പോൾ ഒളിച്ചോടിക്കൊള്ളുന്നില്ല. ഹറാമത്തിന് എല്ലാവരും ഒളിച്ചോടുന്നല്ല പറയുന്നത്. ഹറാമ് മക്കളെ തീറ്റിച്ചിട്ടുണ്ടെങ്കിൽ ഒളിച്ചോടാൻ 90% സാധ്യതയുണ്ട്. അത് പറഞ്ഞു. 90% സാധ്യത, 90% സാധ്യതയുണ്ട്. ഒരു പക്ഷെ പോയില്ല, നിങ്ങളെ ഭാഗ്യം കൊണ്ട് പോയില്ല, എത്രയും വിചാരിക്കാൻ പാടുള്ളൂ. നമ്മുടെ മക്കളൊക്കെ നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ ഭാഗ്യം കൊണ്ടാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ല നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മൾ അവരെ പഠിപ്പിച്ച സംസ്കാരം കൊണ്ടാണെന്നും ആരും വിചാരിക്കണം. നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്നു. എന്താണോ പഠിപ്പിച്ചത് അതല്ലേ അവർ ചെയ്യുക. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അവർ ചെയ്യുക. ഈ ഒരു കൾച്ചറാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ചെറുപ്പകാലം മുതൽ, അവരുടെ കുട്ടിക്കാലം മുതൽ, ജനിച്ചത് മുതൽ അവർക്ക് കൊടുക്കുന്ന സംസ്കാരം ഈ ഒരു സംസ്കാരമാണ്. എന്നിട്ട് ഇവർ ഒളിച്ചോടിയാലല്ല അത്ഭുതം, ഒളിച്ചോടിയില്ലെങ്കിൽ എനിക്കത്ഭുതം അതാണ്. ഇത്രയും നീചമായ ഒരു സംസ്കാരം മുസ്ലിം സമുദായം കൊടുക്കാൻ. മഗ്രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ പൂർണ്ണമായി അള്ളാഹുവിലേക്ക് മടങ്ങി ഖുർആൻ ഓതി ദിക്ർ ചൊല്ലി ജീവിക്കേണ്ട ഒരു സമയത്ത് ടിവി തുറന്ന് ഹറാമായ ഒളിച്ചോടുന്ന സംസ്കാരങ്ങളുടെ കഥകൾ പറയുന്ന സിനിമകളും സീരിയലും കണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ഒളിച്ചോടിയാലല്ല അത്ഭുതം, ഒളിച്ചോടിയില്ലെങ്കിലാണ് അത്ഭുതം. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. വീട്ടിൽ ടിവിയും കൊണ്ടുവന്നു, വീട്ടിൽ മൊബൈലും കൊണ്ടുവന്നു. എല്ലാ വീട്ടിലേക്കും ഒരു ഫിത്ന വരാനുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വിചാരിച്ചു ടിവി ആണെന്ന്. അപ്പൊ ടിവി എന്റെ വീട്ടിലില്ലല്ലോ ഉസ്താദേ. മൊബൈൽ ഫോൺ അതിൽ പെട്ടു. മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു വീട് ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വാലി ഇപ്പൊ നിർത്തിപ്പോ. മൊബൈൽ ഫോൺ ഇല്ലാത്തൊരു വീടുണ്ടെങ്കിൽ ഇല്ലാതിരിക്കട്ടെ. ഇല്ല, ആരില്ല. മുതലാളിയുടെയും പാവപ്പെട്ടവനെന്നില്ല, ടെറസിട്ട വീട്, ഓടിട്ട വീട്, മണ്ണിട്ട വീട്, ഓലമേഞ്ഞ വീട്, എല്ലാ വീടിലേക്കും ഒരു ഫിത്ന വരാനുണ്ട്. ഖിയാമത്ത് നാൾ നടക്കുമ്പോ അത് മൊബൈലാണ്. ഈ ഫിത്നകളൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് മക്കളെ നന്നാവണം എന്ന് പറയുന്നത് നടക്കുന്ന വിഷയമല്ല. അതിന് അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് കൊണ്ടുവരേണ്ടി വരും. ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് മക്കൾ നന്നാണ്, പഠിച്ചോനെ ഉസ്താദെ ദുആ ചെയ്യണം, നടക്കൂല. നമ്മൾ കൊടുക്കുന്ന സംസ്കാരം ഒളിച്ചോടേണ്ട സംസ്കാരമാണ്. പക്ഷെ ഓടുന്നില്ല എന്നത് എന്തോ നമ്മുടെ ഉപ്പമാര് ചെയ്ത ഭാഗ്യം കൊണ്ടാണ്. മടങ്ങണം സഹോദരിമാർ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ഞാൻ ചോദിക്കട്ടെ, 8 മണിക്ക് സ്കൂൾ ബസ് വരും എന്ന് പറഞ്ഞിട്ട് 7:30 മണിക്കും 7 മണിക്കൊക്കെ മദ്രസയിൽ നിന്ന് കൊണ്ടുപോകുന്ന ആളുകളല്ലേ നമ്മൾ, അല്ലേ? SSLC ആകുമ്പോഴേക്കും എന്റെ കുട്ടിയുടെ പഠനത്തെ ബാധിക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ സ്കൂളിൽ നിന്ന്, മദ്രസയിൽ നിന്ന് രാജിവെപ്പിച്ച രക്ഷിതാക്കളല്ലേ നമ്മൾ. എന്ത് നേടി? മദ്രസ 7ാം ക്ലാസ് നിർത്തിവെച്ചിട്ട് നിങ്ങളുടെ മക്കൾ SSLC കൊണ്ട്, +2 കൊണ്ട്, ഡിഗ്രി കൊണ്ട്, PG കൊണ്ട് എന്ത് നേടി? സമുദായത്തിന് എന്ത് കിട്ടി? നിങ്ങളുടെ കുടുംബത്തിന് എന്ത് കിട്ടി? നിങ്ങളുടെ നാടിന് എന്ത് കിട്ടി? അതൊന്നും കാണുന്നില്ലല്ലോ. ഈ മദ്രസ വിട്ടിട്ട് മദ്രസ 5ാം ക്ലാസ് വരെയും 7ാം ക്ലാസ് വരെയും പഠിച്ച് നമ്മൾ ഇറക്കിക്കൊണ്ടുപോയി ഭൗതിക കലാലയങ്ങളിൽ മംഗലാപുരത്തും കാസർഗോഡൊക്കെ കൊണ്ടുപോയി അങ്ങ് എറണാകുളത്തും കൊച്ചിയിലും കോഴിക്കോടും ബാംഗ്ലൂരിലും പഠിപ്പിച്ചിട്ട് കാണുന്നില്ലല്ലോ സമുദായത്തിലത്. മാന്യരായ ഒരു ഡോക്ടറെ, മാന്യന്മാരായ ഒരു എഞ്ചിനീയറെ, ദീനിന് ഉപകരിക്കുന്ന ഒരു മക്കളെ പോലും കാണുന്നില്ലല്ലോ. ദീൻ വിട്ടിട്ട് ഭൗതികതയുടെ പിന്നാലെ പോയാൽ ദുനിയാവും നഷ്ടപ്പെടും, ആഖിറവും നഷ്ടപ്പെടും. എന്നാൽ ദീനിന്റെ പിന്നാലെ പോയാലോ ദുനിയാവും കിട്ടും, ആഖിറവും കിട്ടും. വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്യാം. അല്ലാഹു ബോധം നൽകട്ടെ.
അല്ലാഹു ബോധം നൽകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരിമാരും സഹോദരന്മാരും, വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണിത്. നമ്മുടെ മക്കളെ പൂർണ്ണമായ ശ്രദ്ധയോടെ ആയിരിക്കണം ഓരോ നീക്കുപോക്കോളും. ഹറാമായ ഒരു ദിർഹമോ ഒരു ദീനാറോ ഒരു രൂപയോ നമ്മുടെ മക്കളുടെ വേറ്റത്തേക്ക് പോകാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയത്തിൽ വളരെ ശ്രദ്ധാലുവായിരുന്നു. അല്ലേ, വളരെ ശ്രദ്ധാലുവായിരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു ആരോ വായിലേക്ക് സ്വതക്കയുടെ ഭക്ഷണം ഇട്ടപ്പോ, സകാത്തിന്റെ സ്വതക്കയുടെ ഭക്ഷണം ഒരു ഈത്തപ്പഴം കയറ്റിയപ്പോ നബി തങ്ങൾ അത് പുറത്തേക്കെടുത്ത് ഛർദ്ദിപ്പിച്ചിട്ടുണ്ട്. ഹറാം ശരീരത്തിലേക്ക് കയറിയാൽ കുട്ടി മോശമാകും, സംശയമില്ല. പിന്നെ മാതാപിതാക്കളുടെ ബാധ്യതയാണ് ദുആ ചെയ്യൽ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. മാതാപിതാക്കൾ ആരൊക്കെയായി ദുആ ചെയ്തത്? ഇബ്രാഹിം നബി ദുആ ചെയ്തു, മഹാനായ സക്കരിയ നബി ദുആ ചെയ്തു, മഹാനായ മറിയം ബീവി ദുആ ചെയ്തു. ഇങ്ങനെയുള്ള പ്രമുഖരായ പ്രവാചകന്മാരുടെ മഹതിമാരുടെ പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. മക്കൾ നന്നാവാൻ ദുആ ചെയ്യൽ നിർബന്ധമാണ്. നന്നാവൂല, ദുആ ചെയ്യൽ നമ്മുടെ നിർബന്ധമാണ്. അല്ലാഹു നമ്മയൊക്കെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു നല്ല ആളുകളിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. പറയാൻ വളരെ എളുപ്പമാണ്, ജീവിതത്തിൽ ഇത് പ്രാവർത്തികമാക്കണം. ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ റമദാൻ 17 മംഗലാപുരത്ത് സിറ്റി സെന്റർ എന്ന് പറയുന്ന ഒരു മോളുണ്ട്. ആ മോളിൽ സിനിമ കാണാൻ വേണ്ടി പർദ്ദയിട്ട പെണ്ണ് കാമുകന്റെ കയ്യും പിടിച്ച് പോകുന്നത് കണ്ണുകൊണ്ട് കണ്ടൊരു സഹോദരൻ എന്നോട് ഷെയർ ചെയ്യുകയുണ്ടായി. ഈ കഴിഞ്ഞ റമദാൻ 17 എന്ന് പറഞ്ഞാൽ എന്താ റമദാൻ 17 എന്ന് പറഞ്ഞാൽ? ബദരീങ്ങൾ 313 ആളുകൾ ഈ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി ആയിരക്കണക്കിന് ശത്രുക്കളോട് പോരാടി ജീവിതവും കുടുംബവും സമ്പാദ്യവും ത്യജിച്ചിട്ട് ഈ ദീൻ ഇസ്ലാമിന്റെ സന്ദേശം ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ എത്തണമെന്ന താല്പര്യത്തോടെ മക്കളെയും കുടുംബത്തെയും വലിച്ചെറിഞ്ഞിട്ട രണാങ്കണത്തിലേക്ക് പോയത്. ആ ദിവസം സിനിമക്കാരന്റെ തിയേറ്ററിൽ കയറി സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് പർദ്ദയിട്ട പെണ്ണുങ്ങൾ. പൊന്നു മോളെ, പർദ്ദെങ്കിലും അയച്ചു വെച്ചൂടെ? ഒയ്ക്കോ, വിട്ട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്, എല്ലാവർക്കും പേഴ്സണലായി സ്വാതന്ത്ര്യം വേണം, നിങ്ങൾക്ക് വിട്ടുതരാണ്. പക്ഷെ ആ പർദ്ദെങ്കിലും അയച്ചു വെച്ചൂടെ? അതാ ചോദിക്കാൻ. അതിനൊരു മാന്യതയില്ലേ? ഈ തലപ്പാവും കെട്ടി ഞാൻ സിനിമക്ക് പോവാൻ, ഇത് ഈ തലപ്പാവിനൊരു മാന്യതയില്ലേ? ഈ ഡ്രസ്സിനൊരു മാന്യതയില്ലേ? ആ മാന്യതയെങ്കിലും നമ്മൾ കാത്തു സൂക്ഷിക്കണ്ടേ? എന്ത് നേടി എന്ന് ചോദിക്കാൻ, ആലോചിക്കാൻ വേണ്ടി പറയാൻ. നമ്മുടെ മക്കളെ പഠിപ്പിച്ച് എന്ത് നേടി? ഹോസ്റ്റലിൽ പഠിപ്പിക്കാണ്. ഞാൻ അറിയുന്ന ഒരു സഹോദരൻ, നല്ല ഒരു ദീനും സാമൂഹിക രാഷ്ട്രീയ മേഖലകളിൽ വളരെ പ്രോജ്വലിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അഭിമാനത്തോടെ നാട്ടിൽ നടന്നിരുന്ന ഒരാൾ കല്യാണം കഴിച്ചിട്ട് മകളെ കല്യാണം കഴിച്ചു കൊടുത്തു. ആ ഭർത്താവ് ഭാര്യയുടെ മുഴുവൻ ഡീറ്റെയിൽസും അറിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടും മുൻകാല കാമുകനുമായിട്ട് ചാറ്റ് ചെയ്യുന്നു. പിന്നെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോ സ്ഥിരമായി ഹോസ്റ്റലിൽ കഞ്ചാവടിക്കുന്ന പെണ്ണായിരുന്നു ഈ പെണ്ണ്. സ്ഥിരമായി ഹോസ്റ്റലിലേക്ക് പഠിപ്പിക്കാൻ അയച്ചതാണ് നമ്മുടെ പെൺമക്കളെ കഞ്ചാവടിക്കാൻ. പറയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇതൊക്കെ ശ്രദ്ധിക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? നിങ്ങളെ മക്കളെ കുറിച്ച് ശ്രദ്ധിക്കാൻ സമയമുണ്ടോ? മക്കളെ കുറിച്ചൊന്ന് പഠിക്കാൻ സമയമുണ്ടോ? കോളേജിലേക്ക് പോയ മക്കളെ എത്ര വിഷയം, എത്ര പേപ്പർ കിട്ടിയെന്ന് ചോദിക്കാനുള്ളൊരു ചങ്കൂറ്റെങ്കിലും നമ്മുടെ രക്ഷിതാക്കൾക്കുണ്ടോ? ഈ ഡിഗ്രി പഠിക്കുന്ന മക്കൾ വീട്ടിലുണ്ടാകും. ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഈ 3 വർഷത്തിൽ ഇപ്പൊ സെക്കൻഡ് ഇയർ പഠിക്കുന്ന മക്കളോടൊന്ന് പോയിട്ട് ചോദിക്കുക, പൊന്നുമോളെ കഴിഞ്ഞ വർഷത്തെ ഫസ്റ്റ് ഇയറിൽ എത്ര പേപ്പർ മിസ്സായിന്? എത്ര പേപ്പർ മിസ്സായിന്ന് ചോദിക്കാന്നേക്കാൾ നല്ലത് എത്ര പേപ്പർ കിട്ടിയെന്ന് ചോദിക്കലായിരിക്കും. 6 or 5 വിഷയങ്ങൾ ഉണ്ടാകും, അതിൽ 1 or 2 കഷ്ടിച്ച് പാസ്സായി, പിന്നെ 4 ഫൈൽഡാണ്. സെക്കൻഡ് ഇയർ യാ അല്ലാഹ് ഫുൾ ഫൈൽഡാണ്. ഇത് ഏതായാലും ഫൈലാണെങ്കിലും പാസ്സാണെങ്കിലും 3 വർഷം ഒരു പേടിയില്ലാതെ 3 വർഷം പഠിക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ ഡിഗ്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഫൈലാണെങ്കിലും പാസ്സാണെങ്കിലും 3 വർഷം ഇരിക്കുക, നല്ല കുപ്പായിട്ട് പൗഡർ ഇട്ട് മക്കനിട്ട് പോവാ, 3 വർഷം പഠിക്കുക, ഇരിക്കുക, നല്ല അടിച്ചു പൊളിച്ച് ജീവിക്കുക 3 വർഷക്കാലം. എടുത്തിട്ട് ഒരു കൗൺസിലറുമായി ചെറിയൊരു ചർച്ച നടത്തിയപ്പോൾ കൗൺസിലർ പറഞ്ഞൊരു സംഭവമുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടിയെ പ്രണയത്തിന്റെ പേരിൽ ഉമ്മ കയ്യും പിടിച്ച് കൗൺസിലറിന്റെ സമീപത്തേക്ക് കൊണ്ടുവന്നിട്ട് കാര്യങ്ങളും ഡീറ്റെയിലും മുഴുവനും അന്വേഷിച്ചപ്പോ ആ പെണ്ണ് പറഞ്ഞു, എന്നാൽ ഇന്ന് സഹോദരനെയാണ് ഞാൻ പ്രണയിക്കുന്നത്.
ആ സഹോദരനെ കുറിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചപ്പോ സഹോദരൻ കഞ്ചാവടിക്കുന്ന ആളാണ്, കാമുകൻ, കള്ളു കുടിക്കുന്ന ആളാണ്. അത് നിനക്കറിയോ? എനിക്കറിയാം. നിനക്ക് എങ്ങനെ അറിഞ്ഞു? അപ്പൊ പറഞ്ഞു, ഒരു ദിവസം എനിക്ക് ഗിഫ്റ്റ് തന്നു. ആ ഗിഫ്റ്റ് തന്നപ്പോ ഗിഫ്റ്റ് പൊതിഞ്ഞിരുന്നത് കഞ്ചാവിന്റെ പാക്ക് കൊണ്ടായിരുന്നു, കഞ്ചാവ് പാക്ക് ചെയ്യുന്ന ഒരു പാക്ക് കൊണ്ടായിരുന്നു. എന്നോട് ചോദിച്ചു, ആ പാക്ക് എന്തിൻ്റെതാണെന്ന് നിനക്കറിയോന്ന്? ഞാൻ പറഞ്ഞു, അറിയില്ല, എന്നത് കഞ്ചാവിൻ്റെതാണ്. നിങ്ങൾ കഞ്ചാവ് ഉപയോഗിക്കലുണ്ടോ? ഞാൻ ഉപയോഗിക്കലുണ്ട്. നിനക്ക് വേണോ എന്നോട് ചോദിച്ചു. ഞാൻ ഉപയോഗിക്കലുണ്ട്, നിനക്ക് വേണോ? പല പെൺകുട്ടികളും ഹോസ്റ്റലിൽ കഞ്ചാവടിക്കുന്നുണ്ട്, നമ്മൾക്കറിയുന്നില്ല. മുസ്ലിം പെൺകുട്ടികൾ, വേറെ ആരല്ല, ഞാൻ മറ്റുള്ള മതക്കാരെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ ഹോസ്റ്റലിൽ വെച്ചിട്ട് കഞ്ചാവടിക്കുന്നുണ്ട്. അത് നമ്മുടെ മക്കളുണ്ടാകും. നമുക്ക് അന്വേഷിക്കാൻ സമയമില്ലല്ലോ, അതിനൊന്നും ടൈം കിട്ടുന്നില്ലല്ലോ. നമ്മളെ വീട്ടിൽ നിന്ന് കൊടുക്കാത്തത് പുറത്ത് കൊടുക്കുമ്പോഴാണ് ഈ ഒളിച്ചോട്ടങ്ങൾ ഉണ്ടാവുന്നത്. എന്നിട്ട് ചോദിച്ചു, ഈ കഞ്ചാവടിക്കുന്നു എന്നറിഞ്ഞിട്ടും ഇയാളെ നീ പ്രണയിക്കാനുള്ള കാരണം എന്ത്? അപ്പൊ പറഞ്ഞു, ക്യാമ്പസ് ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു 3 വർഷമല്ലേ ഉള്ളൂ, അത് അടിച്ചു പൊളിക്കാനല്ലേ ഉള്ളൂ. പിന്നെ ഒരു 3 വർഷമൊക്കെ കഴിഞ്ഞു, ക്യാമ്പസ് ജീവിതം കഴിഞ്ഞു, വീട്ടിലെത്തിയാ പിന്നെ തൗബ ചെയ്തിട്ട് നന്നാവാൻ. വല്ലാഹ്, ഞാൻ കള് പറയല്ല, അല്ലാഹുവാണ് സത്യം. 3 വർഷം കഴിഞ്ഞിട്ട് തൗബ ചെയ്തിട്ട് നന്നായിക്കോടാ. ക്യാമ്പസിൽ പഠിക്കുമ്പോൾ എൻജോയ് ചെയ്യട്ടെ. മാതാപിതാക്കൾ പ്രോഗ്രസ് കാർഡ് ഒന്നും നോക്കൂല, പഠിക്കുന്നുണ്ടോ, സ്കൂളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, സ്കൂളിൽ എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കാനോ അന്വേഷിക്കാനൊന്നും എൻ്റെ മാതാപിതാക്കൾക്ക് അതിനുള്ള ചിന്തയില്ല, ആഗ്രഹമില്ല. എങ്ങനെ പശുക്കളെ കന്നുകാലികളെ വിടുന്നത് പോലെ വിടാണ്. ഒരു 3 വർഷക്കാലം എന്തൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റും അതൊക്കെ എൻജോയ് ചെയ്യുക, കൂടെ പോവുക, കൂടെ കറങ്ങുക, ജ്യൂസ് കുടിക്കുക, സിനിമ കാണുക. എന്നിട്ട് 3 വർഷം കഴിഞ്ഞ് തൗബ ചെയ്യാം. പെണ്ണ് പറഞ്ഞ മറുപടിയാണ്, തമാശയല്ല. ഇതാണ് പലരുടെയും ക്യാമ്പസ് ജീവിതത്തിന്റെ കഥകൾ. ഇതാണ്. അതുകൊണ്ട് ഈ പഴയ കാലത്തുള്ള ആ ഒരു മുസ്ലിം എന്ന് പറയുമ്പോൾ ഒരു സ്നേഹമുണ്ടായിരുന്നു നമ്മുടെ അയൽവാസികൾക്ക്, അല്ലെ? ബാങ്ക് കൊടുക്കുമ്പോ എന്ത് ജോലിയും നിർത്തിവെച്ച് മിണ്ടാതിരുന്ന ഒരുപാട് ജാനകി അമ്മമാർ, അല്ലെ, ഒരുപാട് സുരേഷ് ഏട്ടന്മാർ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. മുസ്ലിമീങ്ങൾ സംസാരിച്ചാലും ഹൈന്ദവ സമുദായം സംസാരിക്കൂല ബാങ്ക് കേൾക്കുമ്പോ. അത് മാറി എന്ന് പറയാൻ തുടങ്ങി. ബാങ്ക് നിരോധിക്കണമെന്ന്, ബാങ്ക് വേണ്ട എന്ന്, എന്തിനാണ് ബാങ്ക് വിളിക്കുന്നത് എന്ന് ചോദിക്കാൻ തുടങ്ങുന്ന രീതിയിലേക്ക് മാറാനുള്ള കാരണം നമ്മൾ ഉത്തരവാദികളാണ്. പഴയകാല പ്രതാപം വേണോ എങ്കിൽ അള്ളാഹു പറഞ്ഞ മറുപടി, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعد الله الذين آمنوا منكم وعملوا الصالحات. നിങ്ങളിൽ നിന്ന് ഈമാനോടെ ജീവിക്കുന്ന സ്വാലിഹീങ്ങളായ ആളുകൾക്ക് ഞാനൊരു വാഗ്ദാനം നൽകുന്നുണ്ട്. എന്താണ് വാഗ്ദാനം എന്നറിയോ? ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി. നിങ്ങൾക്ക് ഞാൻ ഭൂമിയിൽ അധികാരം നിങ്ങൾക്ക് ഞാൻ തരാം, അധികാരം ഞാൻ നിങ്ങൾക്ക് തരാം. അഥവാ നിങ്ങൾക്ക് അഭിമാനത്തോടെ ജീവിക്കാം. ഒരു രാത്രിയിലും പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു ട്രെയിനിലും ഒരു സ്ഥലത്തേക്കും തൊപ്പിവെച്ചും താടി വെച്ചും പേടിക്കാതെ നടന്നു പോവാൻ നിങ്ങൾക്ക് അവസരം വേണോ? ഞാൻ തരാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരു സമുദായത്തിന് ഞാൻ അഭിമാനം നൽകിയതുപോലെ, ഇസ്സത്ത് നൽകിയതുപോലെ നിങ്ങൾക്കും ഞാൻ അഭിമാനം തരാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരു ദീനിയായി മുസ്ലിമായി ജീവിക്കാനുള്ള സൗകര്യം ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ ചെയ്യേണ്ടത് എന്താണ്? കേൾക്കണം സഹോദര, വളരെ സാഹചര്യവുമായി ബന്ധപ്പെടുന്ന ഒരു ആയത്താണിത്. നിങ്ങളുടെ പേടി മാറ്റി നിങ്ങൾക്ക് ഞാൻ നിർഭയത്വം തരാം, പേടി മാറ്റി സന്തോഷം തരാം. പേടി മാറ്റി ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരാം. എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? യഅ്ബുദൂനനീ വലാ യുശ്രികൂന ബി ശൈആ. യഅ്ബുദൂനനീ ലാ യുശ്രികൂന ബി ശൈആ. എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണേ, എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കണേ, എനിക്ക് നിങ്ങൾ ആരാധിക്കണേ. ഖലഖതുക ലിൽ ഇബാദ. എന്നെ ഞാൻ സൃഷ്ടിച്ചത് എന്നെ ആരാധിക്കാനാണ്. അതുകൊണ്ട് ഫലാ തൽഅബ്, കളിച്ച് നടക്കല്ല. അല്ലാഹു സൃഷ്ടിച്ചത്, ഒരു മനുഷ്യനെ സൃഷ്ടിക്കാനുള്ള കാരണം തന്നെ ആരാധിക്കാനും ഇബാദത്ത് ചെയ്യാനുമാണ്. ഫലാ തൽഅബ്, അതുകൊണ്ട് നീ കളിച്ച് നടക്കണ്ട, എന്നെ ആരാധിക്കണം. രണ്ടാമത്തേത് വമാ കഫറ ബഅദ ദാലിക ഫഉലായിക
അല്ലാഹുവിൽ വിശ്വസിച്ച് മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുന്നതിന് പകരം സത്യനിഷേധിയായി മാറിയാലോ ഫൗലൈക ഹുമുൽ ഫാസിഖൂൻ, അവരേറ്റവും വലിയ തെമ്മാടിയാണ്, അവരേറ്റവും വലിയ തെമ്മാടിയാണ് എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. ഒന്നാമതായി നിങ്ങൾ എന്നെ ആരാധിക്കണം. രണ്ടാമത് വഅഖീമുസ്സലാ, കൃത്യമായി നിസ്കാരം നിലനിർത്തണം, കൃത്യമായി നിസ്കാരം നിലനിർത്തണം. പരിശുദ്ധമായ റമദാനിൽ പള്ളിയിലേക്ക് പോയതുപോലെ, സുബഹി നിസ്കരിക്കാൻ ജമാഅത്തിന് പങ്കെടുത്തതുപോലെ റമദാൻ കഴിഞ്ഞിട്ടും ജമാഅത്തിൽ പങ്കെടുക്കണം. ചോദിക്കുന്നില്ല, റമദാൻ കഴിഞ്ഞിട്ട് സുബഹിന്റെ ജമാഅത്ത് പള്ളിയിൽ ഇഷ്ടപ്പെടുത്താതെ നിസ്കരിച്ച ആളാരെന്ന് ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ സ്വയം ചോദിക്കുക. എല്ലാ ദിവസവും എനിക്ക് നാട്ടിലുണ്ടായിരിക്കെ പള്ളിയിൽ ജമാഅത്ത് കിട്ടിയിട്ടുണ്ട്. റമദാൻ കഴിഞ്ഞിട്ട് നിസ്കാരം ഖളായി പോയ ആളാരും ഞാൻ ചോദിക്കുന്നില്ല. നിങ്ങൾ സ്വയം വിലയിരുത്തി. നിങ്ങൾ ഒരിക്കലും ലാ തകുൻ റമളാനിയൻ, റമളാനിനെ അമൽ ചെയ്യുന്ന ആളാവരുത്. കുൻ റബ്ബാനിയൻ, അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്ന ആളാവണമെന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. കുൻ റബ്ബാനിയൻ, അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്നവൻ റമളാനിലും നിസ്കരിക്കും, റമളാൻ കഴിഞ്ഞാലും നിസ്കരിക്കും. അല്ലാഹുവിന് വേണ്ടി അമൽ ചെയ്യുന്നവൻ റമളാനിലും ഖുർആൻ ഓതും, റമളാൻ കഴിഞ്ഞാലും ഖുർആൻ ഓതും. റമളാൻ കഴിഞ്ഞിട്ട് ഇന്ന് എത്ര ദിവസമായി? റമളാൻ കഴിഞ്ഞിട്ട് 10 ദിവസമായോ? 10 ജുസ് റമളാൻ കഴിഞ്ഞിട്ട് ഓതി തീർത്ത ആളുകൾ ബുക്ക്. റമളാൻ കഴിഞ്ഞിട്ട് 10 ജുസ് ഓതി തീർത്ത ആൾ 1, 2, 3 ആൾ, 4 ആൾ, 5 ആൾ. അൽഹംദുലില്ലാഹ്, 5 ആളുള്ളൂ. റമളാൻ കഴിഞ്ഞു, പൂട്ടി വെച്ചു. യാ അല്ലാഹ്, ഖലാസ്, തമാം അല്ലേ? പിന്നെ ഇനി അടുത്ത റമളാനിൽ തുറന്നു നോക്കും. ഇതാണോ ദീൻ എന്ന് പറഞ്ഞ? നമ്മളൊക്കെ മുസ്ലിമാണോ? നമ്മൾ എന്തിനു വിഷമിക്കണം? ഇസ്ലാമിന് ഇവിടെ ഒരു കോട്ടമില്ല. നാമമാത്രം മുസ്ലിമീങ്ങൾക്ക് ഇവിടെ കോട്ടമുള്ളൂ. ഇസ്ലാമിന് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. റമളാൻ കഴിഞ്ഞിട്ട് മുസ്ഹഫ് തുറന്നു നോക്കിയിട്ടില്ല. ഇല്ല, അങ്ങനെയുള്ള ആളില്ലേ? എന്നിട്ട് ആരോടെ ഈ കുറ്റം പറയാ? ബക്കറ്റ് വരുന്നുണ്ട്, വളരെ മാന്യമായ രീതിയിൽ. നിങ്ങൾക്കൊരു തമാശ അറിയോ? ഒരു ദിവസം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കണേ. ഞാനൊരു ദിവസം ഒരു സ്ഥലത്ത് വേദന പോയപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ മിനിഞ്ഞാന്ന് കണ്ടപ്പോൾ പറഞ്ഞു നാട്ടിൽ ഭയങ്കര പ്രശ്നമാണ്, നിങ്ങൾ ഭയങ്കര ദേഷ്യത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ബക്കറ്റ് തിരിച്ചയച്ചു. മനസ്സിലായോ? അങ്ങനെ പറയാൻ കാരണം ഉണ്ടായിരുന്നു. ഞാൻ രാവിലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിന്ന് വരുന്നില്ല, എനിക്ക് ശബ്ദമില്ലെങ്കിലും ഞാൻ വേറെ ആരെങ്കിലും സംഘടിപ്പിച്ച് തരാം, വരുന്നില്ല. അതൊന്നും പറ്റൂ, നിങ്ങൾ തന്നെ വരണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അങ്ങനെ പോയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടും പരിപാടി തുടങ്ങുന്നില്ല. ഞാൻ പറഞ്ഞു വേഗം തുടങ്ങിക്കൂടെ? അങ്ങനെ പോയി പരിപാടി തുടങ്ങാൻ വേണ്ടി വേദികത്വമുണ്ട്, ജനറേറ്റർ ഓഫായി, ലൈറ്റും ഇല്ല, മൈക്കും ഇല്ല, ഒന്നുമില്ല. ഒരു 15 മിനിറ്റ് അങ്ങനെ. അപ്പോൾ ഞാൻ അവരോട് ശരിക്ക് ഒന്ന് ദേഷ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്തെന്ന് വെച്ചാൽ വിളിച്ചാലൊരു മാന്യതയുണ്ട്, ഒരു മര്യാദയുണ്ട്. ആ മര്യാദ വേണം. ഞാൻ ഇത്രമേൽ റിസ്ക് എടുത്ത് ശബ്ദമില്ലാത്ത ഈ സമയത്ത് വന്നതാണ്, നിങ്ങൾ നിർബന്ധം വഴങ്ങിയിട്ട്. അതിന് മര്യാദ ഉണ്ട് എന്നൊക്കെ ആദ്യം തുടക്കത്തിൽ പറഞ്ഞിരുന്നു. എന്നിട്ട് വേലൊക്കെ നടന്നു, അതിനിടയിലെ ബക്കറ്റ് വന്നു. ഞാൻ പറഞ്ഞു എൻ്റെ പോക്കറ്റിലൊന്നുമില്ല. അപ്പോൾ ഇതിനെന്ത് ചെയ്തു? ഇതിലേക്ക് കൂട്ടിച്ചേർത്തിട്ട് ഉസ്താദ് ബക്കറ്റൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നാട്ടിൽ ചർച്ചയാണ്. അപ്പോൾ അതുകൊണ്ട് ദേഷ്യപ്പെട്ടൊന്നുമില്ല, പോക്കറ്റൊന്നും ഇല്ലഞ്ഞിട്ടാണ്, പോക്കറ്റ് ഇട്ട് നടക്കുന്ന ഒരു ശീലമില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നല്ലേ. പോക്കറ്റിലിട്ട് നടക്കുന്ന ഒരു ശീലമില്ല. പിന്നെ ഈ പോക്കറ്റിൽ ഇത് വണ്ടിയിലായിരിക്കും പേഴ്സൊക്കെ ഉണ്ടാവുക, അത് പിന്നെ എടുത്തിട്ട് പോക്കറ്റിൽ ഇടാനും മറവിയാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ ബക്കറ്റ് വരുന്നുണ്ട്, ഒരു 1000 രൂപ വെച്ചിട്ട് എല്ലാവരും ഇട്ട് കൊടുക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. 1000 ചിരിക്കൊന്നും വേണ്ട, 1000 ഇട്ട് കൊടുക്കാൻ ഒരു പ്രയാസമൊന്നുമില്ല. 100ന്റെ കാലൊക്കെ കഴിഞ്ഞ് പെണ്ണുങ്ങൾ 1000 ഇട്ട് കൊടുക്കണം. പള്ളിയുടെ ആവശ്യമാണ് അല്ലേ? ഇത് പള്ളിയുടെ ആവശ്യത്തിനോ പരിപാടിയുടെ ചിലവിനോ? രണ്ടുമായി. ഏതായാലും പള്ളിയുടെ ആവശ്യത്തിനായി, പിന്നെ വീടിന്റെ ചെലവിനൊക്കെ ആയി, എല്ലാത്തിനായി. വീടല്ല, അള്ളാഹുവിന്റെ വീടിനാണ്, സംഘാടകരെ വീടെന്ന് വിചാരിച്ചേക്കല്ല. അപ്പോൾ ആ ബക്കറ്റിൽ മാന്യമായ രീതിയിൽ 100 ഞാൻ പറയുന്നതിൽ ഒരു 1000 രൂപ ഇട്ടേക്ക് എല്ലാവരും കൊടുക്കണേ. നമ്മുടെ പരിപാടിയിൽ ഇരിക്കുന്ന എല്ലാവരും കൊടുക്കണം ഇൻഷാ അല്ലാഹ്. ഒരു 1000 രൂപ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. സഹോദരിമാർ, നിങ്ങളുടെ പേഴ്സിൽ ഇഷ്ടംപോലെ ക്യാഷ് ഉണ്ടല്ലോ, അതിൽ നിന്ന് 2000 രൂപ എടുത്ത് കൊടുത്താൽ മതി. പല വീടുകളൊക്കെ കാണുമ്പോൾ പള്ളിക്ക് വേണ്ടിയിട്ടൊരു പിരിവ് വേണമെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. വീടിന്റെ വലിപ്പൊക്കെ കാണുമ്പോൾ ഈ ഒരാൾക്ക് ഒറ്റയ്ക്കൊരു വീട് കെട്ടാൻ കഴിയുമ്പോൾ ഇത്രയും വീടുള്ളൊരു മഹലിൽ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു പിരിവ് വേണം. അല്ല ബഷീർക്ക? അല്ലേ? എത്ര വീടുണ്ട് ഇവിടെ? എത്ര? 265 മഹലുണ്ട്. അപ്പൊ 265 വീടുണ്ട്. ഒരാൾ ഒറ്റയ്ക്ക് കെട്ടുന്ന വീട് കാണുമ്പോൾ തന്നെ തലതിരിഞ്ഞു പോവാണ്. അപ്പോൾ ആ 265 വീടുണ്ടാകുമ്പോൾ ഒരു പള്ളി കെട്ടാൻ പിരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് സംഘാടകർ പിരിവെടുക്കാത്തതും നിങ്ങൾ അറിഞ്ഞു കൊടുത്താൽ മതി. നിങ്ങളെ വീടില്ലേ, അതിൻ്റെ ഒരു 10% അള്ളാന്റെ പള്ളി കൊടുത്താൽ മതി. എന്നാൽ തന്നെ വലിയൊരു പള്ളി ആവൂലേ?
എന്നാൽ തന്നെ വലിയൊരു വെള്ളിയാകും. ഒരാൾ കൊടുത്താൽ തന്നെ വലിയ വെള്ളിയാകും. അതുകൊണ്ട് എന്ത് ചെയ്യാ, എല്ലാവരും നല്ല നല്ല വീടൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ പ്രശ്നമൊന്നുമില്ലേ, നല്ല വീടൊക്കെ വെച്ചോളൂ, അതൊന്നും കുറ്റമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ നിങ്ങൾ വീടെടുത്തതുപോലെ ദീനിയായ കാര്യങ്ങളിൽ സഹായിക്കണം, നല്ല രീതിയിൽ സഹായിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പള്ളി അകത്തൊരു AC ഒക്കെ ഉണ്ടായി നല്ല കാർപ്പറ്റൊക്കെ വെക്കുമ്പോൾ നിസ്കരിക്കാൻ അത് വേറെ ഒരു രസമാണ്. ഗൾഫിലൊക്കെ നിസ്കരിക്കുമ്പോഴുള്ളൊരു സുഖം ഉണ്ടല്ലോ അല്ലേ? ഗൾഫിലൊക്കെ നിസ്കരിക്കാൻ എന്ത് സുഖം, പള്ളിന്ന് പുറത്തൊരു മനസ്സ് വരില്ല, അത്രയും രസമാണ്. ആ ഊതൊക്കെ പുകപ്പിച്ച് അകത്ത് കയറി നല്ല മനോഹരമായ മൈക്കോട് ഉണ്ടാവില്ല അല്ലേ? നാട്ടിലുണ്ടോ? മൈക്കുണ്ടോ? ബഹുമാനപ്പെട്ട നമ്മുടെ കീഴണൂർ ഉസ്താദിന്റെയും അതുപോലെ ജാതിയേരി ഉസ്താദിന്റെ ഒക്കെ നാടാണ്. അവരൊക്കെ മൈക്ക് വേണ്ട എന്ന് പറഞ്ഞ ആളുകളാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാവും എനിക്കറിയില്ല, ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനോഹരമായ പള്ളി, നല്ല കാർപ്പറ്റ്, നല്ല AC ഒക്കെ ഉണ്ടാകുമ്പോൾ നിസ്കരിക്കാൻ തന്നെ ഒരു ഖുശൂ കിട്ടും. ഇല്ലെങ്കിൽ അപ്പുറത്തൊരു പാറ്റ വന്നിട്ട് ഇവിടെ കയറും, മറ്റൊരു പാറ്റ കുപ്പായത്തിന്റെ ഉള്ളിൽ കയറും, മറ്റൊരു കാലത്ത് ബനിയന്റെ ഉള്ളിലേക്ക് പോകും. ഇല്ലേ, അപ്പം ഇവിടെ ചൊറിയാനായി സമയം, ചൊറിയാനും ചൂടെടുക്കുമ്പോൾ വിയർത്തിട്ട് ഒലിക്കാനൊക്കെ. അപ്പൊ ഇതൊന്നുമില്ല, വളരെ മാന്യമായ രീതിയിൽ നിസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യമാണ്. അതൊക്കെ ആരെങ്കിലും സംഭാവന ചെയ്യുക. ഒരു പള്ളിക്ക് ഒരു AC ഞാൻ സംഭാവന ചെയ്യാം. ഇൻഷാ അല്ലാഹ് നിന്റെ കബറിടം അല്ലാഹു മനോഹരമായി AC ആക്കി തരും. ഒരു പള്ളിക്ക് കാർപ്പറ്റ് ഞാൻ സംഭാവന ചെയ്യാം. നിന്റെ പള്ളിയിൽ നിന്റെ കബറിടത്തിലേക്ക് നിന്നെ കൊണ്ടുപോയി വെക്കുമ്പോൾ ആൾക്കാർ കാണുന്നത് കല്ലാണെങ്കിലും നീ കിടക്കുന്നത് കാർപ്പറ്റിലായിരിക്കും. ഇത് റബ്ബാണ് തരുന്നത്. പള്ളിയുടെ കറണ്ടിന്റെ ബില്ല് ഒരാൾ ഏറ്റെടുക്കാം, ഒരു മാസത്തെ ഞാൻ ഏറ്റെടുക്കാം. എന്നാൽ കബറിടം ഇരുട്ടറയാവൂല, അത് പ്രകാശിക്കുന്ന ലോകമായി മാറും. റമദാൻ മാസത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പള്ളിയെ പ്രകാശിപ്പിച്ചു. നല്ല ലൈറ്റ് ഒക്കെ വെച്ച്, മനോഹരമായ ലൈറ്റ് ഒക്കെ വെച്ചിട്ട് പ്രകാശിപ്പിച്ചപ്പോൾ അലി തങ്ങൾ വന്നിട്ട് പറഞ്ഞു, നവ്വറല്ലാഹു ഖബ്റക യാ ഉമർ കമാ നവ്വർത മസാജിദ. അല്ലാഹുവിന്റെ പള്ളിയെ നിങ്ങൾ പ്രകാശിപ്പിച്ചതുപോലെ അല്ലാഹു നിങ്ങളുടെ ഖബറിടത്തെ പ്രകാശിപ്പിക്കട്ടെ എന്ന് മഹാനായ അലി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്ത് ചെയ്യാ, പള്ളിക്ക് കൊടുക്കുമ്പോൾ ഇഖ്ലാസോടെ കൊടുക്കുക, അതൊക്കെ ഖബറിൽ കിട്ടും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. മൻ ബനാ ലില്ലാഹി ബൈതൻ മസ്ജിദൻ കമിഫഹസി ഖതാത്തിൻ, ഒരു മാടപ്രാവിന് ഇരിക്കാൻ പറ്റുന്ന ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ അല്ലാഹു തആല അവന് വേണ്ടി ഒരു ഭവനം നിർമ്മിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മാടപ്രാവിന് ഇരിക്കാൻ പറ്റുന്ന പള്ളി എന്നാ പറഞ്ഞത്. മാടപ്രാവിന് ഇരിക്കാൻ പറ്റുന്ന പള്ളി നമ്മൾക്ക് നിസ്കരിക്കാൻ പറ്റുമോ? മാടപ്രാവൻ ഒരു മാടപ്രാവിന് കാല് വെക്കാൻ പറ്റുന്നത്ര വലിപ്പമുള്ള ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ ബനല്ലാഹു ലഹു ബൈതൻ ഫിൽ ജന്ന, അവന് വേണ്ടി അല്ലാഹു സ്വർഗ്ഗത്തിൽ ഒരു വീട് പണിയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ പറഞ്ഞത് എന്ത് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ എല്ലാവരും മാടപ്രാവനിരിക്കുന്ന പള്ളി കെട്ടണമെന്നല്ല, എല്ലാരും കൂടിയിട്ട് പള്ളി കെട്ടണം, എല്ലാരും കൂടി പള്ളി കെട്ടണം. അപ്പൊ ഒരുപക്ഷെ നീ കൊടുത്തത് ഒരു മാടപ്രാവനിരിക്കാൻ പറ്റുന്നതായിരിക്കും, കുഴപ്പമില്ല, നിനക്കുണ്ടാ. സ്വർഗീയ ലോകത്ത് നിനക്കൊരു പള്ളിയുണ്ട്. മറ്റൊരാൾ കൊടുത്തത് ഒരു പ്രാവിനിരിക്കാൻ പറ്റുന്നതിന് പകരം ഒരു ആനക്കിരിക്കാൻ പറ്റുന്ന സ്ഥലം, അഥവാ നീ കൊടുത്തത് 1000, വേറൊരാൾ 10,000 കൊടുത്തു, മറ്റൊരാൾ 1,00,000 കൊടുത്തു. നിന്റെ സമ്പത്തിന്റെ വിഹിതം, നിന്റെ വരുമാനത്തിന്റെ വിഹിതം അനുസരിച്ച് ഓരോ ആളുകൾ കൊടുത്തു. എല്ലാവർക്കും തത്തുല്യമായ ഭവനം അല്ലാഹു അവിടെ നൽകും. അപ്പൊ ഒരാൾക്ക് തീരെ എന്റെ കയ്യിൽ ഒന്നുമില്ല ഉസ്താദേ, എനിക്ക് നാസ്ത കഴിക്കാൻ വരെ മറ്റുള്ളവരോട് കടം വാങ്ങിയിട്ട് വേണം, നീ പൈസ കൊടുക്കണ്ട, നീ ശാരീരികമായി സഹായിക്കുക. നീ പള്ളി ഒന്ന് വൃത്തിയാക്കുക, അവിടെ പോയി ഒന്ന് ജോലി ചെയ്യ്. പള്ളി മനോഹരമാക്കാനും പള്ളിയുടെ കൺസ്ട്രക്ഷൻ നടക്കുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനും അവിടെ എന്തെങ്കിലും ആണിയോ പലകകൾ ഉണ്ടെങ്കിൽ അത് പെറുക്കിയിട, അത് മതി. നീ ശാരീരികമായി സഹായിക്കുക. ഒരു മാടപ്രാവിനിരിക്കാൻ പറ്റുന്ന ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചാൽ, അഥവാ പെണ്ണുങ്ങളെ, നിങ്ങളുടെ കയ്യിലുള്ള സ്വർണങ്ങളിൽ നിന്ന് ഒരു പവൻ ഞാൻ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ, ഒരു കൈ ചെയിൻ ഞാൻ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ, ഒരു കാൽ ചെയിൻ, ഒരു മോതിരം അല്ലെങ്കിൽ ഒരു വള ഞാൻ പള്ളിക്ക് വേണ്ടി കൊടുക്കാണെന്ന് പറഞ്ഞ് ഇന്ന് കൊടുത്തു വെച്ചേക്ക് സഹോദരിമാരെ, അത് നാളെ ആഖിറത്തിൽ കിട്ടും. കൊടുത്തത് നാളെ ആഖിറത്തിൽ കിട്ടും. അല്ലാത്തതൊക്കെ മക്കളടിപിടി കൂടും, തോക്കു ചൂണ്ടും, അനുജനും ജ്യേഷ്ഠനും പിണങ്ങും, അവസാനൊന്നും ഉണ്ടാവൂല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് വരുന്നത്, എങ്ങനെ ഞാൻ നിങ്ങൾക്ക് പഴയകാല പ്രതാപം തിരിച്ചു തരും. ഒന്ന്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണം. 2, നിസ്കാരം നിങ്ങൾ കൃത്യമായി നിർവഹിക്കണം. ഞാനൊരു 11:30 നിർത്തേ, ഇനി 15 മിനിറ്റ് ഉള്ളൂ ഇൻഷാ അല്ലാഹ്. ഇനി ആരും പോകരുത്, ഇനി ദുആ ചെയ്തിട്ട് പോവാം ഇൻഷാ അല്ലാഹ്. 11:15 ഇനി 15 മിനിറ്റ് നമ്മുടെ മുമ്പിലുള്ളത്.
ഞാൻ നിങ്ങളൊക്കെ നിസ്കാരം നിലനിർത്തണം. അത് ഞാൻ ചോദിച്ചത്. പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞിട്ട് കൃത്യമായി നിസ്കാരം നഷ്ടപ്പെടുത്താതെ നിസ്കരിച്ച എത്ര ആളുകളുണ്ട്? കൈപൊക്കണ്ട ഒന്ന് മനസ്സിൽ വിലയിരുത്തിയാൽ മതി. നിസ്കാരം ഖളാ ആയി പോയ എത്ര ആളുകളുണ്ട് ഇല്ലേ? എന്നിട്ട് നമ്മൾ എന്തിനാ മോദി കുറ്റം പറയുന്നത്? നമ്മൾ എന്തിനാണ് മറ്റുള്ള ഫാസിസ്റ്റ് ഗോജിഹാദികളൊക്കെ കുറ്റം പറയുന്നത്? തെറ്റാരുടെ ഭാഗത്താണ്? തെറ്റാരുടെ ഭാഗത്ത്? നമ്മുടെ ഭാഗത്താണ്. നമ്മൾ വീഴ്ച വരുത്തുമ്പോഴാണ് അതിനുള്ള ശിക്ഷ അള്ളാഹു നൽകുന്നത്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ, അള്ളാഹു കാക്കട്ടെ. ഈ പരിശുദ്ധമായ റമദാനിൽ സൗദി അറേബ്യയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വിളിച്ചിട്ട് വേദനയോടെ പറഞ്ഞു, ഉസ്താദേ, കേരളക്കാരായ മലയാളികൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളൊക്കെ ഉണ്ടാവും. ഓരോ നാടിന്റെ പേര് പറഞ്ഞു, പക്ഷെ ഞാൻ നാടിന്റെ പേര് പറയുന്നില്ല. പരിശുദ്ധമായ റമദാൻ മാസം നോമ്പെടുക്കാതെ നാട്ടിലുള്ള മുസ്ലിം അമുസ്ലിം സ്ത്രീകളോട് വീഡിയോ ചാറ്റിംഗ് നടത്തുന്നു. പരിശുദ്ധമായ റമദാനിന്റെ പകലിൽ നോമ്പെടുക്കാതെ പട്ടാപകലിൽ. ഈ ചെറുപ്പക്കാരൻ ഉപദേശിച്ചു, ഇതൊന്നും കേൾക്കുന്നില്ല. ഉംറക്ക് പോയ ആളാണ്, ഉംറ ചെയ്ത ആളാണ്. ഇസ്ലാമിൽ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, ഉംറ ചെയ്തിട്ടുണ്ട്. സൗദി അറേബ്യയിൽ വെച്ചിട്ട് പരിശുദ്ധമായ റമദാനിൽ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ചെയ്യാണ്. എന്നിട്ട് നമ്മൾ മറ്റുള്ളവരെന്തിനാ കുറ്റം പറയുന്നത്? അമേരിക്കയിൽ ട്രംപ് വരുമ്പോ നമ്മളെന്തിനാ അതിന്റെ പേരിൽ പേടിക്കുന്നത്? മോദിയുടെ പേരിൽ നമ്മൾ എന്തിനാ പേടിക്കുകയും? അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് എന്ത് കാര്യം? പിഴവ് നമ്മുടെ ഭാഗത്താണ്. അത് നമ്മൾ തിരുത്തി. എന്നിട്ട് നോക്ക്, മാറ്റം വരുന്നില്ലേ? നമ്മളെല്ലാവരും ഒന്ന് മാറി നിന്ന് നോക്ക്, എല്ലാവരും ഒന്ന് ചിന്തിച്ച് നന്നാവാൻ തയ്യാറായി നോക്ക്. നമ്മളിൽ മാറ്റമുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് നടക്കുന്നുണ്ടല്ലോ, മാറ്റങ്ങളൊന്നും കാണുന്നില്ലല്ലോ എന്ന് പലരും പറയുന്നുണ്ടല്ലേ. സ്ഥിരമായി വഅദ് കേൾക്കുന്ന ആളുകളിൽ മാറ്റമുണ്ടാകും. ഇത് ഈ പ്രാവശ്യം ജാതിയുടെ ഒരു പരിപാടി വെച്ചു, ഇനി അടുത്ത പ്രാവശ്യം അടുത്ത വർഷമാണ്, അതുവരെ ഒരു വഅദും കേട്ടിട്ടില്ല. പിന്നെങ്ങനെ നന്നാവും? ഞാൻ പറയുന്നത് വളരെ ഗൗരവമായി ശ്രദ്ധിക്കണം. സ്ഥിരമായി വഅദ് കേൾക്കുന്ന ആളുകളിൽ മാറ്റമുണ്ടാകുമെന്ന് 100% ഉറപ്പാണ്. അതിലെനിക്കൊരു സംശയമില്ല. സ്ഥിരമായി വഅദ് കേൾക്കുന്ന ആളുകളിൽ മാറ്റമുണ്ട്. അങ്ങനെ മാറ്റമുള്ള എത്രയോ ആളുകൾ അറിയാം. പല ആളുകളും ബന്ധപ്പെടാറുണ്ട്. ഇഷ്ടം പോലെ ആളുകളുണ്ട്. അഥവാ ഒരാൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോവാൻ സിനിമ പാട്ട് മാറ്റിവെച്ച് ഏതെങ്കിലും ഒരു വഅദ് കേട്ട് പോയി നോക്ക്. വീട്ടിൽ പെൺകുട്ടി വീടടിച്ചു വാരാൻ, അടുക്കളയിൽ വൃത്തിയാക്കാൻ, പത്തിരി ചൂടാൻ, അവിടെ പാട്ട് വെക്കുന്നതിന് പകരം ഒരു വഅദ് വെക്ക്. കിടന്നുറങ്ങുന്ന സമയത്ത് സിനിമാറ്റിക് ഗാനങ്ങൾ കേൾക്കുന്നതിന് പകരം എന്റെ സഹോദരിമാരെ, നിങ്ങളൊന്ന് വഅദ് വെച്ച് കിടന്നുറങ്ങി നോക്ക്. ഉറങ്ങുമ്പോ എങ്ങാനും മരിച്ചു പോയാൽ അവസാനം കേട്ടതൊരു നന്മയാവൂലേ? ഇന്നമൽ അഅമാലു ബിഖവാതിമിഹാ. നീ അവസാനം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അല്ലാഹു നിന്നെ സ്വീകരിക്കുന്നത്. ഉറങ്ങാൻ കിടക്കുമ്പോ ആ ഉറക്കിലെങ്ങാനും മരിച്ചു പോയാൽ നീ അവസാനം കേട്ടത് ഒരു വഅദാണ്, ഒരു ഖുർആനാണ്. അത് മതി നീ സ്വർഗ്ഗത്തിലെത്താൻ. നേരെ മറിച്ച് ഹറാമായ സിനിമാറ്റിക് ഗാനങ്ങൾ കേട്ടിട്ട് കിടന്നുറങ്ങിയ അതുപോലെ നരകത്തിലെത്താൻ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇസ്തഹല്ലത് ഉമ്മത്തി സിത്തൻ. 6 കാര്യം എന്റെ സമുദായത്തിൽ ഉണ്ടായാൽ, 6 കാര്യം എന്റെ സമുദായത്തിലുണ്ടായാൽ ആ സമുദായം നശിച്ചു പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. 6 കാര്യം. ഇതിലേതെങ്കിലും നമ്മുടെ കൂട്ടത്തിലുണ്ടോ നോക്കുക, പെണ്ണുങ്ങൾ ആണുങ്ങളൊക്കെ. 6 കാര്യം എന്റെ സമുദായത്തിലുണ്ടായാൽ എന്റെ സമുദായം നശിച്ച് തകർന്ന് തരിപ്പണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 1, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്ഷേപിക്കുന്ന ഒരു സ്വഭാവം, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയുന്ന ഒരു സ്വഭാവം ഇല്ലേ? ഇതല്ലാതെ വല്ലതുണ്ടോ? സോഷ്യൽ മീഡിയ ഒക്കെ തുറന്നാല് സുന്നികള് ബിദ്അത്തുകാര്, സുന്നികളെ സംഘടന, രാഷ്ട്രീയം, അങ്ങനെ ലീഗും INL-ഉം LDF-ഉം കോൺഗ്രസും BJP-യും എല്ലാറ്റിലുണ്ടല്ലോ മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ സംഘടനാപരമായിട്ട് പല രീതിയിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കൂർക്കുക. ഇതാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊമ്പ് കോർക്കാനും ആക്ഷേപിക്കാനും ശപിക്കാനും നിങ്ങൾ തുടങ്ങിയാൽ, ഇത് നമ്മുടെ നാട്ടിൽ സജീവമായാൽ എന്റെ സമുദായം നശിച്ചു തരിപ്പണമാകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നമ്മുടെ സമുദായത്തിൽ ഉണ്ടോ? ഇല്ലേ? ഉണ്ടോ? നിങ്ങൾ പറയും, നിങ്ങൾ ചോദിച്ചിട്ട് ഇന്ന് വഅദ് പറയുന്നുള്ളൂ. ഉണ്ടല്ലേ? ഇല്ല എന്ന് പറയുന്നാരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ ഒന്നാമത്തെ കാരണം കിട്ടി. എന്ത്? നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിച്ചാൽ ഒരാൾ മറ്റുള്ളവർ. ഇന്ന് തന്നെ പല പോസ്റ്റുകളും ഫേസ്ബുക്കിലൊക്കെ കാണാനിടാറുണ്ട്. ഫേസ്ബുക്കിലൊക്കെ വരുന്ന മുസ്ലിമീങ്ങൾ തന്നെ നമ്മളിൽപ്പെട്ട പലരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം പല്ലുകുത്തി മണപ്പിക്കുന്നത് പോലെ ആളുകൾ എല്ലാവരും നമ്മളെ ഫോക്കസ് ചെയ്യാണ്. അത് നമ്മളെങ്കിലും ഒന്ന് മാന്യമായിട്ട് പെരുമാറണ്ടേ? നമ്മളും അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുക. ഇതുണ്ടായാൽ സമുദായം തകർന്നു പോകും. 2, വശരിബുൽ ഖുമൂർ.
ഖുമൂർ, കള്ള് കുടിക്കാൻ തുടങ്ങിയാൽ അല്ലേ, പറയണോ കള്ളിന്റെ കാര്യം പറയണോ? മുസ്ലിം ചെറുപ്പക്കാരൊക്കെ കള്ള് കുടിക്കാൻ തുടങ്ങി. ടൂറിന്റെ പേരിൽ, സ്റ്റഡി ടൂറിന്റെ ഒക്കെ കഥകൾ എന്ത് നിങ്ങൾ അന്വേഷിക്കാറുണ്ടോ? സ്കൂളിൽ നിന്ന് പോകുന്ന സ്റ്റഡി ടൂർ, അതിനെക്കുറിച്ചൊരു പഠനം നിങ്ങൾ നടത്താറുണ്ടോ? ഞാൻ പഠിച്ച ആളാണ്, അധികമായിട്ട് പഠിച്ചിട്ടുണ്ട്, BEd ചെയ്തിട്ടുണ്ട്. എനിക്കറിയാം സ്റ്റഡി ടൂറിന്റെ ഒക്കെ കഥകൾ. ഒരു ബസ്സിലെ പോവാ, ആണുങ്ങളും പെണ്ണുങ്ങളും, എന്നിട്ട് പാട്ട് വെക്കും, അതിലിങ്ങനെ പാട്ടും പാടി ബസ്സിലൊക്കെ ഒരു മടിയില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിച്ചിരുന്ന് ബസ്സിനകത്ത് ഡാൻസ് കളിക്കും. ഓടുന്ന ബസ്സിൽ ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മിക്സ്ഡാ. ഇത് ഒരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞെന്നുള്ളൂ. പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയാം, സ്റ്റഡി ടൂർ പോകാൻ പലർക്കും പല ആവേശമാണ്. കാരണം എന്റെ കൂടെ പഠിക്കുന്ന ആളുകൾ, അവർക്കതൊക്കെ സഹോദരങ്ങളെ പോലെ ഒരു മടിയില്ല. എപ്പോഴും കാണുന്ന ആളുകളാണ്, കൂടെ ഇരിക്കുന്നതും കൂടെ കറങ്ങുന്നതും പാട്ട് പാടുന്നതും കള്ളു കുടിക്കുന്നതും. ഒരു സ്കൂളിൽ സ്റ്റഡി ടൂറിന് പോയി സ്റ്റുഡൻസിന്റെ ഡോർ മുട്ടി അധ്യാപകരകത്തേക്ക് കടന്നു വരുമ്പോ 5-6 കുട്ടികൾ 4-5 കള്ളിന്റെ ബോട്ടിൽ വെച്ചിട്ട് കുടിക്കുന്ന രംഗം കണ്ടു എന്ന് 3-4 വർഷം മുമ്പ് ഒരു സ്കൂളിന്റെ ഉത്തരവാദപ്പെട്ട ഒരു അധ്യാപകൻ എന്നോട് ഷെയർ ചെയ്തിട്ടുണ്ട്. മുസ്ലിം ചെറുപ്പക്കാർ സ്റ്റഡി ടൂറിന് പോയതാണ്. സ്റ്റഡി ടൂറിന് പോയാൽ എന്തുമാവാമെന്നോ ആരായി പറഞ്ഞത്? സ്റ്റഡി ടൂറിന് പോയാൽ എന്തുമാവാമെന്നോ? പർദ്ദയിട്ട് മുഖം മറച്ച് ബസ്സിലേക്ക് കയറി വന്നു. ബസ്സിനകത്ത് വെച്ച് പർദ്ദയും മുഖം മൂടിയും വലിച്ചെറിഞ്ഞിട്ട് ചുരിദാറും ജീൻസും ടൈറ്റ് ഫിറ്റും ലഗീനും ഇട്ട് നടക്കുന്ന പെൺകുട്ടികൾ. പോയത് നല്ല പർദ്ദയിട്ടിട്ടാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളിലുള്ള വിശ്വാസമാണ്, ആ വിശ്വാസമാണ് നമ്മൾ വഞ്ചിച്ചത്. വീട്ടിൽ നിന്നിറങ്ങുമ്പോ ഇവിടെ നല്ല അച്ചടക്കമുള്ള പെണ്ണെന്ന നമ്മുടെ വിചാരം. പക്ഷേ ബസ്സിൽ കയറി വീടിന്റെ ഉമ്മയുടെ രക്ഷിതാക്കളുടെ നാടിന്റെ ബൗണ്ടറി കടന്നാൽ അവരുടെ വേഷവിധാനങ്ങൾ മാറാൻ. കോഴിക്കോട് ജില്ലയിൽ ഒരു പ്രമുഖ സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, അവിടെ പഠിക്കുന്ന എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, 3 വർഷം ഞാൻ പഠിച്ചിട്ട് എൻ്റെ കൂടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി മുസ്ലിം ആണ് എന്ന് എനിക്കറിഞ്ഞത് ഏതോ ഒരു പാരന്റ്സ് മീറ്റിങ്ങിനാണ്. മുസ്ലിമാണ്, എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടി മുസ്ലിമാണെന്ന് എനിക്കറിഞ്ഞത് പാരന്റ്സ് മീറ്റിങ്ങിനാണ്. എന്റെ തലയിൽ തട്ടം ധരിച്ചിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പഠിക്കുന്നത് മുതൽ അറിഞ്ഞിട്ടില്ല. ക്യാമ്പസിലേക്ക് വരുമ്പോൾ തലയുടെ തട്ടം മുറിവെച്ച് പിന്നെ അങ്ങനെ സ്വതന്ത്രമായി ജീവിക്കുകയാണ്. എന്തോ പാരന്റ്സിന്റെ മീറ്റിംഗ് ഉണ്ടായപ്പോ ഉമ്മയെ പേടിച്ചോ ഉപ്പയെ പേടിച്ചോ തലയിൽ തട്ടമെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, നീ മുസ്ലിമായിരുന്നു? ഇതാണ് അവസ്ഥ. ഇതാണ് നമ്മുടെയൊക്കെ സ്കൂളിന്റെയും ക്യാമ്പസിന്റെയൊക്കെ അവസ്ഥ. ധാർമ്മികത മുഴുവനും ചെതലരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കള്ളു കുടിക്കാൻ തുടങ്ങിയാൽ കള്ളിന്നുണ്ടോ ഇല്ലേ? വ്യാപകമായിട്ടുണ്ടോ ഇല്ലേ? കള്ള്, കഞ്ചാവ്, മയക്കുമരുന്ന് ഇന്ന് വ്യാപകമായിട്ടുണ്ടോ ഇല്ലേ? ഉണ്ട്. 2. 3 വലബിസുൽ ഹരീർ, പട്ട് ധരിക്കാൻ തുടങ്ങിയാൽ. പട്ട് ആണുങ്ങൾക്ക് പട്ട് ഹറാമാണ്. പക്ഷെ ഇന്ന് പട്ട് തുടങ്ങിയോ ഇല്ലെന്ന് അറിയില്ല. ഉണ്ടോ ഇല്ല എന്നാണ് എൻ്റെ ചിന്ത. അതിനറിയില്ല. അങ്ങനെ എന്തെങ്കിലും കല്യാണ വസ്ത്രങ്ങളിലൊക്കെ ധരിക്കുന്ന ഷർവാനിയും ധരിക്കുന്ന വസ്ത്രങ്ങളും കോട്ടിലൊക്കെ പട്ടുണ്ടോ ഇല്ലേ എന്നറിയില്ല. 4-മത്തേത് പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ, സ്റ്റേജിൽ കയറി നൃത്തം വെക്കുന്ന പെണ്ണുങ്ങൾ ഉണ്ടായാൽ, പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ. അല്ലെ, പെരുന്നാൾ കഴിഞ്ഞാൽ മുസ്ലിമീങ്ങളുടെ സംസ്കാരം വിളിച്ചോതുന്ന സെന്ററുകളിൽ വരെ ഗാനമേള വേണം. പാട്ടുപാടുന്ന പെൺകുട്ടികളെ ലക്ഷക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് ടിക്കറ്റ് എടുത്ത് ഗൾഫിലേക്ക് കൊണ്ടുപോയി സ്റ്റേജിൽ കയറി പാട്ട് പാടിപ്പിക്കണം. ഇല്ലെങ്കിൽ ഒരു പെരുന്നാളാവൂല. മുസ്ലിമീങ്ങളുടെ പ്രശ്നമാണ്. പാട്ടുപാടുന്ന പെണ്ണുങ്ങൾ സ്റ്റേജിൽ കയറി കല്യാണത്തിന് പാട്ട് പാടാതെ കല്യാണത്തിനൊരു ഭംഗി കിട്ടുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആളുകൾ, കലോത്സവത്തിന്റെ പേരിൽ, സ്കൂൾ ആർട്ട് ഫെസ്റ്റിന്റെ പേരിൽ, ഫെസ്റ്റിവലിന്റെ പേരിൽ, അതേപോലെ സെന്റ് ഓഫിന്റെ പേരിൽ പല രീതിയിലൊക്കെ സ്റ്റേജിൽ കയറി പെണ്ണുങ്ങൾ പാട്ട് പാടാൻ തുടങ്ങിയാൽ, ഇതില്ലേ 4-മത്തേതാണ്. ഇതുണ്ടോ? സ്റ്റേജിൽ കയറി പെണ്ണുങ്ങൾ പാട്ട് പാടാൻ തുടങ്ങി. 5-മത്തേത് ഹോമോസെക്ഷുവാലിറ്റി, സുവർഗരതി, ആണുമായിട്ട് സുവർഗരതി ഉണ്ടാവുക.
പെണ്ണും അതേപോലെ ആണും പെണ്ണും കല്യാണം കഴിക്കുന്ന ഒരു കാലം. അങ്ങനെയുണ്ട് ഇഷ്ടം പോലെ വാർത്തകൾ നമ്മൾ വായിച്ചതാണ്. ആണിനെ കല്യാണം കഴിക്കുക, പെണ്ണിനെ കല്യാണം കഴിക്കുക. ഹോമോസെക്ഷുവാലിറ്റി നമ്മുടെ നാട്ടിൽ സുവർഗരതി വർദ്ധിച്ചാൽ, ഈ 6 കാര്യങ്ങളിൽ ഒരു സമുദായത്തിൽ ഉണ്ടായാൽ എന്ത് ചെയ്യും? ആ സമുദായം തകർന്ന് തരിപ്പണമാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ മാറണം. ഇതിൽ നിന്നൊക്കെ ഒരു ചേഞ്ച് നമ്മളിൽ ഉണ്ടാവണം. എങ്കിലോ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാതെ നമ്മൾ ഇങ്ങനെ നഖം കടിച്ചിട്ടോ വിരൽ കടിച്ചിട്ടോ പേടിച്ചിട്ടോ കാര്യമില്ല. അള്ളാഹു പറഞ്ഞത് വളരെ വ്യക്തമാണ്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. നിങ്ങളുടെ പേടി മാറ്റി ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരാം. നിങ്ങളുടെ പേടി മാറ്റി ഞാൻ നിങ്ങൾക്ക് സന്തോഷം തരാം. നിസ്കാരം വളരെ കൃത്യമായി നിങ്ങൾ നിർവഹിക്കണം. സ്കൂളിൽ പോകുന്ന പെൺകുട്ടികളെ, ളുഹർ നിങ്ങൾ നിസ്കരിക്കാറുണ്ടോ? ളുഹർ നിങ്ങൾ നിസ്കരിക്കാറുണ്ടോ? എന്റെ ചെറുപ്പക്കാരാ, റമദാൻ കഴിഞ്ഞിട്ട് എത്ര നിസ്കാരമാണ് ഇഷ്ടപ്പെട്ടത്? ജുമുഅ മാത്രം നിസ്കരിക്കുന്നവർ, പെരുന്നാളിന് മാത്രം പള്ളിയിലേക്ക് കടന്നു വരുന്നവർ, മുഖത്തുള്ള പൗഡർ നഷ്ടപ്പെടുമോ എന്ന് ഭയന്നിട്ട് വുളൂ ചെയ്യാൻ മടിക്കുന്ന പെണ്ണുങ്ങളുണ്ട് നമ്മുടെ കലാലയങ്ങളിൽ. മാഷല്ല, മുഖത്ത് രാവിലെ പോകുമ്പോൾ ഫൗണ്ടേഷനും പൗഡറൊക്കെ തേച്ചിട്ട് സ്കൂളിൽ പോവുക. ഇനി ഉച്ചയ്ക്ക് ളുഹർ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് മുഖം കഴുകിയാൽ ഈ പൗഡർ പോയി പോകുമല്ലോ എന്ന് പേടിച്ചിട്ട് വുളൂ ചെയ്യാതെ രാവിലത്തെ മേക്കപ്പ് വൈകുന്നേരം വരെ സൂക്ഷിക്കുന്ന പെൺകുട്ടികൾ നമ്മളിലുണ്ട്. സ്കൂളിൽ പഠിപ്പിച്ച ഒരു അധ്യാപകൻ കൂടിയാണ്. അവിടുത്തെ സ്റ്റുഡൻസിൽ നിന്ന് കിട്ടിയ ഒരു വിഷയം, എൻ്റെ വിദ്യാർത്ഥിനികളിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു വാർത്തയാണ്. ഇതൊക്കെ നടക്കും. ഒരു മുഖത്തെ പൗഡർ പോകുന്ന പൊടിച്ചിട്ട് ളുഹർ നിസ്കരിക്കുന്നില്ല എന്ന് പറഞ്ഞ പിന്നെ എവിടെ എത്തി നമ്മുടെ സമുദായം? പൗഡർ പിന്നെ വാങ്ങിക്കൂടെ അല്ലേ? അല്ലെങ്കിൽ ബാഗിൽ പൗഡർ ഇട്ട് പോയാൽ പോലെ എത്ര വേണം? നിസ്കാരം കലാക്കിയിട്ടൊക്കെ വേണം ഈ മൊഞ്ചൊക്കെ, ഈ സൗന്ദര്യമൊക്കെ. ഇതൊക്കെ ഈ തന്ന സൗന്ദര്യം കൊണ്ടുപോവാൻ അള്ളാഹ്ക്കൊരു നിമിഷം പോരെ, അള്ളാഹുവിനൊരു സെക്കൻഡ് പോരെ. ശ്രദ്ധിക്കണം സഹോദരിമാരെ, അള്ളാഹുവിനെ മറന്നിട്ടൊരു പ്രവർത്തനം ഉണ്ടാവരുത്. സകാത്ത് കൃത്യമായി കൊടുക്കണേ. സകാത്ത് കൊടുക്കണം. നന്നായി അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഒരുപാട് ബിസിനസ്സുകാർ സകാത്ത് കൊടുക്കാൻ, സകാത്ത് കണക്കാക്കാൻ വേണ്ടി മാത്രം പ്രത്യേകമായി സ്റ്റാഫ് അങ്ങനെയുണ്ട്. തീരെ എല്ലാവരും കൊടുക്കുന്നില്ല എന്നല്ല, എത്രയോ മുതലാളിമാരെ എനിക്കറിയാം. സക്കാത്തിന്റെ മുതൽ മാസാമാസങ്ങളിൽ കണക്കാക്കി, വർഷങ്ങളിൽ കണക്കാക്കി, അതിന്റെ അർഹരായ വിഭാഗങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി 2ഉം 3ഉം സ്റ്റാഫ് വെച്ച മുതലാളിമാരറിയാം. അവർക്ക് എന്താ പണി? ഇദ്ദേഹത്തിന്റെ ബിസിനസിന്റെ സക്കാത്തിന്റെ ഓഹരി കണക്കാക്കുക, എന്നിട്ട് ഈ നാട്ടിൽ ആരൊക്കെ സക്കാത്തിന് അർഹരായ ആളുകളുണ്ട് എന്ന് തേടി പിടിച്ച് നടക്കുക. എന്നിട്ട് വീട് കെട്ടേണ്ടവർ, വീടില്ലാത്തവർ, കടമുള്ളവർ, പ്രയാസമുള്ളവർ, അവർക്ക് കൊണ്ടുപോയി സക്കാത്തിന്റെ ഒരു ഓഹരി കൊടുക്കുക. 3ഓ 4ഓ സ്റ്റാഫ്, അവർക്ക് ഓരോ സ്റ്റാഫിനും 25,000, 30,000, 20,000, 10,000 ഒക്കെ സാലറി കൊടുത്തിട്ട് നല്ല ആളുകളുണ്ട്. എന്നാൽ ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിട്ടും സക്കാത്ത് കൊടുക്കാൻ മടിക്കുന്ന ആളുകളുമുണ്ട്. അല്ലാഹു കാക്കട്ടെ. എല്ലാവരും മാറണം. സകാത്ത് കൊടുത്തു വീട്ടണം. അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കണം. ലഅല്ലകും തുർഹമൂൻ. അങ്ങനെയായാൽ അല്ലാഹുവിന്റെ കാരുണ്യം നിങ്ങൾക്കുണ്ടാവും. മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ജീവിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത്, യാ റസൂലല്ലാഹ് അലാ തദ്ഉല്ലാഹ ലനാ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നില്ലേ? അലാ തസ്തൻസിറു ലനാ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കുന്നില്ല നബിയേ? സഹിക്കാൻ കഴിയാതെ അസഹനീയമായിട്ട് ചോദിച്ചു പോയതാണ്. എന്തുകൊണ്ട്? ആരാണ് ഈ ഖബ്ബാബ് എന്ന് പറഞ്ഞാൽ? മുസ്ലിമായതിന്റെ പേരിൽ ശക്തമായി ചുട്ടുപൊള്ളുന്ന ഒരു അടുപ്പത്തേക്ക് കുപ്പായം മാറ്റി നഗ്നനായി വലിച്ചെറിയുകയാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ. ഒരു അടുപ്പുണ്ടാക്കി, ആ അടുപ്പത്ത് ഇങ്ങനെ തീ കത്തിച്ചു, എന്നിട്ട് കുപ്പായം മാറ്റി ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ അതിൽ കമിഴ്ത്തി കിടത്തി. വേദന സഹിക്കാൻ കഴിയാതെ ആർത്തട്ടഹസിക്കുമ്പോൾ നെഞ്ചത്തേക്ക് ഒരു ചവിട്ടുകൂടി. എന്നിട്ട് തന്റെ ശരീരത്തിന്റെ തണുപ്പ് അനുഭവിച്ചിട്ടാണ് ആ അടുപ്പിലെ തീ കെട്ടുപോയത് എന്ന് മഹാനായ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ആ ഖബ്ബാബ് തങ്ങൾ ഒരിക്കൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്തേക്ക് കടന്നു വരുമ്പോൾ മനോഹരമായ ഒരു കസേര കാണാനിടയായി. ആരുടേതാണ് ഈ കസേര?
ആരുടേതാണ് ഈ കസേര എന്ന് ചോദിച്ചപ്പോ ഉമർ തങ്ങൾ പറഞ്ഞു, ഈ കസേരയിൽ ഇരിക്കാൻ അർഹനായ ഒരേ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. അതെന്തേ അങ്ങനെ പറഞ്ഞത്? ബിലാൽ ഇബ്നു റബാഹിന്റെ പ്രത്യേകത എന്താണ്? അപ്പൊ പറഞ്ഞു, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചതിന്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന മണലാരുണ്യങ്ങളിലൂടെ മരുഭൂമിയിലൂടെ കുപ്പായമില്ലാതെ വിവസ്ത്രനായി നഗ്നനായി വലിച്ചു കൊണ്ടുപോയി അല്ലാഹുവിൽ നിന്ന് പിന്മാറാൻ വേണ്ടി നിരന്തരമായി അവരെ അടിക്കുകയും ചാട്ടവാറ് കൊണ്ടടിക്കുകയും ചുട്ടുപൊള്ളുന്ന പാറക്കല്ലുകൾ കൊണ്ടുവന്ന് നെഞ്ചത്തേക്ക് കയറ്റി വെച്ചിട്ട് ചുട്ട് തിളച്ചു മറയുന്ന വെള്ളം ശരീരത്തിലേക്ക് ഒഴിച്ചിട്ട് മാറാൻ തയ്യാറാവാത്തതിന്റെ പേരിൽ ആ മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോകുമ്പോ ദാഹിച്ച് ദാഹം സഹിക്കാൻ കഴിയാതെ അൽമാ അൽമാ വെള്ളം തരുമോ വെള്ളം തരുമോ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോ ഉമയ്യ എന്ന് പറയുന്ന കിങ്കരനായ ധിക്കാരി ഫറഫഅ സൗബഹു തന്റെ കുപ്പായം ഉയർത്തിയിട്ട് ബിലാൽ തങ്ങളുടെ ഫബാല ഇലാ ഫമിഹി ബിലാൽ തങ്ങളുടെ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. സഹോദരാ, എന്താ തെറ്റ് ചെയ്തത്? എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് വിശ്വസിച്ചതിന്റെ പേരിലാണ് ബിലാൽ തങ്ങളുടെ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തത്. ആ വായ കൊണ്ടാണ് കാബയുടെ മുകളിൽ കയറി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പരിശുദ്ധമായ ദീനിന്റെ ഏറ്റവും മനോഹരമായ വാക്കുകൾ ഉച്ചരിച്ചതും ആ മൂത്രമൊഴിച്ച വായ കൊണ്ടാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു വെള്ളം ചോദിച്ചപ്പോൾ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തു. അതുകൊണ്ട് ബിലാലാണ് ഇവിടെ ഇരിക്കാൻ അർഹൻ. ഒരുപാട് പ്രയാസം സഹിച്ച ആളാണ്. അപ്പോഴാണ് തന്റെ കുപ്പായത്തിന്റെ ബട്ടൺ ഓരോ നഴിച്ചിട്ട് തന്റെ പുറം ഭാഗം കാണിച്ചു കൊടുത്തു. നോക്കുമ്പോൾ പുറം ഭാഗം മുഴുവനും വെളുത്തിരിക്കുകയാണ്. വെള്ളപ്പാണ്ട് ബാധിച്ചതുപോലെ പുറം ഭാഗം കഴുത്തു മുതൽ ഊര വരെ വെളുത്തിരിക്കുകയാണ്. ഉമർ തങ്ങൾ ചോദിച്ചു, ഖബ്ബാബ് എന്താണ് ഖബ്ബാബേ ഇത്? അപ്പോഴാണ് മഹാനായ ഖബ്ബാബ് തങ്ങൾ പറഞ്ഞത്, ബിലാലിനെക്കാളും വലിയ പ്രയാസം ഞാൻ സഹിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഇസ്ലാം സ്വീകരിച്ചത് കാരണം വലിയൊരു അടുപ്പിലേക്ക് എന്നെ ജീവനോട് അവർ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. സഹിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുമ്പോ എന്റെ നെഞ്ചിലേക്ക് അവർ ചവിട്ടി താഴ്ത്തിയിട്ടുണ്ട്. ബിലാലിനെക്കാളും പ്രയാസം ഞാൻ സഹിച്ചിട്ടുണ്ട്. ബിലാലിനെ രക്ഷപ്പെടുത്താൻ ഒരു സിദ്ദീഖ് ഉണ്ടായിരുന്നു, എന്നാൽ എന്നെ രക്ഷപ്പെടുത്താൻ ഒരാളും കടന്നു വന്നിട്ടില്ല എന്ന് പറഞ്ഞ മഹാനായ ഖബ്ബാബ് തങ്ങളാണ് മദീനയിലെത്തുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നത്, അലാ തദ്ഉല്ലാഹ ലനാ യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്തുകൂടെ, ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചുകൂടെ നബിയേ? കാരണമെന്തേ മക്കയിൽ ജീവിക്കുന്ന സമയത്ത് ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ച ആളാണ് നബിയേ. മക്കയിൽ നിന്ന് കുടുംബമില്ലാതെ, വീടില്ലാതെ, സമ്പാദ്യങ്ങളില്ലാതെ ഈ മദീനയിലേക്ക് ഞങ്ങൾ വന്നത് ഇവിടെ രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ്. ഇവിടെ എത്തിയിട്ടും മക്കക്കാരായ ധിക്കാരികളുടെ കിങ്കരന്മാരുടെ പീഡനങ്ങൾ സഹിക്കാൻ കഴിയുന്നില്ല. ഇനി എത്ര കാലമാണ് ഞങ്ങൾ സഹിക്കേണ്ടത് എന്ന് ചോദിച്ചപ്പോ മഹാനായ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ, അം ഹസിബതും തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് വെറുതെ കടന്നു പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഖബ്ബാബേ? സ്വർഗ്ഗത്തിലേക്ക് വെറുതെ എളുപ്പത്തിൽ കടന്നു പോകൂല. 5 വക്ത് ബാങ്ക് കേൾക്കുമ്പോൾ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചത് കൊണ്ടോ, നിങ്ങൾ സുഗമമായി ജീവിച്ചത് കൊണ്ടോ സ്വർഗത്തിലേക്ക് കടന്നു പോകൂല. സ്വർഗത്തിലേക്ക് കടന്നു പോവാൻ ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടതുണ്ട്. ഭൂജിഹാദികളുടെ പരീക്ഷണങ്ങള്, ഒരുപാട് തീവ്രവാദികളുടെ ഫാസിസ്റ്റ് ശക്തികളുടെ ആരോപണങ്ങളും ആക്ഷേപങ്ങളും, അതുപോലെ രാഷ്ട്രീയ നേതാക്കൾ മുസ്ലിമീങ്ങൾക്കെതിരെ കരിവാരിത്തേക്കുന്ന രീതിയിലുള്ള അവരുടെ ആക്ഷേപങ്ങളുടെ, അവരുടെ അഭിപ്രായ പ്രകടനങ്ങളുടെ വേദനകളൊന്നും സഹിക്കാതെ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വെറുതെയൊന്നും സ്വർഗത്തിൽ പോകൂല. സ്വർഗത്തിലെത്താൻ ഇതൊക്കെ സഹിക്കണം. എന്നാലും നമ്മുടെ നാട്ടിൽ എന്താ കുഴപ്പം? ഒരു ഫലസ്തീന് പോലും അല്ലല്ലോ, അല്ലെ? ഒരു പാകിസ്ഥാൻ പോലല്ലല്ലോ, ഒരു ഇറാഖ് പോലല്ലല്ലോ. പുറത്തിറങ്ങിയാൽ ബും, പള്ളി നിസ്കരിക്കുമ്പോ ബും, ബോംബ് പൊട്ടി 160 ആള് മരിച്ചു. സ്കൂളിൽ മക്കളെ പഠിപ്പിക്കുമ്പോഴാണ് തീവ്രവാദികൾ വന്നിട്ട് 200-300ഓളം മക്കളെ നിറയൊഴിച്ച് കൊന്നുകളഞ്ഞത്. അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ നാട്ടിലില്ലല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു നിലനിർത്തട്ടെ. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ അസമാധാനത്തിന്റെ, അസ്വസ്ഥതയുടെ വിഷവിത്തുകൾ പാകുന്ന എല്ലാ ആളുകൾക്കും സൽബുദ്ധി അല്ലാഹു നൽകട്ടെ. അല്ലേ? സമാധാന അന്തരീക്ഷം നമ്മുടെ നാട്ടിൽ നിലനിൽക്കട്ടെ. എന്ത് രസമുണ്ടാകും ഈ
മുഖം വീർപ്പിച്ച് കണ്ണുരുട്ടി ചൊടിപ്പിച്ച് ദേഷ്യപ്പെട്ട് കണ്ടാൽ നോക്കാതെ കണ്ടാൽ മിണ്ടാതെ മാറി നിന്ന് ജീവിക്കുന്നതിൽ എന്ത് രസമാണുള്ളത്. അല്ലാഹു അലം, അല്ലാഹു അലം. മുസ്ലിമീങ്ങളാണെങ്കിലും അമുസ്ലിമീങ്ങളാണെങ്കിലും തോളോട് തോള് ചേർന്ന് ജീവിക്കുമ്പോഴല്ലേ രസം, അതല്ലേ ഒരു മാധുര്യം, അതല്ലേ ഒരു രസം അല്ലെ. പഴയ കാലത്ത് എവിടെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് പ്രതീക്ഷയാണ്. ഉമ്മയും ഉപ്പയും ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോ ഇവിടെയുള്ള മകളെ അപ്പുറത്തുള്ള ജാനകിയമ്മയോട് പറയാ, ജാനകിയമ്മേ എന്റെ മകളെ നോക്കണം. ഉമ്മയും ഉപ്പയും ഹോസ്പിറ്റലിൽ പോയി രാവിലെ പോയതാണ്, ഉച്ചയ്ക്ക് ഭക്ഷണമില്ല. ഈ ഫാത്തിമ എന്ന് പറയുന്ന മകൾ ഭക്ഷണം കഴിക്കുന്നത് ജാനകിയമ്മയുടെ വീട്ടിലെ പ്ലേറ്റിൽ നിന്നാണ്. വിളമ്പി കൊടുക്കുന്നത് ഈ ജാനകിയമ്മയാണ്. എന്നാൽ ഇന്നോ മരിക്കാൻ കിടക്കുമ്പോൾ പോലും തിരിഞ്ഞു നോക്കൂല. കാസർഗോഡ് ജില്ലയിൽ ഒരു മുഫത്തിഷ് കർണാടകയുടെ ഒരു മദ്രസയിലേക്ക് ബസ് കയറി പോവാൻ. ബസ് കയറി പോകുമ്പോ കണ്ടക്ടർ അദ്ദേഹത്തോട് എത്രയോ 20 രൂപയുടെ ഒരു ചാർജുള്ള ഒരു ഓട്ടമാണ്, 17 രൂപയോളം അദ്ദേഹത്തിന് ചെലവുണ്ട്. 20 രൂപയുടെ നോട്ട് കൊടുത്തപ്പോൾ ചില്ലറ വേണമെന്ന് കണ്ടക്ടർ പറഞ്ഞു. ചില്ലറ വേണമെന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞു ചില്ലറയില്ല. കണ്ടക്ടർ പറഞ്ഞു ചില്ലറയില്ല, നടക്കൂല, വണ്ടിയിൽ ഇറക്കും. ഒരുപാട് തർക്കമുണ്ടായി. ചില്ലറ വേണമില്ലെങ്കിൽ ഇറക്കും. അപ്പൊ അദ്ദേഹം പറഞ്ഞു 20 രൂപ ഞാൻ തന്നില്ലേ, 3 രൂപ ബാക്കി ഞാൻ ഇറങ്ങുമ്പോൾ തന്നാ മതി. അത് പറ്റൂല, 17 രൂപ തരണം. ഒരുപാട് തർക്കം കഴിഞ്ഞു. കണ്ടക്ടർ എന്ത് ചെയ്തു, ആളുകളില്ലാത്ത ആൾപ്പാർപ്പില്ലാത്ത ഒരു മലഞ്ചെരുവിലൂടെ വണ്ടി ഏകാന്തമായി ബസ് നീങ്ങുമ്പോൾ ഇനി ഒരിക്കലും സഹായിക്കാൻ ഒരാൾ പോലും കിട്ടൂല എന്ന പ്രതീക്ഷയുള്ള ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തെ ഇറക്കി വിട്ടു. ബസ്സിൽ നിന്ന് ഒരു ഉസ്താദിനെ മുഫത്തിഷിനെ ഇറക്കി വിട്ടു. ബസ്സിൽ 30 ചില്ലാനം ആളുകളുണ്ട്. എല്ലാവരും പോത്തുകളെ പോലെ നോക്കി നിന്നു. ഒരാൾ പോലും പ്രതികരിച്ചില്ല. പോത്തുകളെ പോലെ. നിങ്ങൾ കണ്ടില്ലേ, പിന്നെ അനിമൽ പ്ലാനറ്റും ജിയോഗ്രഫിയും ഡിസ്കവറിയൊക്കെ കാണുന്ന ആളുകളാണല്ലോ അല്ലെ. 4-5 സിംഹം കൂടിയിട്ട് 100 കണക്കിന് പോത്തുകൾ ആക്രമിക്കുമ്പോൾ അതിലൊരു പോത്തിനെ കടന്നു പിടിക്കും. 100 കണക്കിന് പോത്തുണ്ട്. ഒന്ന് തിരിഞ്ഞു വന്ന സിംഹം ഓടാവുന്നതേയുള്ളൂ. പക്ഷെ തിരിഞ്ഞു വന്നിട്ട് അതിങ്ങനെ നോക്കി നിൽക്കും എന്നല്ലാതെ ഒന്ന് സിംഹത്തെ പോയിട്ട് ഡിഫെൻഡ് ചെയ്യാനോ ചെറുക്കാനോ തടയാനോ തൻ്റെ കൂടെയുള്ള ആ ഒരു പോത്തിനെ രക്ഷപ്പെടുത്താനോ പോത്തുകൾ തയ്യാറാവാറില്ല. ഇപ്പൊ പോത്തിന് പോലും ബുദ്ധി വെച്ചു എന്നാ തോന്നുന്നത്. ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇങ്ങനെ ഒരു പോത്തിന്റെ അവിടെയൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ. എങ്ങനെ കാണാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ കുറച്ചു കാലമായിട്ട് മനുഷ്യന്മാരുടെ ബുദ്ധി പോത്തിന് വന്നു, പോത്തിന്റെ ബുദ്ധി മനുഷ്യനും വന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു. ഒരു പോത്തിനെ 5-6 സിംഹങ്ങൾ കൂടി അറ്റാക്ക് ചെയ്യുമ്പോൾ 50ഓളം പോത്തുകൾ വന്നിട്ട് 5 സിംഹങ്ങളെയും ഓടിച്ചിട്ട് കൂടെയുള്ള പോത്തിനെ രക്ഷപ്പെടുത്തുന്ന ഒരു വീഡിയോ കാണാനില്ലായി. എന്നാൽ മനുഷ്യൻ പോത്തായി, പോത്ത് മനുഷ്യന്റെ ബുദ്ധി പോത്തിന് വന്നു. തമാശയല്ല, വളരെ വിഷമമുള്ള വാർത്തയാണ് ഇതൊക്കെ. ഇത് വായിച്ചിട്ട് ഞാൻ ഒരുപാട് നേരം ചിന്തിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ബസ്സിൽ ഇത്ര 30ഓളം ആളുകൾ ബസ്സിലുണ്ടായിട്ട് ഒരാൾ പോലും ഈ അധ്യാപകന്റെ ഈ മുഫത്തിഷിന്റെ കൂടെ നിന്നിട്ട് അയാൾക്ക് അനുകൂലമായി സംസാരിക്കാനുണ്ട്. അയാളെ പുറത്താക്കിയത് എനിക്ക് വിഷമമില്ല. കാരണം അങ്ങനെയുള്ള ക്രിമിനലായ ഒരുപാട് കണ്ടക്ടർമാരുണ്ടാകും, ക്രിമിനൽ സ്വഭാവമുള്ള ആളുകൾ ഉണ്ടാകും. എല്ലാവരും ക്രിമിനലായി പോയാലോ, എല്ലാവരും പോത്തുകളായാലോ? 30 ചില്ലാനം ആളുകൾ ഉണ്ടായിട്ട് ഒരാൾ പോലും ശ്രദ്ധിച്ചില്ല. യാ അല്ലാഹ്. ജുനൈദ് എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു ഹാഫിളായ ചെറുപ്പക്കാരനെ പരിശുദ്ധമായ റമദാനിൽ ട്രെയിനിൽ വെച്ചിട്ട് കൊല ചെയ്യുമ്പോൾ ആ ട്രെയിനിൽ ബോഗിയിലുള്ള ആളുകളൊക്കെ നോക്കി നിന്നു. ഒരാൾ പോലും തടയാൻ നിന്നില്ല. ഒരാൾ പോലും ചെറുത്തില്ല. അവർക്കെതിരെ ഒന്ന് ശബ്ദിക്കാനോ അവരൊന്ന് തടയാനോ ഈ ചെറുപ്പക്കാരൻ രക്ഷപ്പെടുത്താനോ ഒരാൾ പോലും ഉണ്ടായില്ല. കാസർഗോഡ് ജില്ലയിൽ കറന്തക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് അടുത്ത് റമദാനിൽ ഒരു ചെറുപ്പക്കാരനെ കാറിൽ വന്ന 4-5 ആളുകൾ കാറിൽ നിന്ന് വാളൂരി വെട്ടാൻ നോക്കി. പക്ഷെ എന്തോ ആ ചെറുപ്പക്കാരന്റെ കഴിവ് കൊണ്ട് വാള് കയ്യിൽ പിടിച്ചു. വെട്ടാൻ വന്നവന്റെ വാൾ കയ്യിൽ പിടിച്ചു. എന്നിട്ട് വാള് കയ്യിൽ കിട്ടി. വെട്ടാൻ വന്ന ആളുകൾ പേടിയായി വാളോങ്ങി ആ 4 ആളുകളെയും ചെറുത്തു നിന്നു. ഈ വാള് കൊണ്ട് ഇവരെ തടഞ്ഞു. പക്ഷേ നോക്കി നിൽക്കുന്ന അപ്പുറത്തുള്ള ഈ ഷോപ്പുകാർ ചുറ്റുവട്ടത്തുള്ള ആളുകളിൽ ഒരാൾ പോലും ഈ സഹോദരൻ രക്ഷപ്പെടുത്താൻ കടന്നു വന്നില്ല. ഈ ഊരിപ്പിടിച്ച വാളുമായി ഇവർക്കെതിരെ ചൂണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി. എന്നിട്ടാണ് ചെറുപ്പക്കാരൻ രക്ഷപ്പെട്ടത്. ഈ റമദാനിൽ പോത്തുകളായി മനുഷ്യന്മാർ മാറി. പരസ്പരം സഹായമോ സഹകരണമോ ഇല്ലാതെ ഇങ്ങനെ ജീവിച്ചിട്ട് എന്താ കാര്യം? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ട ആളുകളല്ലേ. അതുകൊണ്ട് എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ആളുകളോടും, ഈ തീവ്രവാദികളോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റൊരു വിഷയമാണ്, കുറെ കാലം ഇത് നീണ്ടു നിൽക്കൂല. ഇതിനൊക്കെ ഒരു എൻഡുണ്ട്, ഇതിനൊക്കെ ഒരു അന്ത്യമുണ്ട്. നമ്മള് കുറച്ചു കാലം അഹങ്കരിക്കും, അവരല്ലാഹു പിടിച്ചു കിട്ടും. പിന്നെ അവര് അടിമകളായി മുമ്പത്തേതിനേക്കാളും പ്രയാസത്തോടെ ജീവിക്കേണ്ടി വരും.
മാന്യമായ രീതിയിൽ ജീവിക്കണം. അതിന് നമ്മളും നല്ല മാന്യതയോടെ ജീവിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോൾ നിങ്ങൾ സകാത്ത് കൊടുക്കണം. റസൂലിന്റെ പാത നിങ്ങൾ പിൻപറ്റണം. നബി തങ്ങളുടെ പാത പിൻപറ്റണം. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഒരു അറാബി വന്നിട്ട് നബി തങ്ങളുടെ ആ തലയിലുണ്ടായിരുന്ന ഷാൾ ഒരു വലിച്ചു. നബി തങ്ങൾ ഇങ്ങനെ തിരിഞ്ഞു പോയി എന്ന് മാത്രമല്ല, നബി തങ്ങളുടെ ഷോൾഡറിൽ പാട് വന്നു. ഉണ്ടാവൂലേ, നല്ല പരുപരുത്ത ഒരു വസ്തു ഇങ്ങനെ വരിച്ചാൽ ഇവിടെ ഒരു പാടുണ്ടാവൂലേ, ആ പാട് വന്നു. നബി തങ്ങൾ ദേഷ്യപ്പെട്ടില്ല, ചിരിച്ചു. നബി തങ്ങളോട് അറാബി പറഞ്ഞു, നിങ്ങൾക്ക് അല്ലാഹു തന്ന സമ്പത്തിൽ നിന്ന് എനിക്ക് കാശ് കൊണ്ടാണ്. അറാബി കാട്ടറബിയാണ്. അല്ലാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്ന് നിങ്ങൾ എനിക്ക് തരണം. നബി തങ്ങൾ സഹാബിമാരോട് പറഞ്ഞു, ഇയാൾക്ക് ഇയാളുടെ ആവശ്യം കൊടുക്കണമെന്ന്. എന്താണോ ഇയാൾക്ക് ആവശ്യമുള്ളത് അത് കൊടുക്കണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. എന്റെ ഷോൾഡറിൽ വലിച്ചിട്ട് ഷോൾഡറിൽ പരിക്കുണ്ടായി. അത് അല്ലാഹുവിന്റെ ഹബീബ് നോക്കിയില്ല. അല്ലാഹുവിന്റെ ഹബീബ് അത് നോക്കിയില്ല. നബി തങ്ങൾ അയാളെ വിട്ടുകൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞൊരു ചരിത്രമുണ്ട്, അത് പൂർത്തിയായിട്ടില്ല. മഹാനായ ഉസൈദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ ഹബീബിനെ എങ്ങനെയെങ്കിലും വധിക്കണമെന്ന് തക്കം പാർത്തിരിക്കുന്ന ഒരാളാണ്. അയാളാണ് പറഞ്ഞത്, എന്റെ കടങ്ങൾ ബാക്കിയില്ലായിരുന്നെങ്കിൽ, എന്റെ മക്കളെ കുറിച്ച് എനിക്ക് പേടിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്തു ചെയ്യുമായിരുന്നു? മുഹമ്മദിന്റെ തലവെട്ടുമായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇയാളോട് പറഞ്ഞത്, നിന്റെ മക്കളെ ഞാൻ നോക്കാം, നിന്റെ കടങ്ങളെ ഞാൻ വീട്ടിക്കോളാം, നീ മുഹമ്മദിന്റെ തലയെടുത്തുവാ എന്ന് പറഞ്ഞേക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോവാൻ ഊരിപ്പിടിച്ച വാൾ, ആ വാൾ എന്ത് ചെയ്തു? വിഷത്തിൽ മുക്കി. കാരണം എന്തിനാണ് ഈ വിഷത്തിൽ മുക്കുന്നത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ വെട്ടിയ ആ കടാരയുണ്ടല്ലോ, 3-6 മാസത്തോളം വിഷത്തിൽ മുക്കി വെച്ച കടാരയായിരുന്നു അത്. ഉമർ റളിയല്ലാഹു അൻഹുവിനെ വെട്ടിയ ആ കടാര സുബഹി നിസ്കാരത്തിന്റെ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന്റെ തലേ ദിവസം ഇശാ നിസ്കാരം കഴിഞ്ഞ് പള്ളിയിൽ വെച്ച് ദുആ ചെയ്യുന്നത് മഹാനായ അലി തങ്ങൾ കണ്ടിട്ടുണ്ട്. ഉമർ തങ്ങളുടെ ദുആ ഇങ്ങനെയായിരുന്നു, അല്ലാഹുവേ എന്റെ ശരീരം ക്ഷയിക്കാൻ തുടങ്ങി റബ്ബേ, എന്റെ കയ്യിൽ നിന്ന് അധികാരവും ഭരണവും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ എന്റെ ശക്തി നശിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഖൈറാണെങ്കിൽ എന്നെ പിടിക്കണേ എന്നുള്ള പ്രാർത്ഥന മഹാനായ ഉമർ തങ്ങൾ പള്ളിയിൽ വെച്ച് ദുആ ചെയ്യുന്നത് മഹാനായ അലി തങ്ങൾ കണ്ടിട്ടുണ്ട്. പിറ്റേ ദിവസം സുബഹി നിസ്കരിക്കുമ്പോഴാണ് അബ്ദുറഹ്മാൻ അബൂ ലുഅ്ലു എന്ന് പറയുന്ന കിങ്കരനായ ധിക്കാരി മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിലേക്ക് ആഞ്ഞാഞ്ഞു വെട്ടുന്നത്. 3-6 തവണയാണ് ശരീരത്തിലേക്ക് വെട്ടിയത്. വെട്ടുകൊണ്ടല്ല മരിക്കുന്നത്, ആ വാളിൽ മുക്കി വെച്ചിരിക്കുന്ന വിഷം ശരീരത്തിന്റെ രക്തങ്ങളിലേക്ക്, ധമനികളിലേക്ക്, ഞരമ്പുകളിലേക്ക് കയറി അങ്ങനെയാണ് മരിച്ചു പോകുന്നത്. അപ്പൊ എന്തിനാണ് ഈ വാള് വിഷത്തിൽ മുക്കുന്നത്? ഒരു പക്ഷെ വെട്ടിയാൽ മരിച്ചു കൊള്ളണമെന്നില്ല, അല്ലെ? വെട്ടിയാലൊക്കെ മരിക്കുന്നുണ്ടോ? വെട്ടിയ ആളുകളൊക്കെ മരിക്കുന്നില്ലല്ലോ. ഒരു പക്ഷെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സുഖം പ്രാപിച്ചേക്കാം. പക്ഷെ വിഷത്തിൽ മുക്കിയാലോ, എങ്ങാനും ഒരു വെട്ടുകൊണ്ടാൽ ആ വിഷം രക്തത്തിലേക്ക് കയറി ഓൺ ദി സ്പോട്ട് മരിച്ചു പോകും. അതിനാണ് വിഷം മുക്കുന്നത്. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെയും വെട്ടിക്കൊന്നതാണ്. ആ വാള് 18ഓളം തവണ വിഷത്തിൽ മുക്കിയ, 18 വിഷങ്ങളിൽ മുക്കിയ വാളായിരുന്നു അത്. അബ്ദുറഹ്മാൻ ഇബ്നു മുൽജം മഹാനായ അലി തങ്ങളെ വെട്ടിയത് വിഷത്തിൽ മുക്കിയ കടാര കൊണ്ടാണ്. ഇതേപോലെ നബി തങ്ങൾ വെട്ടാൻ വേണ്ടി പോകുമ്പോ വിഷത്തിൽ മുക്കി കടാര. എന്തിന്? എങ്ങാനും സ്വഹാബാക്കളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വെട്ടി കഴുത്തെറുത്ത് കൊല്ലാനൊന്നും പറ്റിക്കൊള്ളണമെന്നില്ല. ഒന്ന് വെട്ടിയാ മതി, അതിന്റെ വിഷമേറ്റിട്ടെങ്കിലും മരിക്കുമല്ലോ എന്ന പ്രതീക്ഷയോടെ വിഷത്തിൽ മുക്കി. എന്നിട്ട് ആരും കാണാതെ പിറകുവശത്ത് ഒളിപ്പിച്ചു മദീനയിലെത്തി. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് കടന്നു വരുന്നത് കണ്ടപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചാടി ഇറങ്ങി ആ ഉസൈദിനെ പിടിക്കുകയും ബന്ദിയാക്കുകയും കൈയും കാലും കെട്ടി അല്ലാഹുവിന്റെ ഹബീബിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നു. നബി തങ്ങളുടെ മുന്നിലേക്ക് വന്നു. ഉമറിനോട് നബി തങ്ങൾ പറഞ്ഞു, ഉമറേ കട്ടക്കൈക്ക് ഉമർ നിങ്ങൾ കെട്ടയച്ചു. ഉമറിനോട് പറഞ്ഞു, ഉസൈദേ ഇങ്ങോട്ട് ഒതുനു മിന്നി, ഇങ്ങോട്ട് വാ. ഉമർ റളിയല്ലാഹു പോവാൻ പറഞ്ഞു. എന്തിനാ വന്നത്? പറഞ്ഞു, മുഹമ്മദേ എന്റെ മകനെ നിങ്ങൾ ബന്ദിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ മകനെ നിങ്ങൾ വിട്ടുതരണം. അതിനുള്ള ഫിദിയ, അതിനുള്ള ക്യാഷുമായിട്ട് ഞാൻ വന്നതാണ്. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, ഓക്കെ, പക്ഷേ മകനെ രക്ഷപ്പെടുത്താനും ഫിദിയ നൽകി കൊണ്ടുപോകാനും വന്നതാണെങ്കിൽ എന്തിനാണ് താങ്കളുടെ പിറകവശത്ത് ഒരു വാൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അപ്പൊ പറഞ്ഞു, മുഹമ്മദേ ഈ വാൾ ഞങ്ങൾക്ക് ബദർ യുദ്ധത്തിൽ ഉണ്ടായിരുന്നല്ലോ,
ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിലും വാളുണ്ടായിട്ടില്ല, എന്നിട്ട് ഞങ്ങൾ ബദർ യുദ്ധത്തിൽ വിജയിച്ചിട്ടുണ്ടോ? ആയിരക്കണക്കിന് ആളുകളുടെ കയ്യിൽ 1000 ചില്ലാനും വാളുകൾ ഉണ്ടായി. ഈ വാള് കൊണ്ട് ബദറിൽ ഞങ്ങൾക്ക് വല്ല ഉപകാരം ഉണ്ടായോ? വാള് ഞാൻ വെറുതെ വെച്ചതാണ് എന്ന് നബി തങ്ങളോട് പറഞ്ഞു. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുന്നത്, സയ്യിദേ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് കടന്നു വരുമ്പോ സഫ്വാൻ ഇബ്നു ഉമയ്യ എന്ന് പറയുന്ന സഹോദരനുമായിട്ട് ഒരു ചർച്ച നടന്നിട്ടുണ്ടോ സയ്യിദേ? എന്റെ മക്കളില്ലായിരുന്നുവെങ്കിൽ, എന്റെ കടങ്ങളില്ലായിരുന്നുവെങ്കിൽ മുഹമ്മദിനെ ഞാൻ വെട്ടി നുറുക്കുമായിരുന്നു എന്ന ചർച്ച ഉസൈദേ നീ സുഫിയാനുമായി നടത്തിയിട്ടില്ലേ? ഇത് കേൾക്കുമ്പോഴേക്കും ഉസൈദ് എന്ന് പറയുന്ന ശത്രു തന്റെ കസേരയിൽ നിന്ന് ഉണരുകയും എണീക്കുകയും എന്നിട്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു. കാരണം ഞാനും സഫ്വാനും മാത്രം നടന്ന ഒരു ചർച്ച എങ്ങനെയാണ് അങ്ങേക്കറിഞ്ഞത്? മക്കയിൽ വെച്ച് നടന്ന ചർച്ച ഞാനും സഫ്വാനും അല്ലാതെ വേറെ ഒരാൾ കേട്ടിട്ടില്ല, വേറെ ഒരാൾ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് അറിഞ്ഞത്? നിങ്ങളൊരു പ്രവാചകനായത് കൊണ്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു സയ്യിദ് ഇബ്നു ഉമയ്യ. സയ്യിദ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വഭാവമാണിതൊക്കെ. ഈ ഒരു രീതിയിലാണ് അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സഹോദരിമാരെ നിങ്ങൾ കേൾക്കേണ്ടതുണ്ട്, അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതുപോലെ അനുസരിക്കാനാണ് പറയുന്നത്. വഅതീഉല്ലാഹ വഅതീഉർ റസൂൽ, റസൂൽ പറഞ്ഞതുപോലെ അനുസരിക്കണമെന്നാണ് അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഖുർആൻ പറയുന്നത്. നബി തങ്ങൾ പറഞ്ഞതുപോലെ കേൾക്കണം. ഒരു സഹാബി വിരൂപിയാണ്, കാണാൻ തീരെ സൗന്ദര്യമില്ലാതെ, കണ്ടാൽ തന്നെ വെറുത്തു പോകുന്ന രീതിയിലുള്ള ഒരു സഹാബി. അങ്ങനെ ഉണ്ടാവൂല, ചില ആളെ കാണുമ്പോൾ തന്നെ പേടിയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മക്കളൊക്കെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ പറയും, ഇന്ന് ആചാര്യ വരുവേ, വേഗം ഭക്ഷണം കഴിച്ചോളണം പറയില്ലേ? എന്തെങ്കിലും കാണുമ്പോൾ പേടിയാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ലോണം കറുത്ത് പ്രേതത്തെ പോലെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവൂലേ? ബ്ലാക്ക് മാൻ, നാട്ടിൽ ബ്ലാക്ക് മാൻ ഇറങ്ങിയോ? ഇല്ല, ഇവിടെ ഉണ്ടായിട്ടില്ല ബ്ലാക്ക് മാൻ ഒന്നും ഇല്ലേ? നാട്ടിലൊക്കെ ഒരു കാലത്ത് സജീവമായിരുന്നു ബ്ലാക്ക് മാൻ. ഇവിടെ ഉണ്ടാകുന്ന എനിക്കറിയില്ല, 2 വർഷം മുമ്പെന്നാണ് എനിക്ക് തോന്നുന്നുണ്ട്. ഇവിടുന്ന് പുറത്തിറങ്ങിയാൽ അതൊക്കെ ഈ ആപ്പുകൾ, ചില ആപ്ലിക്കേഷനുകളിൽ നമ്മൾക്ക് എങ്ങനെയുള്ള കോല ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു കോല ഉണ്ടാക്കിയിട്ട് വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കാൻ ബ്ലാക്ക് മാൻ ഇറങ്ങിയിട്ടുണ്ട്, സൂക്ഷിക്കണം. അപ്പൊ പിന്നെ പെണ്ണുങ്ങൾക്ക് ടോയ്ലറ്റിൽ പോകാനും വേണ്ടി എവിടെങ്കിലും എന്തെങ്കിലും അനങ്ങുന്ന കണ്ട പഠിച്ചത് ബ്ലാക്ക് മാൻ തന്നെ. ഏതെങ്കിലും ഒരു പെണ്ണ് വേല കേൾക്കുമ്പോയിരിക്കും, യാ അല്ലാഹ് അവിടെ ബ്ലാക്ക് മാൻ. ഇങ്ങനെയൊക്കെയാണ്. അപ്പോ ومن يشاقق الرسول من بعد ما تبين له الهدى ويتبع غير سبيل المؤمنين نوله ما تولى ونصله جهنم وساءت مصيرا. അല്ലാഹുവിന്റെ ഹബീബും അല്ലാഹും പറഞ്ഞതുപോലെ അനുസരിക്കണം. അഥവാ നബി തങ്ങളുടെ സ്വഹാബാക്കളിൽ ജുലൈബീബ് എന്ന് പറയുന്ന ഒരു സ്വഹാബി വിരൂപനാണ്, കാണാൻ തീരെ സൗന്ദര്യമില്ലാതെ, ആളുകൾ കണ്ടാൽ തന്നെ പേടിച്ചു പോകുന്ന ഒരു സഹോദരൻ. ആ സഹോദരൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ നബി തങ്ങൾ അയാളോട് ചോദിച്ചു, കല്യാണം കഴിക്കണ്ടേ, വിവാഹം കഴിക്കണ്ടേ ജുലൈബീബേ? അപ്പൊ ജുലൈബീബ് പറഞ്ഞു, നബിയെ കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് ആരെ പെണ്ണുതരാ? എന്നെ കണ്ട പെണ്ണെന്നെ പൊടിക്കൂലേ? അല്ലല്ല, ഞാൻ നിനക്ക് പെണ്ണ് സെറ്റ് ചെയ്ത് തരാം. നബി തങ്ങൾ എന്ത് ചെയ്തു എന്നറിയോ? നാട്ടിലുള്ള ഏറ്റവും സുന്ദരിയായ ഒരു പെണ്ണിന്റെ പിതാവിനെ കണ്ടപ്പോ, നിങ്ങളുടെ മകളെ ജുലൈബീബിന് കല്യാണം കഴിച്ചു കൊടുക്കല്ലേ എന്ന് ചോദിച്ചു. യാ അല്ലാഹ്, ജുലൈബീബോ? നബിയെ വേറെ ആരും കണ്ടിട്ടില്ലേ? മല്ല നബി തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നബി തങ്ങളോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഭാര്യയോടൊന്ന് ചോദിച്ചിട്ട് വരാം. അല്ല, ഇപ്പൊ നബി തങ്ങളോട് പറ്റൂലെന്ന് പറയാൻ പറ്റൂലല്ലോ, ഞാൻ എൻ്റെ ഭാര്യയോടൊന്ന് ചോദിച്ചിട്ട് വരാം. അങ്ങനെ വീട്ടിലേക്ക് എത്തി, ഭാര്യയോട് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുലൈബീബിനെയാണ് നമ്മുടെ മകൾക്ക് പുതിയാപ്പിളയായി കണ്ടെത്തിയിരിക്കുന്നത്. നമ്മുടെ ഈ സുന്ദരിയായ മകൾ നല്ല തറവാടുള്ള കുടുംബമാണ്. ഈ മകൾക്ക് പുതിയാപ്പിളയായി വരനായി അല്ലാഹുവിന്റെ ഹബീബ് ജുലൈബീബിനെ കാണിച്ചു തന്നിട്ടുണ്ട്. ഞാൻ നബി തങ്ങളോട് പറഞ്ഞു, എന്റെ ഭാര്യയുടെ അഭിപ്രായം ചോദിച്ചിട്ട് പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ട് വന്നതാണ്, എന്താണ് ചെയ്യുക? ഭാര്യ ചോദിച്ചു, ജുലൈബീബോ? ഞാൻ സമ്മതിക്കൂല, ജുലൈബീബ് വേണ്ട. ഒരുപാട് നേരം ചർച്ച ചെയ്തിട്ട് ഭർത്താവിനെ നബി തങ്ങളുടെ സമീപത്തേക്ക് പറഞ്ഞേക്കാണ്. ജുലൈബീബല്ലാത്ത ആരെ പറഞ്ഞേച്ചാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല നബിയെ എന്ന് പറഞ്ഞ് ഭർത്താവ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അകത്തളങ്ങളിൽ നിന്ന് മകൾ വിളിക്കുന്നത്, ഉപ്പ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്?
ഉപ്പാ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? ഉമ്മ നിങ്ങൾ എന്താണ് ഈ ചർച്ച ചെയ്തത്? അപ്പൊ പറഞ്ഞു, നിനക്കൊരു പുതിയാപ്പിള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. ആരാണ് ഉപ്പാ അത്? അത് വിരൂപിയായ, കാണാൻ ചുറുക്കില്ലാത്ത, സുന്ദരനല്ലാത്ത, കാണാൻ തന്നെ പേടി തോന്നുന്ന ജുലൈബീബാണ്. മുഹമ്മദ് നബി പറഞ്ഞതാണോ? അതെ. നബി പറഞ്ഞാൽ അത് മതി, എനിക്ക് വേറൊരു പുതിയാപ്പിളയും വേണ്ട. നബി പറഞ്ഞാൽ എനിക്കത് മതിയുമ്മ. നബി തങ്ങളുടെ കൽപ്പനയെ ധിക്കരിക്കരുത്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൽപ്പനയെ ധിക്കരിക്കരുതുമ്മ, എനിക്കത് മതി എന്ന് പറഞ്ഞിട്ട് പെണ്ണ് കിടന്നവരെയാണ്. അങ്ങനെ ജുലൈബീബിനെ ആ ഒരു വീട്ടുകാരെ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും തന്റെ ഭാര്യയുടെ കൂടെ ജീവിക്കാൻ ആ ജുലൈബീബിന് അവസരമുണ്ടായില്ല. അപ്പോഴേക്കും ഒരു യുദ്ധത്തിന്റെ സന്നാഹമുണ്ടായി. യുദ്ധത്തിൽ വെച്ച് ജുലൈബീബ് ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മയ്യിത്തുകൾ ഇങ്ങനെ തെരഞ്ഞു നോക്കുകയാണ്, ആരെയാണ് തെരയുന്നത്? അപ്പോഴാണ് നബി തങ്ങൾ പറഞ്ഞത്, ജുലൈബീബിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നോക്കുമ്പോൾ ജുലൈബീബ് രക്തത്തിൽ കുളിച്ച് കിടന്നുറങ്ങുകയാണ്. രക്തത്തിൽ കുളിച്ചിട്ട് ഷഹീദായി കിടക്കുന്നുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജുലൈബീബിന്റെ മറമാടുന്ന സമയത്ത് കാലിങ്ങനെ കുത്തിവെച്ച് നടക്കുന്നത്. അപ്പോഴാണ് എന്താണ് കാരണമെന്ന് സഹാബാക്കൾ ചോദിച്ചത്. സഹാബാക്കളോട് പറഞ്ഞു, ജുലൈബീബിനെ മറമാടാൻ വേണ്ടി നിങ്ങൾ ഖബറിലേക്ക് കൊണ്ടുവന്ന കഫൻ മുടയിൽ വെച്ച് താഴേക്ക് വെച്ചപ്പോ സ്വർഗ്ഗീയ അപ്സരസുകളായ ഹൂർലീങ്ങൾ വന്നിട്ട് മത്സരിക്കുകയാണ്. ഹൂർലീങ്ങളും മലായികീങ്ങളുടെ സാന്നിധ്യം എത്രയും പെട്ടെന്ന് നിമിത്തങ്ങൾ ഇങ്ങനെ ഖബറിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് സഹാബാക്കൾ ചോദിച്ചത്, എന്തിനാണ് നിങ്ങൾ വേഗം ഖബറിൽ നിന്ന് മാറിയത് എന്ന്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ ഖബറാളിയായ ജുലൈബീബിന്റെ കഫൻ പടയെടുത്തിട്ട് ഹൂർലീങ്ങൾ മത്സരിക്കുകയാണ് അദ്ദേഹത്തെ ഒന്ന് ചുംബിക്കാൻ, അദ്ദേഹത്തിന്റെ കൂടെ വന്ന് സമയം ചെലവഴിക്കാൻ. ആ ഹൂർലീങ്ങളെ കണ്ടപ്പോഴാണ് ഞാൻ മാറി നിന്നത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ ജുലൈബീബിന് പെണ്ണായി, എന്നാ ഈ പെണ്ണിന് ബുദ്ധിമുട്ടായില്ല. നോക്കണം, നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഒരു ദിവസം പോലും കൂടെ ജീവിച്ചില്ല. അതിനു മുമ്പ് ഒരു യുദ്ധം വന്നു, മൂപ്പര് മരിച്ചു, ഷഹീദായി. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ വഴിയാണ് നമ്മൾ പിൻപറ്റേണ്ടത്. അള്ളാഹുവിന്റെ റസൂലിനോട് ധിക്കരിക്കുന്നവർ, എതിര് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇസ്ലാം ദീൻ എന്താണെന്ന് വ്യക്തമായ ശേഷം അള്ളാഹുവിന്റെ ഹബീബിനെതിരെ ധിക്കാരം കാണിക്കുന്നവർ. നോക്കണം, സത്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞതവാ മുസ്ലിം ആവാൻ ഭാഗ്യം ലഭിച്ചതിനു ശേഷം അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞതിനെതിരായി പ്രവർത്തിച്ചാൽ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത മാർഗം പിൻപറ്റിയാൽ, അഥവാ മുഅ്മിനീങ്ങൾ ഉപ്പയുടെ സാന്നിധ്യത്തിൽ, രക്ഷിതാവിന്റെ സാന്നിധ്യത്തിൽ അവിടെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആ ഒരു കല്യാണത്തിന് പകരം രജിസ്റ്റർ മാരേജ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത വഴിയെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവരെ ഞാൻ കൊണ്ടുപോകുന്നത് ശക്തമായ ചൂടുള്ള നരകത്തിലേക്കാണ്. ജഹന്നം, നരകത്തിലിട്ട് ഞാൻ അവരെ പൊരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ആ നരകം ഭയാനകമാണ്, നരകം അസഹനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരുന്നുണ്ട്. ജിബ്രീലിന്റെ മുഖം തന്നെ വാടിയിട്ടുണ്ട്, ജിബ്രീലിന്റെ രൂപം തന്നെ മാറിയിട്ടുണ്ട്. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് ജിബ്രീലിനോട് ചോദിക്കുന്നത്, എന്തേ മാലി അറാക മുതഗയ്യിറൻ ലൗനി, ആകെ നിറം തന്നെ മാറിയിട്ടുണ്ടല്ലോ, എന്തേ കാരണമെന്ന് ജിബ്രീലിനോട് അല്ലാഹുവിന്റെ ഹബീബ് ചോദിക്കുമ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബിനോട് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നത്, യാ റസൂലല്ലാഹ്
നരകം കണ്ടിട്ടാണ് ഞാൻ വരുന്നത്. ഇന്ന ജഹന്നമ ഹഖ്ഖുൻ, നരകമുണ്ട് നബിയേ, നരകമുണ്ട് നബിയേ. വഅന്നന്നാറ ഹഖ്ഖുൻ, നരകമുണ്ട് നബിയേ, തീയുണ്ട് നബിയേ. വഅന്ന അദാബൽ ഖബ്രി ഹഖ്ഖുൻ, ഖബ്റിലെ അദാബുണ്ട് നബിയേ. വഅന്ന അദാബല്ലാഹി അക്ബർ, അല്ലാഹുവിന്റെ ശിക്ഷ സഹനീയമാണ്, സഹിക്കാൻ പറ്റാത്തതാണെന്ന് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് സുഫ്ലി ജഹന്നം, നരകം എന്താണെന്ന് പറഞ്ഞു തരൂ ജിബ്രീലേ, നരകത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു തരൂ ജിബ്രീലേ. അപ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുന്നത്. കേൾക്കണേ സഹോദരിമാരെ, ഒരു നിമിഷത്തെ സുഖത്തിന് വേണ്ടി ദീനിനെയും മാതാപിതാക്കളെയും കുടുംബത്തെയും വലിച്ചെറിഞ്ഞു പോകുന്ന എല്ലാ പെൺകുട്ടികളും ചെറുപ്പക്കാരും എല്ലാവരും ശ്രദ്ധിക്കണം. എന്താണ് ഈ നരകമെന്ന് പറഞ്ഞാൽ, ഇന്നല്ലാഹ തആല ലമ്മാ ഖലഖ ജഹന്നമ, അല്ലാഹു തആല നരകത്തെ സൃഷ്ടിച്ചപ്പോ ഔഖദ അലൈഹാ അൽഫ സന, 1000 വർഷമാണ് നരകത്തെ കത്തിച്ചത്. 1000 വർഷം നിരന്തരമായി നരകത്തെ കത്തിക്കുകയുണ്ടായി. അപ്പോഴേക്കും നരകത്തിന്റെ കളറ് ചുവപ്പ് കളറായി മാറി. ഫഹ്മറത്ത്, നരകത്തിന്റെ കളറ് ചുവപ്പായി മാറി. സുമ്മ ഔഖദ അലൈഹാ അൽഫ സന, പിന്നെ വീണ്ടും 1000 വർഷം നരകത്തെ കത്തിക്കുകയുണ്ടായി. ഹത്ത ബിയല്ലദ്, എന്നിട്ട് ആ ചുവപ്പ് നിറം മാറി നരകത്തിന്റെ നിറം വെളുപ്പായി മാറി. സുമ്മ ഔഖദ അലൈഹാ അൽഫ സന, വീണ്ടും 1000 വർഷം നരകത്തെ കത്തിക്കുകയുണ്ടായി. ഹത്ത സുവദ്ദത്, നരകത്തിന്റെ നിറം തന്നെ കറുപ്പായി മാറി. ഇന്ന് നരകത്തിന്റെ നിറം കറുപ്പാണ്. ഇന്ന് നരകത്തിന്റെ തീയിന്റെ നിറം കറുപ്പാണ്. എന്താണ് നരകത്തിന്റെ തീ എന്നറിയോ? ഇവിടത്തെ തീയിന്റെ 70 ഇരട്ടിയാണ് നരകത്തിന്റെ തീയ്. ഇവിടത്തെ തീയിന്റെ 70 ഇരട്ടിയാണ്. ഇവിടത്തെ തീ പോലും സഹിക്കാൻ കഴിയാതെ പത്തിരി ചുടുമ്പോഴെങ്ങാനും കയ്യിലേക്ക് തീ കൊണ്ടുപോയാൽ, ചൂടുള്ള വെള്ളം കുടിച്ചു പോയാൽ അസഹനീയമായ വേദന കൊണ്ട് പൊളയാറുണ്ടല്ലോ സഹോദരിമാരെ, സഹിക്കാൻ കഴിയാതെ പടക്കാറുണ്ടല്ലോ സഹോദരിമാരെ. ഇവിടുത്തെ തീയിനേക്കാളും 70ഓളം ഇരട്ടി ശക്തിയുള്ള നരകത്തിന്റെ തീയ് 1000 വർഷക്കാലം അല്ലാഹു കത്തിച്ചിട്ടാണ് ചുവപ്പ് കളറാക്കിയത്. വീണ്ടും 1000 വർഷം കത്തിച്ചിട്ടാണ് അത് വെള്ളക്കളറായത്. വീണ്ടും 1000 വർഷം കത്തിച്ചിട്ടാണ് അതിന്റെ നിറം തന്നെ കാണാൻ പോലും കഴിയാത്ത രീതിയിൽ ഒരു വലിയൊരു ഇരുട്ടറയെ പോലെ കറുത്ത ഒരു നരകമായി മാറി. ഫഹിയ സൗദാ, അത് കറുത്തിരുണ്ട ലോകമാണ്. അതിന്റെ തീപ്പൊരികൾ ഒരിക്കലും കെട്ടുപോകൂല. വല്ലദീ ബഅസക ബിൽ ഹഖ്, നബിയേ അല്ലാഹുവാണ് സത്യം. ആ നരകക്കാരന്റെ കുപ്പായമെങ്ങാനും, ആ നരകക്കാരന്റെ കുപ്പായമെങ്ങാനും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിൽ കെട്ടിയിട്ടാൽ ലമാത അഹ്ലുൽ അർളി മിൻ നത്നിയാ, ആ കുപ്പായത്തിന്റെ ദുർഗന്ധം കാരണം ഭൂമിയിലുള്ള സകല ചരാചരങ്ങളും ചത്തുപോകുമെന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്നുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനോട് വിശദീകരിക്കുകയാണ് നരകത്തിന്റെ ഓരോ കാര്യങ്ങളും. ലികുല്ലി ബാബിൻ മിൻഹും മഖ്സൂമുൻ മിനൽ റിജാലി വൻ നിസാ, 7 വാതിലുകളാണ്, 7 തട്ടുകളാണ് നരകത്തിനുള്ള. 70 തട്ടുകളാണുള്ളത്. 7 വാതിലാണ് നരകത്തിനുള്ളത്. 7 വാതിലാണ് നരകത്തിനുള്ളത്. 7 നരകമാണുള്ളത്. നരകം 7 എണ്ണമാണ്. നരകത്തിന്റെ പേര് 7 എണ്ണമാണ്. 7 പേരും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നരകത്തിന്റെ 7 പേരും പറഞ്ഞു തന്നിട്ടുണ്ട്. ഏതൊക്കെയാണ് 7 പേരെന്നറിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഫഅസ്ഫലുഹാ ജഹന്നം, നരകത്തിന്റെ ഏറ്റവും താഴെ തട്ട് ജഹന്നമാണ്. നരകത്തിന്റെ ഏറ്റവും താഴെ തട്ട് ജഹന്നമാണ്. രണ്ടാമത്തെ തട്ട് ഹുതമ, ഹുതമ എന്ന പേരിലാണ്. മൂന്നാമത്തെ തട്ടിന്റെ പേര് സഖർ എന്നാണ്. നാലാമത്തെ തട്ടിന്റെ പേര് ജഹീം എന്നാണ്. അഞ്ചാമത്തെ തട്ടിന്റെ പേര് ലളാ എന്നാണ്. ആറാമത്തെ തട്ടിന്റെ പേര് സഈർ എന്നാണ്. ഏഴാമത്തെ തട്ടിന്റെ പേര് ഹാവിയ എന്നാണ്. ആ ജഹന്നം എന്ന നരകമാണ്. ഈ അല്ലാഹുവിന്റെ ദീന് മനസ്സിലാക്കിയ ശേഷം അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ഒളിച്ചോടി പോകുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് അല്ലാഹു നൽകുന്നത് ജഹന്നം എന്ന നരകമാണ്. ഏറ്റവും ശക്തമായ, ഏറ്റവും വേദനാജനകമായ, ഭയാനകമായ നരകമാണ് ജഹന്നം എന്ന് പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് ധിക്കാരം കാണിച്ചാൽ, മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, സത്യം മനസ്സിലായ ശേഷം വയത്തബിഅ ഗൈറ സബീലിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടേതല്ലാത്ത പാത അവർ പിൻപറ്റിയാൽ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം, ഏറ്റവും ശക്തമായ ജഹന്നം എന്ന നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. രണ്ടാമത്തെ നരകത്തിന്റെ പേരാണ് ഹുതമ എന്ന്. അത്
അതെ സൂറത്തുൽ ഹുമസയിൽ പറയുന്നുണ്ട് വമാ അദ്റാക മൽ ഹുതമ. ഹുതമ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? കല്ലാ ലയുംബദന്ന ഫിൽ ഹുതമ. ഹുതമ എന്ന് പറയുന്ന നരകത്തിലേക്ക് ഞാൻ നിങ്ങളെ വലിച്ചെറിയുക തന്നെ ചെയ്യും. ആരെ എന്നറിയോ? വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ويل لكل همزة لمزة الذي جمع مالا وعددا. ഇത് പറയുന്ന നമീമത്ത് പറയുന്ന ആളുകളെ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ, ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയിട്ട് കൃഷിക്ക് വെക്കുകയാണ്. യഹ്സബു അന്ന മാലഹു അഖ്ലദ, എന്റെ സമ്പാദ്യം ശാശ്വതമാണ് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഇതെന്റെ കഴിവ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയത് എന്ന് ചിന്തിക്കുന്ന ആളുണ്ട്. ഇതിന്റെ മരണം വരെ ഉണ്ടാകുമെന്ന് ചിന്തിക്കുന്ന ആളുണ്ട്. വേണ്ട സഹോദര, സമ്പാദ്യം ഒരിക്കലും നമ്മുടെ മരണം വരെ ഉണ്ടാകുമെന്ന് വിചാരിക്കും. വലിയ വലിയ കോടീശ്വരന്മാർ 4ഉം 5ഉം ലക്ഷൂറിയസ് വാഹനങ്ങളിലൂടെ സഞ്ചരിച്ച ആളുകൾ ഇന്നൊരു വണ്ടി പോലും ഇല്ലാതെ ജയിലിൽ കിടക്കുകയാണ്. ഒരുപാട് ആളുകൾ എനിക്കറിയാം, ഒരുപാട് മുഖങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. ഇന്നോവ മാത്രമല്ല, ജാഗ്വാറും ഓഡിയും അതേപോലെ തന്നെ BM-ഉം അതുപോലെ പല രീതിയിലുള്ള ലക്ഷൂറിയസ് വാഹനങ്ങൾ വാങ്ങിച്ചിട്ട് നാട്ടിൽ സുഖിച്ചു നടന്ന പല ആളുകളും ഇന്ന് ജയിലിലാണ്. ഒരു വണ്ടി പോലും അവരുടെ കയ്യിലില്ല. അവരുടെ കയ്യിലുള്ള സമ്പാദ്യങ്ങളെല്ലാം വിറ്റിട്ട് എല്ലാം തുലച്ച് ജയിലിൽ കിടക്കുന്ന ആളുകളുണ്ട്. അതുകൊണ്ട് യഹ്സബു അന്ന മാലഹു അഖ്ലദ, നമ്മുടെ സമ്പാദ്യം ശാശ്വതമാണെന്ന് ചിന്തിക്കണ്ട. അല്ലാഹു തന്ന സമ്പാദ്യം പാവങ്ങളെ സഹായിക്കാനുള്ളതാണ്, അത് പള്ളിക്ക് കൊടുക്കാനുള്ളതാണ്, അത് മദ്രസയെ സഹായിക്കാനുള്ളതാണ്, അത് പാവപ്പെട്ട കുടുംബക്കാർക്ക് വിഹിതം വെക്കാനുള്ളതാണ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടതാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്നിട്ട് അല്ലാഹു പറയാണ് പിശുക്കന്മാരെ കുറിച്ചിട്ട്, ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടായിട്ട് 5 പൈസ ചെലവഴിക്കാതെ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയതാണെന്ന ധാർഷ്ട്യത്തോടെ ധിക്കാരത്തോടെ നടക്കുന്ന പിശുക്കന്മാർ, അവരെ ഞാൻ ഹുതമ എന്ന് പറയുന്ന നരകത്തിലേക്ക് വലിച്ചെറിയും. വമാ അദ്റാക മൽ ഹുതമ. ഹുതമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്തെന്നറിയോ? നാറുല്ലാഹിൽ മൂഖദ. നാറുല്ലാഹിൽ മൂഖദ, ശക്തമായി കത്തിജ്വലിക്കുന്ന നരകമാണ്. ഇത് 2ാമത്തെ നരകമാണെങ്കിൽ 3ാമത്തേത് സഖർ എന്ന നരകമാണ്. ആ നരകം ആർക്കാണ് അല്ലാഹു നൽകുന്നതെന്നറിയോ? അല്ലാഹു നാളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ റിക്രൂട്ട് ചെയ്യുമ്പോ സ്വർഗക്കാരായ ആളുകൾ നരകക്കാരായ ആളുകളെ കാണുമ്പോൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, മാ സലകകും ഫീ സഖർ. നിങ്ങൾ എങ്ങനെയാണ് സഖർ എന്ന നരകത്തിൽ വീണുപോയത്? നിങ്ങൾ എങ്ങനെയാണ് സഖർ എന്ന നരകത്തിൽ വീണുപോയത്? അവര് പറയുന്ന മറുപടി, ലം നകു മിനൽ മുസല്ലീൻ. ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിക്കാത്തത് കാരണത്താലാണ് സഖർ എന്ന നരകത്തിൽ വീഴേണ്ടി വന്നത്. ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. അല്ലാഹു സമ്പാദ്യം തന്നിട്ട്, അല്ലാഹു കാശ് തന്നിട്ട് പാവങ്ങളായ മിസ്കീന്മാർക്ക് ഞാൻ 5 പൈസ കൊടുത്തിട്ടില്ല. പാവങ്ങളായ മിസ്കീന്മാർക്ക് ഞാൻ 5 പൈസ കൊടുത്തിട്ടില്ല. വകുന്നാ നഖൂലു മഅൽ ഖായിലീൻ. എല്ലാവരും അടിച്ചു പൊളിക്കുമ്പോ അല്ലാഹുവിനെ മറന്നിട്ട്, ദീനിനെ മറന്നിട്ട്, മാതാപിതാക്കളെ മറന്നിട്ട് എല്ലാവരും അടിച്ചു പൊളിക്കുമ്പോ അവരുടെ കൂട്ടത്തിൽ ഞാനും ചേർന്നു. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ. അന്ത്യനാളില്ല, ഖിയാമത്ത് നാളില്ല, ഖബറില്ല എന്ന് ഞാൻ നിഷേധിച്ചത് കാരണത്താലാണ് ഞാൻ ഈ സഖർ എന്ന നരകത്തിലേക്ക് വീണത് എന്ന് അല്ലാഹുവിന്റെ സ്വർഗ്ഗക്കാരായ ആളുകളോട് നരകക്കാര് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. 5ാമത്തെ നരകമാണ് ജഹീം എന്നുള്ള നരകം. വതസ്ലിയതു ജഹീം. 6ാമത്തെ നരകമാണ് ലളാ എന്നുള്ളത്. കല്ലാ ഇന്നഹാ ലളാ. 7ാമത്തെ നരകമാണ് സഈർ എന്നുള്ളത്. അതിനെക്കുറിച്ച് പറഞ്ഞത് വയസ്ലാ സഈറാ. അങ്ങനെ പല രീതിയിലാണ് നരകം. അതിൽ ഓരോ ആളുകൾ ഓരോ രീതിയിലാണ് നരകത്തിൽ കിടക്കുക. ഓരോന്നിനും ആളുകളുണ്ട്. അതിന്റെ ആളുകളെ കുറിച്ച് പറയുന്നുണ്ട്. സ്വർഗ്ഗ നരകത്തിന് 7 വാതിലാണ്. 1ാമത്തെ വാതിലിൽ കിടക്കുന്നത് ഫഫീഹിൽ മുനാഫിഖൂൻ. നരകത്തിന്റെ അടിത്തട്ടാണത്. അവർ ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. 1ാമത്തെ തട്ടിൽ മുനാഫിഖീങ്ങളാണ്. അതേപോലെ മാഇദ, അല്ലേ സമയം വൈകില്ലേ? 12:04. ഞാൻ 11:00 നിർത്തേണ്ടത് ഇത്ത് കിട്ടിയത് കൊണ്ടാണ് 12 മണി വരെ പോയത്. ഞാൻ 11:00 നിർത്തായിരുന്നു. അനൗൺസ്മെന്റ് എന്താണ്? റാഷിദ് ചേണിക്കണ്ടയിൽ മുടവന്തേരി നാളെ ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ ഇറങ്ങിയതാണ്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അറിയുന്നവർ 9946379369 എന്ന നമ്പറിൽ അറിയിക്കുക. റാഷിദ് ഇവിടെ ഉണ്ടോ? സദസ്സിലുണ്ടോ?
റാഷിദ് ചേണിക്കണ്ടിയല്ലേ? ഇവിടെ ഉണ്ടെങ്കിലും ഒന്ന് സ്വയം പോയാൽ മതി, ഇല്ലെങ്കിൽ അറിഞ്ഞ ആള് നമ്പറിൽ വിളിച്ചാൽ മതി. ഇവിടെ ഉണ്ട്, അങ്ങനെ ആളുണ്ടോ? എത്തിക്കോളും ഇൻഷാ അല്ലാഹ്. ചെറിയ കുട്ടിയൊന്നുമല്ലല്ലോ, അതറിയാം, ഒന്നും അറിയില്ലല്ലോ. ഓക്കെ, എന്തായാലും ഇൻഷാ അല്ലാഹ് അള്ളാഹു എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാനുള്ള സന്മനസ് കൊടുക്കട്ടെ. അള്ളാഹു ഒന്ന് പ്രയാസം ഉണ്ടെങ്കിൽ തീർത്ത് ആ വീട്ടിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. അപ്പോ ഒന്നാമത്തെ നരകം അവിടെ മുനാഫിക്കീങ്ങളാണ്, രണ്ടാമത്തെ നരകം മുശ്രിക്കീങ്ങളാണ്, മൂന്നാമത്തെ നരകം അതിൽ മതം മാറിയ ആളുകളാണ് സഖർ, നാലാമത്തെ നരകം അവിടെ ഇബ്ലീസും പാർട്ടിയാണ്, അഞ്ചാമത്തെ നരകം ജൂതന്മാർ, ആറാമത്തെ നരകം നസ്വാറാക്കൾ, ഏഴാമത്തെ നരകം. ഇത് പറയുമ്പോ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം നാണം കൊണ്ട് തല താഴ്ത്തി, എനിക്ക് പറഞ്ഞു തരൂ ഏഴാമത്തെ വിഭാഗം ആരാണ്? പറഞ്ഞു, അഹ്ലുൽ ഖബാഇരി മിൻ ഉമ്മതിക അല്ലദീന മാതു വലം യതൂബു. നിങ്ങളുടെ സമുദായത്തിൽ വൻദോഷം ചെയ്തിട്ട് തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകൾക്കുള്ളതാണ് ഏഴാമത്തെ തട്ട്. അപ്പൊ നരകത്തില് ഏഴാമത്തെ തട്ട് ഏറ്റവും എളുപ്പമുള്ള തട്ട്, ഏറ്റവും സ്ട്രോങ് താഴെയാണ്. മുകളിലേക്ക് വരുംതോറും അതിന്റെ സ്ട്രോങ് ഇങ്ങനെ കുറഞ്ഞു വരാണ്. മുകളിലത്തെ തട്ടിൽ സമുദായത്തെ നബി തങ്ങളുടെ ഉമ്മത്തിലെ വൻദോഷങ്ങൾ ചെയ്ത ആളാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇൻഷാ അല്ലാഹ് അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാതെ രക്ഷപ്പെടാൻ തൗഫീഖ് ചെയ്യട്ടെ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരൊറ്റൊരു വഴിയും കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ സല്ലൈത സുബ്ഹ, സുബ്ഹി നിസ്കരിച്ചാൽ, ഫഖുൽ ഖബ്ല അൻ തുകല്ലിമ അഹദൻ മിനൻ നാസ്, ജനങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം നീ ചെയ്യണം. എന്ത്? അല്ലാഹുമ്മ അജിർനി മിനൻ നാർ 7 തവണ സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ, അല്ലാഹുമ്മ അജിർനി മിനൻ നാർ, അല്ലാഹുവേ എന്നെ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ എന്നുള്ള ദിക്ർ ആരോടും സംസാരിക്കുന്നതിന് മുമ്പ് 7 തവണ ചൊല്ലിയാൽ, ഫഇന്നക ഇമ്മിത മിൻ യൗമിക ദാലിക, ഈ സുബ്ഹിക്ക് ശേഷം 7 തവണ ചൊല്ലി ആ ദിവസം മരിച്ചുപോയാൽ, കതബല്ലാഹു അസ്സ വജല്ല ലക ജിവാറൻ മിനൻ നാർ, നീ നരകത്തിൽ കിടക്കൂല എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്. അതിനാദ്യം സുബ്ഹി നിസ്കരിക്കണം. സഹോദരന്മാരും നാളെ മുതൽ തുടങ്ങാം. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സലാം വിട്ടു, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അല്ലാഹുമ്മ അജിർനി മിനൻ നാർ, അല്ലാഹുമ്മ അജിർനി മിനൻ നാർ, അല്ലാഹുമ്മ അജിർനി മിനൻ നാർ. ഇത് ചൊല്ലി അന്ന് മരിച്ചുപോയാൽ നരകത്തിൽ കിടക്കൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ, ഖബ്ല അൻ തുകല്ലിമ അഹദൻ മിനൻ നാസ്, ജനങ്ങളോട് സംസാരിക്കുന്നതിന് മുമ്പ് നീ പറയണം, അല്ലാഹുമ്മ അജിർനി മിനൻ നാർ 7 തവണ, അല്ലാഹുമ്മ അജിർനി മിനൻ നാർ. സുബ്ഹിക്ക് ശേഷവും മഗ്രിബിന്റെ ശേഷവും 7 തവണ അല്ലാഹുമ്മ അജിർനി മിനൻ നാർ, അല്ലാഹുമ്മ അജിർനി മിനൻ നാർ എന്നൊരാൾ ദുആ ചെയ്താൽ, ഫഇന്നക ഇമ്മിത മിൻ ലൈലതിക തിൽക, ആ രാത്രിയിലെങ്ങാനും നീ മരിച്ചുപോയാൽ, കതബല്ലാഹു അസ്സ വജല്ല ലക ജിവാറൻ മിനൻ നാർ, നരകത്തിൽ നിന്ന് അല്ലാഹു നിന്നെ സംരക്ഷിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇത് ചെല്ലാത്ത ആളുകളിൽ ഇഷ്ടം പോലെ ആളുകളില്ലേ? ഇത് ചെല്ലാത്ത ആളുകൾ സുബ്ഹി നിസ്കാരം തന്നെ ഓട്ടോമാറ്റിക് യാന്ത്രികമായിട്ട് പോവാൻ. സുബൈക്ക് ഉസ്താദ് 4 റക്അത്ത് നിസ്കരിച്ചാൽ 4 നിസ്കരിക്കും. അന്നതൊരു ഒഴുക്കാണ്. ഉസ്താദ് 3 നിസ്കരിച്ചാൽ 3 നിസ്കരിക്കും. ഇത് ഇത്ര നിസ്കരിച്ചൊന്നും അറിയൂല. അതുകൊണ്ട് ഇങ്ങനെ പോകണം. അതിന് പകരം എന്ത് ചെയ്യുക? ഒന്ന് ബോധവാന്മാരായി നിസ്കരിച്ച് സലാം വെട്ടിയ ഉടനെ ഒരു 3, 5, 7 പ്രാവശ്യം അല്ലാഹുമ്മ അജിർനി മിനൻ നാർ, അല്ലാഹുമ്മ അജിർനി മിനൻ നാർ ഇത് ചെല്ലുന്ന ആളുകളെ നരകം തിന്നൂല എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മൾ പഴയകാല പ്രതാപം കിട്ടാൻ പറഞ്ഞ വിഷയങ്ങൾ എന്തൊക്കെയാണ്? അല്ലാഹു പറഞ്ഞ വാഗ്ദാനം ഒന്നിതാണ്, ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം. ഒന്നുമില്ലാതെയാണ് നബിത്തങ്ങൾ ഭൂമിയിലേക്ക് വന്നത്. ഇസ്ലാമിന്റെ തുടക്കകാലത്ത് പീഡനങ്ങളുടെ നൂലാമാലകൾ സഹിച്ച് ജീവിക്കാൻ തന്നെ പ്രയാസമായിരുന്നു. ആ നബിത്തങ്ങളെയാണ് ലോകം ഭരിക്കുന്ന, ലോകം മുഴുവനും നിയന്ത്രണത്തിലുള്ള ഇസ്ലാമിക സാമ്രാജ്യം വളർത്തിക്കൊടുത്തത് അല്ലാഹുവാണ്. അതേപോലെ നിങ്ങൾക്കും ഞാൻ തരാം. ഈ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ ഞാൻ രക്ഷപ്പെടുത്താം. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഈ പേടി മാറ്റി നിങ്ങൾക്ക് നിർഭയത്വം തരാം. പേടിയില്ലാതെ ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് തരാം. പ്രത്യേകിച്ചിട്ട് നാദാപുരത്തുകാർക്കൊക്കെ ജീവിക്കാൻ വലിയ പേടി എന്നാണ് അല്ലേ? എപ്പോഴാണ് ഈ കല്ലേറുണ്ടാവുക, എപ്പോഴാണ് ഈ ബോംബേറുണ്ടാവുക, വീട് എപ്പോഴാണ് കത്തിക്കുക, എപ്പോഴാണ് കൊള്ളടിക്കാന്നൊന്നും അറിയില്ല. എപ്പോൾ ഉണ്ടാവുക
ആ ഒരു പ്രതീക്ഷയില പലരും ജീവിക്കുന്നത്. അപ്പോൾ വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ഈ പേടി മാറ്റി നിങ്ങൾക്ക് ഞാൻ പ്രതീക്ഷ തരാം. വലയുമക്കിനന്ന ലഹും ദീനഹുമുല്ലദി ഇർതളാലഹും, താടി വെച്ച് നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതുപോലെ, തുപ്പി വെച്ച് നടക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് അതുപോലെ, പർദ്ദ ധരിക്കണമെന്ന് വിചാരിക്കുന്നത് അതുപോലെ. ഉസ്താദുമാർക്ക് പള്ളിയിൽ ധൈര്യമായിട്ട് കിടന്നുറങ്ങാൻ വാളൊന്നും എടുത്തു വെക്കേണ്ട ആവശ്യമില്ല. അടുത്തൊരു ഉസ്താദ് പറഞ്ഞു, ഞാനിപ്പോൾ ഉറങ്ങുമ്പോൾ അടുത്തൊരു വാള് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. പേടിയാണ് ഉസ്താദുമാർക്ക്. പള്ളിയിൽ കയറി മിഹ്റാബിൽ കയറി ഉസ്താദുമാരുടെ തലയിറത്ത് മാറ്റുന്ന കാലാണ്. അതുകൊണ്ട് ഞാൻ ഉറങ്ങുമ്പോൾ അടുത്തൊരു വാള് വെച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ആരെങ്കിലും വന്നാലെങ്കിലും വാളെങ്കിലും വീശാലോ. അപ്പൊ അതൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാൻ അനുവദിക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് എന്നെ ആരാധിക്കണം, നിസ്കാരം നിലനിർത്തണം, സക്കാത്ത് കൊടുക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുസരിക്കണം. എങ്കിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. ഈ 4 കാര്യം ചെയ്യണം. ഒന്ന്, എന്നെ ആരാധിക്കുക, നിസ്കാരം കൃത്യമായി നിലനിർത്തുക, സക്കാത്ത് കൃത്യമായി കൊടുക്കുക, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ സുന്നത്തുകൾ ചെയ്ത് ജീവിക്കുക. അല്ലേ? ചൂൻ മഹ്തേം സുന്നത്തെ റസൂൽ മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മത്തി ഫലഹു അജ്റു മിഅത്തി ഷഹീദ്. എന്നിട്ട് പറയുന്നു, ലാ തഹ്സബന്നല്ലദീന കഫറു മുഅ്ജിസീന ഫിൽ അർദ്, നിങ്ങളുടെ ശത്രുക്കൾ അവരിവിടെ അപരാജിതരാണെന്ന് വിചാരിക്കേണ്ട. അധികാരം എന്നും കയ്യിലുണ്ടാകുമെന്ന് വിചാരിക്കേണ്ട. വാഹുമുന്നാർ, അവരെ ഞാൻ പിടിക്കും. ഏതധികാരമാണെങ്കിലും അത് കുറെ കാലമൊന്നും ആരുടെ കയ്യിലുണ്ടാവൂല. നേരെ ശരിയാവണ്ണം ഭരിച്ചാൽ ഉണ്ടാകും. കുർത്തക്കേട് കാട്ടിയ 5 വർഷം ഭരിക്കുക, പിന്നെ ജീവിതത്തിൽ സ്വപ്നം പോലും കാണാൻ പറ്റൂല. ഇതൊക്കെ പഠിച്ചവന്റെ കയ്യിലുള്ള തീരുമാനമാണ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.